നമുക്കും വേണം. നമുക്കും സ്പേസ് എക്സ് പോലെയുള്ള കമ്പനികളിലൂടെ ഉണ്ടായേ പറ്റൂ. ക്രയോജനിക് എഞ്ചിൻ മാനുഫാക്ചറിങ് ഫെസിലിറ്റി പോലും ISROയ്ക്ക് ഇല്ല, ഇന്നും ഇല്ല. ഓഫ് കോഴ്സ് എനിക്ക് തോന്നിയ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട് അതൊരു ബേസ്ലെസ് ആയിട്ടുള്ളൊരു കേസായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു എന്തിന് ഇത്രമാത്രം ഡ്രാമാറ്റൈസ് ചെയ്യപ്പെട്ടൊരു കേസ് ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് ഇന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. നമ്പിനാരായൺ സാർ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഒരുമിച്ച് കൊണ്ടുവന്നാലേ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. ഇപ്പോൾ ഒരു കേരളത്തിലെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഇവിടെ KMMൽ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റും? അവരന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഇങ്ങനെയുള്ള മാനുഫാക്ചറിങ്ങൾ, അലമാരകളും ലോക്കുകളും മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ അവർ പറഞ്ഞ് റോക്കറ്റ് എഞ്ചിൻ ഉണ്ടാക്കാൻ ഞങ്ങളുടെ 2 ഹാങ്ങറുകൾ ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. എത്രയോ കമ്പനികളുണ്ട് ഇവിടെ തന്നെ, ഒരു 50 കമ്പനികളുണ്ട് ISROയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. വീടുകളിലുണ്ട് ഇലക്ട്രോണിക്സ് ഒക്കെ ഉണ്ടാക്കുന്നത്, ഇവിടെ പലയിടത്തും വീടുകളിലൊക്കെ ഇരുന്നാണ് ചെയ്യുന്നത്. നിങ്ങൾ തന്നെ പണം മുടക്കി ഉണ്ടാക്കണം, ഗവൺമെൻറ് പണം തരില്ല. ആ വിക്ഷേപണത്തിന് കിട്ടുന്ന പൈസ ലാഭം നിങ്ങളെടുത്തു. ഇന്ന് ഇന്ത്യയിലാണ് ലോകത്തിൽ എയറോസ്പേസ് ക്വാളിറ്റിയുള്ള സ്ക്രൂസും നട്ടും ബോൾട്ടും ഉണ്ടാക്കുന്നത് ഇന്ത്യയിലെ കമ്പനികളാണ്. നമ്മുടെ ഒരു സ്പേസ് രംഗം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു, എത്ര അഡ്വാൻസ്ഡ് ആണ്, നമ്മളുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ്? ഇന്ന് നമ്മുടെ ISRO മാത്രമാണ് സ്പേസിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മളിപ്പോൾ കരുതണ്ട. താങ്കൾ ചോദിച്ച ചോദ്യം വളരെ സമയമെടുത്തേ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന്, ഒരു ഗ്ലോബൽ സ്പേസ് എക്കോസിസ്റ്റത്തെക്കുറിച്ചുള്ളൊരു ധാരണ വേണം. ഇന്ത്യയിൽ എന്താണുള്ളതിന് ധാരണ വേണം. ഒന്ന്, ലോഞ്ച് കേപ്പബിലിറ്റി, റോക്കറ്റുകൾ ഉപയോഗിച്ചിട്ട് ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാനുള്ള കഴിവ്. അത് ഇന്ത്യയിൽ മറ്റു ഒരുപാട് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു കഴിവുണ്ട്. അത് ഏകദേശം ഒരു 4 ടൺ ജിയോയിലും ഏകദേശം 10 ടൺ ലോവർ ഓർബിറ്റിൽ എത്തിക്കാൻ കഴിയുന്ന ഒരു കഴിവുള്ള ഒരു രാജ്യമാണ്. അത് ചെറിയ കഴിവല്ല. അതുകൊണ്ട് ഉള്ള കഴിവുള്ള രാജ്യങ്ങളിൽ നിന്ന് വളരെ എണ്ണം കുറവാണ്. ഒന്ന് US ഉണ്ട്, റഷ്യ ഉണ്ട്, ചൈനയുണ്ട്, ജപ്പാനുണ്ട്, പിന്നെ യൂറോപ്യൻ ഗ്രൂപ്പ് ആളുകളുണ്ട്. ഇതിനിടയിൽ ഇന്ത്യ മാത്രമാണ് ഉള്ളൊരു രാഷ്ട്രം. അതൊരു വലിയ നേട്ടമാണ്. ഈ പറഞ്ഞ പവർ ഗ്രൂപ്പ്സുമായിട്ട് നോക്കുമ്പോൾ സ്വന്തമായിട്ട് റോക്കറ്റ് ഡിസൈൻ ചെയ്യാനും മാനുഫാക്ചർ ചെയ്യാനും വിക്ഷേപിക്കാനും അത് നമുക്ക് സ്വന്തം ലോഞ്ച് പാഡിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയും. അതൊരു വലിയ നേട്ടം. രണ്ടാമത്, ഉപഗ്രഹങ്ങളെ നിർമ്മിക്കാനും ലോഞ്ച് ചെയ്യാനുള്ള കഴിവ് അതും ഇന്ത്യയിലുണ്ട്. അത് നമുക്ക് എത്ര സൈസുള്ള ഉപഗ്രഹങ്ങളെ വേണമെങ്കിലും നിർമ്മിക്കാനും ഡിസൈൻ ചെയ്യാനും ലോഞ്ച് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇത് മാത്രമല്ല, ഇതെല്ലാത്തിനും വേണ്ട അടിസ്ഥാനപരമായ അറിവ്, നോളജ്, സ്കില്ല്, ടെക്നോളജി, മാനുഫാക്ചറിങ് എക്കോസിസ്റ്റം, ഇൻഡസ്ട്രിയൽ എക്കോസിസ്റ്റം, സയൻറ്റിഫിക് കേപ്പബിലിറ്റി, ഇതെല്ലാം ഉണ്ട്. ഇത്രയും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞൊരു 60 വർഷം കൊണ്ടാണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ കഴിവ് is it on par with others or slightly lower or above others? ഇതായിരിക്കാം ഒരു ചോദ്യം നമുക്ക് ചോദിക്കാവുന്നത്. അപ്പോൾ ഇതിൽ കാണാവുന്ന 1-2 ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ, ഓഫ് കോഴ്സ് നമ്മൾ റീസണബിളി ഓൺ പാർ. ഐ കനോട്ട് സേ വി ആർ അഡ്വാൻസ്ഡ് ദാൻ അതേഴ്സ്. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു സേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന്, എന്തൊക്കെയാണ് ചില ആളുകൾക്ക് ചില കൺട്രിക്ക് നമ്മളെക്കാളും മുകളിലുള്ളത്, അതിൻ്റെ അത്ര നമുക്ക് എത്താനായിട്ട് എപ്പോൾ പറ്റും? ഈ ഒരു ക്വസ്റ്റിനെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഓരോ ദിവസവും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം സ്കെയിലാണ്. നമ്മൾ എത്രമാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിനകത്തുണ്ട്, എത്രമാത്രം റോക്കറ്റുകൾ ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുന്നുണ്ട്, ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഈ സ്കെയിൽ ഓഫ് ഓപ്പറേഷനിൽ നമ്മൾ വളരെ പുറകിലാണ്. ഇപ്പോൾ നമ്മളൊരു കമ്പാരിസൺ എടുക്കുകയാണെങ്കിൽ, അമേരിക്ക ഒരു വർഷം അവരുടെ മൊത്തം സ്പേസ് പ്രോഗ്രാമിന് $50 ബില്യൺ മുതൽ മുകളിലേക്ക് ചിലവാക്കുന്നുണ്ട്. അത്രേ നമുക്ക് അറിവുള്ളൂ. റഷ്യ ആകട്ടെ ഏകദേശം 20 ബില്യൻ്റെ അടുത്തുണ്ടാകും. ചൈനയും ഏകദേശം അത്രയൊക്കെ ഉണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്ത്യ ചിലവാക്കുന്നത് ഏകദേശം $1.8 ബില്യൺ അതാണ് എൻ്റെ ഒരു കമ്പാരിസൺ. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ സ്കെയിൽ ഇനിയും വർദ്ധിപ്പിക്കപ്പെടേണ്ടതുണ്ട്. കാരണം റോക്കറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം, ഉപഗ്രഹങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. രണ്ടാമത്, എവിടെയാണ് ഇതെല്ലാം എണ്ണം കൂടുന്നുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് വേണം. ബിസിനസ്, യൂട്ടിലിറ്റി, മാർക്കറ്റ്, ഇതിനെയാണ് എണ്ണം ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഈ മാർക്കറ്റ്, ബിസിനസ് സൈഡ് നമ്മളിപ്പോഴും ക്യാച്ചപ്പ് ചെയ്യേണ്ട ഒരു മേഖലയാണ്. അതുകൊണ്ടാണ് എണ്ണം കൂടാത്തത്. ടെക്നോളജി നോക്കുകയാണെങ്കിൽ നമ്മൾ ടെക്നോളജിയിൽ എൻ്റെ അഭിപ്രായത്തിൽ റീസണബിളി ഓൺ പാറാണ്. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, മൂൺ ലാൻഡിങ്, ചന്ദ്രയാൻ ഉപയോഗിച്ച് നമ്മൾ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങി. അതൊരു ചെറിയ കാര്യമല്ല. കാരണം ഒരുപാട് രാഷ്ട്രങ്ങൾ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത്ര എളുപ്പത്തിൽ സംഭവിക്കാത്തതാണ്. അതിൻ്റെ അർത്ഥം എൻ്റെ വേണ്ട എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. റോക്കറ്റ്, ഉപഗ്രഹ നിർമ്മാണത്തിലുള്ള കഴിവ്, സെൻസറുകൾ ഡിസൈൻ ചെയ്യാൻ ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവ്, സോഫ്റ്റ്വെയർ അൽഗോരിതങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ്, ഇത്രയും ലോങ് മിഷനുകളെ പ്ലാൻ ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനുള്ള കഴിവ്. ഈ കഴിവുകളെല്ലാം ഉണ്ടതിൻ്റെ അർത്ഥം നമ്മൾ ടെക്നോളജിക്കലി റീസണബിളി അപ് ടു ദ പോയിൻ്റാണ്. ചില ഡെഫിഷ്യൻസീസുകൾ നമുക്കുണ്ട്. ആ ഡെഫിഷ്യൻസിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇലക്ട്രോണിക്സ് മേഖലയിൽ നമുക്ക് ഇല്ലാത്ത ഒരു കഴിവ്. നമ്മളിപ്പോഴും ഇലക്ട്രോണിക്സിൻ്റെ വലിയൊരു ഭാഗവും ഇമ്പോർട്ട് ചെയ്യുകയാണ്. പ്രോസസ്സറുകൾ, FPGAകൾ, സെൻസറുകൾ, ഡിറ്റക്ടറുകൾ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇന്നും വിദേശ കമ്പനികൾ നിർമ്മിച്ച് നമ്മൾ വാങ്ങിക്കേണ്ട അവസ്ഥയാണ്. ഇന്ത്യയിൽ നിർമ്മിക്കാനും ഉപയോഗിക്കാനും നമുക്ക് ഇപ്പോഴും ആയിട്ടില്ല. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെഫിഷ്യൻസിയാണ്. രണ്ടാമത്തത്, ഇപ്പോൾ അടുത്ത കാലത്ത് വന്നിട്ടുള്ള 1-2 കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ടെക്നോളജിയുടെ അഡോപ്ഷൻ നമ്മുടെ നിത്യ ജീവിത മേഖലയിൽ, ഫോർ എക്സാമ്പിൾ ഡിഫൻസ്, സ്ട്രാറ്റജിക്, നാവിഗേഷൻ, ഡേ ടു ഡേ ലൈഫ്, കമ്മ്യൂണിക്കേഷൻ, ഈ മേഖലകളിലൊക്കെ നമ്മൾ എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. നമ്മളെല്ലാം ഒരുപാട് മേഖലയിൽ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതിൽ കുറേയൊക്കെ സിംഹഭാഗവും നമ്മളിപ്പോൾ കുറേ യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വളരെ അധികം യൂട്ടിലിറ്റി എക്സ്പാൻഡ് ചെയ്യേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റലേഷൻ, ഡയറക്റ്റ് മൊബൈലിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമുക്ക് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് അമേരിക്കയിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ ജിയോ സ്റ്റേഷണറി കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകൾ നമുക്കുണ്ട്, ഇമേജ് ചെയ്യാൻ പറ്റുന്ന സാറ്റലൈറ്റുകളുണ്ട്, റഡാർ സാറ്റലൈറ്റുകളുണ്ട്. അപ്പോൾ ടെക്നോളജി ഓൾമോസ്റ്റ് ഓൺ പാർ, സ്കെയിൽ വെരി വെരി ലോ ഇൻ കേപ്പബിലിറ്റി, നോളേജ് സഫിഷ്യൻ്റ്ലി ഹൈ ഇനഫ് ടു സ്കെയിൽ ടു ദ നെക്സ്റ്റ് ലെവൽ. കേപ്പബിലിറ്റി വൈസ് പക്ഷേ നമ്മൾ ഇവരോടൊക്കെ ഓൺ പാറാണ് അല്ലേ കേപ്പബിലിറ്റി വൈസ്? ഒരു സംശയമില്ല കാര്യത്തിൽ. കാരണം ഒരു റോക്കറ്റ് ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിൻ്റെ ലിക്വിഡ് എഞ്ചിനുകൾ, റോക്കറ്റിൻ്റെ നിർമ്മാണം, ഫ്യൂവലുകൾ, അതിൻ്റെ മിഷൻ, സോഫ്റ്റ്വെയർ, ഇതെല്ലാം എല്ലാ മേഖലയിലുള്ള അറിവ് നമുക്കുണ്ട്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കിനി വേണ്ടത് ഇൻവെസ്റ്റ്മെൻറ്റുകൾ, സ്കെയിൽ, ഈ രണ്ടും വരുമ്പോഴത്തേക്കും എന്തൊക്കെ വീക്ക്നെസ് ഉണ്ടോ എനിക്ക് തോന്നുന്നു അതെല്ലാം ഫില്ല് ചെയ്യാൻ പറ്റും. ISROയ്ക്ക് ആ ഒരു എഡ്ജ് ഉണ്ടാവാൻ കാര്യമുണ്ട്. കാരണം ഇപ്പോൾ വേറെ ഇത് നമ്മൾ HAL അങ്ങനത്തെ ഒക്കെ സ്പെസിഫിക് ആയിട്ട് പറയല്ല, പക്ഷെ ഡിഫൻസ് നോക്കുവാണെങ്കിലും ഇപ്പോഴും നമ്മൾ ഇമ്പോർട്ടഡ് അതിനെ ഭയങ്കരമായിട്ട് ആശ്രയിച്ചിരിക്കുന്നു. പക്ഷെ ആ സമയത്താണ് ISRO ഒരു യുണീക്കായിട്ടൊരു നമ്മളുടെ ഓൺ കേപ്പബിലിറ്റിയിൽ നിൽക്കുന്നത്. ആ ഒരു എഡ്ജ് ഉണ്ടാവാൻ ശരിക്കും എന്താണ് റീസൺ? 2 രീതിയിലാണ് ഞാൻ ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ISROയ്ക്ക് ഒരു യുണീക്ക് ഹിസ്റ്ററി ഉണ്ട്. അത് എങ്ങനെ വന്നു, എന്തിനു വേണ്ടി വന്നു, അതിൻ്റെ ഒരു ലീഡർഷിപ്പിൻ്റെ ഒരു സ്വഭാവം, ഇതൊക്കെ അതിൻ്റെ ഒരു ഗ്രോത്തിനെ ഡിറ്റർമൈൻ ചെയ്ത കാര്യങ്ങളാണ്. സാരാഭായി മുതൽ ഉണ്ടായ ലീഡർഷിപ്പുകൾ പലപ്പോഴും ആ ലീഡർഷിപ്പിന് വളരെ ക്ലിയർ വിഷനുള്ള ലീഡർഷിപ്പാണ്. അതൊരു കണ്ടിന്യൂറ്റി ഉള്ള ലീഡർഷിപ്പാണ്. മാത്രമല്ല അതൊരു ഇൻസ്പിറേഷനുള്ള ലീഡർഷിപ്പാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു സർക്കാർ സ്ഥാപനമാണ് ISRO. ഒരു സർക്കാർ സ്ഥാപനത്തെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഹൈ ടെക്നോളജി ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. കാരണം അവിടുത്തെ മോട്ടിവേഷൻ ലെവൽ, സാലറികൾ, ആളുകളെ റിട്ടൻഷൻ ചെയ്യാനുള്ള, ബ്രൈറ്റ് ടാലൻസിനെ അട്രാക്ട് ചെയ്യാനുള്ള, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ സർക്കാർ സ്ഥാപനങ്ങൾ പുറകോട്ട് പോകാം. രണ്ടാമത്, ഇത് പല സൈക്കിളിൽ കൂടെ കടന്നു പോയതാണ്. ഫെയിലർ ഒരുപാടുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ISROയിൽ ജോയിൻ ചെയ്യുന്നത്. പിന്നീട് വിജയങ്ങളുണ്ടായി. പക്ഷേ ഇതിനൊപ്പം തന്നെ ISROയ്ക്കുള്ളൊരു അഡ്വാൻറ്റേജ് വിസിബിളാണ്. സക്സസ് ആളുകൾക്ക് കാണാൻ പറ്റും. ഒരു ഇൻസ്പിറേഷൻ്റെ എലിമെൻ്റ് ഉണ്ട്. പലപ്പോഴും മറ്റ് സ്ഥാപനങ്ങളില്ലാത്തൊരു കഴിവാണ്. നമ്മൾ ഉണ്ടാക്കുന്ന സാധനം വിജയിക്കുന്നത് കാണാനുള്ള കഴിവ് നമുക്ക് കിട്ടും. അപ്പോൾ അവിടെയുള്ള എഞ്ചിനീയേഴ്സിനൊക്കെ ഓരോ ദിവസവും ജോലി ചെയ്യുമ്പോൾ അതൊരു ഭയങ്കര ഇൻസ്പിറേഷനാണ്. കാരണം കോർ ടെക്നോളജിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവർ നിർമ്മിക്കുന്ന സാധനങ്ങൾ പ്രവർത്തിക്കുകയും വിജയീകരിക്കുകയും കാണുമ്പോൾ ഉണ്ടാകുന്ന ഇൻസ്പിറേഷൻ വളരെ ഹൈ ആണ്. അപ്പോൾ നമ്മൾ എൻകാഷ് ചെയ്യുക എന്നുള്ള വാക്ക് ശരിയല്ലായിരിക്കാം. പക്ഷേ ഒരു മാനേജർ, ഒരു സീനിയർ ലെവൽ ആളെന്ന നിലയിൽ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ടൂൾ ഇതാണ്. കാരണം നിങ്ങൾക്ക് ഇതുപോലെ ഹൈ ടെക്നോളജി മേഖലയിൽ പ്രവർത്തിച്ച് സ്വന്തം ഐഡിയകളെ നിങ്ങൾ മുമ്പിൽ പ്രവർത്തിക്കുന്ന രീതിയിലാക്കാൻ കഴിയുന്ന ഒരുപാട് സ്ഥാപനങ്ങളൊന്നും ഈ രാജ്യത്തില്ല. അപ്പോൾ ഒരു എഞ്ചിനീയറോ സയൻറ്റിസ്റ്റോ അതിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഐഡിയ നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ പറ്റും. ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആളുകളെ ഇൻസ്പയർ ചെയ്യുന്നത്. അല്ലാതെ വേറെ ഒരു വസ്തു കൊണ്ടും ഇൻസ്പയർ ചെയ്യാൻ പറ്റില്ല. അത് പക്ഷേ അത് ഇത്രയും വർഷങ്ങളായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ISROയിൽ ഇന്നും പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഭയങ്കര തയ്യാറായിട്ട് വരും. മറ്റ് സ്ഥാപനങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനാവില്ല. കാരണം ഞാൻ അവയിലൊന്നും വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ HALലും വർക്ക് ചെയ്തിട്ടില്ല, DRDOയിലും വർക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് താങ്കൾ പറഞ്ഞതിനോട് എനിക്ക് പൂർണ്ണ യോജിപ്പില്ല. കാരണം അവയെല്ലാം അത്ര പെർഫോം ചെയ്യാത്ത സ്ഥാപനങ്ങളാണെന്ന് എനിക്ക് അഭിപ്രായവും ഇല്ല. കാരണം ഞാൻ കുറച്ചൊക്കെ അതുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തിട്ടുണ്ട്. HAL എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. ISROയുടെ റോക്കറ്റുകളുടെ ഉപഗ്രഹങ്ങളുടെ പ്രധാന നിർമ്മാണം നടക്കുന്ന HALലാണ്. താങ്കൾക്കറിയില്ലായിരിക്കും, ഞങ്ങൾ HAL എറോസ്പേസ് ഡിവിഷൻ എന്നൊരു സ്ഥാപനം ബാംഗ്ലൂർ സ്ഥാപിച്ച് അവരാണ് ഞങ്ങൾ മുഴുവൻ നിർമ്മിച്ചു തരുന്നത്. അതിൻ്റെ ടെക്നോളജി ഓഫ് മാനുഫാക്ചറിങ് അവരുടെ കയ്യിലാണ്. അതുപോലെ തന്നെ DRDO, നിങ്ങൾക്കറിയാം DRDO ഒരു വലിയ സ്ഥാപനമാണ്, ISRO പോലെ തന്നെ വലിയ സ്ഥാപനം. പക്ഷെ അവർ ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ISRO പ്രവർത്തിക്കുന്ന മേഖല വളരെ ഫോക്കസ്ഡാണ്. അപ്പോൾ റോക്കറ്റ് നിർമ്മാണം, ഉപഗ്രഹ നിർമ്മാണം, ആപ്ലിക്കേഷൻ, ഇതിനപ്പുറത്തേക്ക് ഒരിക്കലും പോവില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട കേപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്യും. പക്ഷേ ഡിഫൻസ് വർക്ക് ചെയ്യുന്നത് മിസൈലുകൾ മുതൽ ഭക്ഷണം വരെ ഉള്ളൊരു വലിയ ശ്രേണിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളുണ്ട്. രണ്ടാമത്തെ, ഡിഫൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഗ്ലോബൽ കമ്പാരിസൺ ഉള്ളൊരു സാധനമാണ്.
ഇപ്പോൾ അവർ വാങ്ങിക്കുന്ന മിസൈലുകളും പുറത്തുനിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന മിസൈലുകളും പുറത്തുനിന്ന് കിട്ടുന്ന മ്യൂണിഷനുകളും എപ്പോഴും കമ്പയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം ഫോഴ്സ് ആ കമ്പാരിസൻ്റെ ഇടയിലാണ് ജീവിക്കുന്നത്. സ്പേസിൽ ആ കമ്പാരിസൺ ഇല്ല. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സാധനവും വാങ്ങിക്കാൻ കിട്ടില്ല, റോക്കറ്റുകൾ വാങ്ങിക്കാൻ കിട്ടില്ല, ഉപഗ്രഹങ്ങളും വാങ്ങിക്കാൻ കിട്ടില്ല. കിട്ടിയാൽ തന്നെ ബ്ലാക്ക് ബോക്സ് ആയിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് സ്വന്തം ഡെവലപ്പ് ചെയ്തേ പറ്റൂ. വേറൊരു വഴിയുമില്ലാത്തൊരു മേഖലയിലാണ് ISRO വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഡിഫൻസ് അങ്ങനെയല്ല. ഇന്ന് നിങ്ങൾക്ക് ഒരു ആയുധങ്ങളും നമ്മൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നില്ലെങ്കിലും ആവശ്യമുള്ള ആയുധങ്ങളെല്ലാം വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ സ്പേസ് ഇവിടെ ഇല്ലെങ്കിൽ ഒന്നും വാങ്ങിക്കാൻ കിട്ടില്ല. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ദ റീസൺ എന്തുകൊണ്ട് ISRO ഇൻസ്പയറബിൾ ആൻഡ് സക്സസ്ഫുൾ ആയതിൻ്റെ റീസൺ വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ടാണ്. സർ, ഈ ഇപ്പോൾ റീസെൻറ്റ് ഇന്തോ പാക് കോൺഫ്ലിക്റ്റ് ഉണ്ടായല്ലോ, അതിൽ ISROന്റെ റോൾ, നാവിക് ഓഫ് കോഴ്സ് വാസ് വൺ ഓഫ് ഇറ്റ്. വാട്ട് എൽസ്, വാട്ട്സ് ദ റോൾ ഓഫ് the space? I mean, space and defense are like two sides of the same coin. അതെ. So what was the role that ISRO played? അപ്പോൾ അതിനേക്കാൾ മുമ്പ് ഞാൻ സംസാരിക്കേണ്ടത് ഇപ്പോൾ ലോകത്തൊക്കെ ശ്രദ്ധിച്ചറിയാം. ഇപ്പോൾ കോൺഫ്ലിക്റ്റുകൾ വരുന്ന സ്ഥലത്തൊക്കെ നമുക്ക് എന്താ വേണ്ടത്? ഒന്ന്, ഇൻഫർമേഷൻ വേണം. രണ്ട്, അതിനുവേണ്ടി കമ്മ്യൂണിക്കേഷൻ ആവശ്യമുണ്ട്. കമ്മ്യൂണിക്കേഷൻ പണ്ട് ടെലിഫോണ്, ടെലക്സ്, ഫാക്സ്, ഇൻ്റർനെറ്റ്, ഇപ്പോൾ ഉപഗ്രഹങ്ങൾ വന്നു. ഉപഗ്രഹങ്ങൾ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ വലിയൊരു മേഖലയായിട്ട് മാറി. അത് കഴിഞ്ഞ കുറച്ച് വർഷം ശ്രദ്ധിച്ചാൽ അത് വളരെ പവർഫുൾ മീഡിയമായി. കാരണം ഉപഗ്രഹങ്ങളിലൂടെ ഇൻ്റർനെറ്റ് എന്നുള്ള സാധ്യത വളരെ പെട്ടെന്ന് വർദ്ധിച്ചു. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ, പണ്ടില്ലായിരുന്നു. ഇൻ്റർനെറ്റ് ഉപഗ്രഹങ്ങൾ വഴി വരില്ല, കേബിളിൽ കൂടെ വരും. രണ്ടാമത്തത് ഇമേജ് കിട്ടുക എന്നുള്ളതും ഉണ്ടായിരുന്നു പണ്ട്. ഉപഗ്രഹങ്ങൾ ഇമേജ് എടുക്കുമായിരുന്നു. പക്ഷേ ആ ഇമേജ് ഫോട്ടോ എടുത്ത് ഇൻ്റർപ്രറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് യുദ്ധമൊക്കെ കഴിഞ്ഞ് പോകും പണ്ട്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഇമേജ് വരുന്നതിൻ്റെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചറിൽ കൂടെയുള്ള ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനും അതിലുള്ള AI മുതലായ ടൂളുകൾ ഉപയോഗിച്ചിട്ട് അതിനെ അനലൈസ് ചെയ്യും. റിയൽ ടൈം അസസ്മെൻറ്റ്, നിങ്ങൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ നടക്കുന്ന ഡാമേജുകളെ കുറിച്ചുള്ള പൂർണ്ണമായ അസസ്മെൻറ്റുകൾ മിനിറ്റുകൾക്കുള്ളിൽ കിട്ടുന്ന ഒരു കമ്പ്യൂട്ടേഷണൽ പവർ, എഡ്ജ് കമ്പ്യൂട്ടിങ് മുതലായ വസ്തുക്കളുമൊക്കെ മുകളിൽ എത്തിയപ്പോൾ ഇത് ഒരു ടൂളായി മാറി. കാരണം വാർഫെയറിൽ വലിയൊരു ടൂളായി മാറി. കഴിഞ്ഞൊരു കുറച്ച് വർഷങ്ങൾക്ക് മാത്രം സംഭവിച്ചൊരു കാര്യമാണ് ഉപഗ്രഹങ്ങളുടെ വ്യാപകമായ ഉപയോഗം. അത് ഇപ്പോൾ ഏറ്റവും വ്യക്തമായിട്ട് കാണിക്കപ്പെട്ടിട്ടുള്ളത് ഈവൻ കുവൈത്ത് വാറിൽ പോലും അത്രയ്ക്ക് ഉപയോഗിച്ചിരുന്നില്ല. പക്ഷേ ഉക്രൈൻ വാറിൽ വന്നപ്പോൾ അതിൻ്റെ ഉപയോഗം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പല സ്ഥലത്തും ഇപ്പോൾ സ്ട്രാറ്റജിക്കായിട്ട് വളരെ സ്ഥലത്തും ഉപഗ്രഹങ്ങൾ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായി. ടൈമിംഗ്, ഇപ്പോൾ താങ്കൾ പറഞ്ഞ നാവിക്, പൊസിഷൻ നാവിഗേഷൻ ടൈമിംഗ്, വെപ്പൺസും എക്യുപ്മെൻറ്റ്സും ആളുകളും എല്ലാം അതിലുമായിട്ട് ലിങ്ക്ഡ് ആണ്. IoT ടെക്നോളജി, കാരണം എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സും ഡിവൈസുകളും കണക്റ്റഡായി. അതുപോലെ ക്യാമറകൾ, പേഴ്സണൽ ക്യാമറകൾ, മൊബൈൽ ക്യാമറകൾ, ഫിക്സ്ഡ് ക്യാമറകൾ, ഇതെല്ലാം ഈ ഉപഗ്രഹങ്ങൾക്കൊപ്പം ഇൻഫ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി. കാരണം പല ഇൻഫോർമേഷനാണ് ഒരു സമയത്ത് വരുന്നത്. അതുപോലെ തിയേറ്റർ കൺസെപ്റ്റുകൾ വന്നു. ഇപ്പോൾ ഒരു വാർ നടക്കുന്നത് ഇപ്പോൾ റൂമിലാണ്, ഒരു കൺസോളിനകത്താണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ഇൻഫർമേഷൻ ഗ്യാതറിങ്ങും ഡിസമിനേഷനും വളരെ പ്രധാനപ്പെട്ടതാണ്. ഡിജിറ്റൽ കണക്ടിവിറ്റി പ്രധാനമാകും. അതിലൊരു എലിമെൻ്റാണ് സാറ്റലൈറ്റുകൾ. അപ്പോൾ അതൊരു എലിമെൻ്റ് മാത്രമാണ്. അപ്പോൾ അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ എല്ലാ കോൺഫ്ലിക്റ്റുകളിൽ നിന്നൊക്കെ അറിയാം, നമുക്ക് എന്തൊക്കെ അസറ്റ് ഉണ്ടോ രാജ്യത്തിന്, ഉപഗ്രഹങ്ങൾ നിലയിൽ ഏതൊക്കെ അസറ്റ് ഉണ്ടോ അതെല്ലാം അതിൻ്റെ ഭാഗമായി മാറും. ഒരു വാർ വരുമ്പോൾ എല്ലാം ഡിഫൻസ് സ്ട്രാറ്റജിക് ഐറ്റം അല്ലേ. നമ്മുടെ റെയിൽവേ സ്ട്രാറ്റജിക് ആവും, ഷിപ്പ് സ്ട്രാറ്റജിക് ആവും, നമ്മുടെ പവർ സ്ട്രാറ്റജിക് ആവും, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ സ്ട്രാറ്റജിക് ആവും, കമ്പ്യൂട്ടർ സ്ട്രാറ്റജിക് ആവും, ഹോസ്പിറ്റൽസ് സ്ട്രാറ്റജിക് ആവും. അതുപോലെ തന്നെ സ്പേസും സ്ട്രാറ്റജിക് അസറ്റ് ആവും. സ്പേസിനെ കുറിച്ചൊരു ബിഗർ റോൾ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? സ്പേസിൻ്റെ റോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ മൂന്ന് പ്രധാന കാര്യങ്ങളാണ്. ഒന്ന് കമ്മ്യൂണിക്കേഷൻ ബാക്കപ്പ്, രണ്ട് ഇമേജിങ് കേപ്പബിലിറ്റി, മൂന്ന് പൊസിഷൻ നാവിഗേഷൻ ടൈമിംഗ്. ഈ എസെൻഷ്യലി മൂന്ന് കാര്യങ്ങളാണ് സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് വെപ്പൺ സിസ്റ്റമായിട്ടും പേഴ്സണലുമായിട്ടും ഇൻ്റഗ്രേറ്റഡ് ആയി. ഈ മൂന്നും എല്ലാവരും അവരുടെ സ്വന്തം കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഹാൻഡിൽ ചെയ്യുന്നു. അവരുടെ കയ്യിലുള്ള ഡിവൈസുകളിൽ ഇപ്പോൾ ഇമേജുകൾ കാണാം മുമ്പിൽ. ഒരു കിലോമീറ്റർ അപ്പുറത്ത് എന്താ സംഭവിക്കുന്നത് അയാൾക്ക് ഇവിടെ കണ്ടോണ്ടിരിക്കാം. അയാൾക്ക് അത് ഫീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചോദിക്കാനുള്ള കാരണം ബിക്കോസ് ഈ കോൺഫ്ലിക്റ്റ് നടന്ന സമയത്ത് there was like mock drills ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് there was this rumor going on, ഇവിടെ ഇസ്രോന്റെ സെന്റർ ഉണ്ട്, നമ്മളെ അടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള സംസാരം പൊതുവെ കുട്ടികളുടെ ഇടയിൽ എസ്പെഷ്യലി. അങ്ങനെയൊക്കെ ഉണ്ടാവും. കാരണം ആളുകൾ പലതൊക്കെ സംസാരിക്കുമല്ലോ. അപ്പോൾ എല്ലാം ഒന്നും ശരിയായിരിക്കണമെന്നില്ല. എന്നാലും നമ്മൾ കാണാവുന്നതിൻ്റെ അപ്പുറം പല കാര്യങ്ങളും ഉണ്ട് എന്നും കൂടെ മനസ്സിലാക്കാനേ പറ്റും. എന്തോ എയർ ഡിഫൻസ് അതൊരു വേറൊരു മേഖലയാണ്. എയർ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഒരു ഇൻ്റഗ്രേഷനാണ്. ഇൻകമിങ് മിസൈലുകളെ ട്രാക്ക് ചെയ്യുക,
അതിനനുസരിച്ചുള്ള ഒരു വെപ്പൺ ഡിപ്ലോയ് ചെയ്യുക. അപ്പോൾ ആ ടൈമിങ് വളരെ കൃത്യത ഉണ്ടാവണം. ആ ട്രാക്ക് ചെയ്യണം എത്ര ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഒരു മിസൈലിനെ കണ്ടു, അത് ഇന്ന സ്ഥലത്താണ് വരാൻ പോകുന്നത്, ഇനി ഭാവിയിൽ അടുത്ത ഒരു 15 മിനിറ്റ് 10 മിനിറ്റുള്ള അത് ഇവിടെ എത്തുമെന്നും അതനുസരിച്ച് അപ്പോൾ ആ കാൽക്കുലേഷനൊക്കെ ചെയ്യണം. ആ കാൽക്കുലേഷനൊക്കെ ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിച്ചിട്ടാണ് ഈ ഡാറ്റ കണ്ടിന്യൂസ് ആയി ട്രാക്ക് ചെയ്ത ഡാറ്റ ഒരു സ്ഥലത്ത് എത്തിച്ചു കൊടുക്കും. അവിടെ ഒരു പ്രോഗ്രാം ഓടി അടുത്ത സ്ഥലത്ത് ഇവിടെ എത്തുക എന്നുള്ളത് ഒരു പ്രഡിക്ഷൻ ഇത് അടുത്ത മിസൈൽ ലോഞ്ച് ചെയ്യാൻ പെടുന്ന ആൾക്ക് കിട്ടണം. വിത്തിൻ നോ ടൈം കിട്ടണം. അതനുസരിച്ചിട്ടാണ് അയാൾ വിടുന്നത്. അല്ലാതെ അപ്പോൾ കണ്ടു കഴിഞ്ഞിട്ട് ഇവിടുന്ന് വിടുമ്പോഴത്തേക്ക് അത് വേറെ വല്ലവഴിക്കും പോകും. അപ്പോൾ ഇത്ര ഒരു കമ്പ്യൂട്ടേഷണൽ കേപ്പബിലിറ്റി ഉണ്ടാവണം. അത് ഇതെല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ എല്ലാത്തിനും വേണ്ടി ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് വേണം. Which means ISRO in the role, because in today conflicts are tech driven mostly. So you അത് need ഇസ്രോ എന്ന് മാത്രം ഞാൻ പറയില്ല. ഇസ്രോ എന്ന് ഞാൻ പറയില്ല. അത് രാഷ്ട്രത്തിൻ്റെ റോളാണ്. നമ്മുടെ രാഷ്ട്രത്തിലെ എല്ലാ സെറ്റും കോൺഫ്ലിക്റ്റ് സമയത്ത് രാഷ്ട്രത്തിൻ്റെയാണ്. ഇസ്രോയും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ മീഡിയ പോലും ആ സമയത്തൊരു സ്ട്രാറ്റജിക് അസറ്റാണ് അല്ലേ. അപ്പോൾ അങ്ങനെ അതിനെ കാണേണ്ട കാര്യമുള്ളൂ. സ്പേസ് ടെക്നോളജിയുടെ കാര്യത്തിൽ പാകിസ്ഥാൻ ഒരുപാട് പിറകിലല്ലേ ഇന്ത്യയെ കമ്പയർ ചെയ്യുമ്പോൾ? ഞാൻ ഈ സമയത്ത് അങ്ങനെ എനിക്കൊരു കമ്പാരിസൺ നടത്താനാവില്ല. കാരണം എനിക്ക് പാകിസ്ഥാൻ്റെ സ്പേസ് കേപ്പബിലിറ്റിയെ കുറിച്ച് അറിയില്ല. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ ഒരു കമ്പാരിസൺ ഈ സമയത്ത് നടത്തില്ല. കാരണം ഞാനൊരു ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സൺ അല്ലാത്തതുകൊണ്ട്. പക്ഷേ എന്നാലും ആസ് എ സയന്റിസ്റ്റ് യു മൈറ്റ് ബി ഹാവിങ് സം എസ്റ്റിമേറ്റ്. എനിക്കറിയാം, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. പക്ഷെ എല്ലാം ഒന്നും എനിക്ക് സംസാരിക്കാനാവില്ല. ഈ ഓപ്പറേഷൻ സിന്ദൂരത്തില് റിവീൽ ചെയ്യാൻ പറ്റുന്ന എക്സ്റ്റെന്റില് എന്ത് തരം ആക്ടിവിറ്റി ആയിരുന്നു നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായെന്ന് യു ക്യാൻ റിവീൽ? അല്ല, എനിക്കറിയാവുന്ന കാര്യം പബ്ലിക്കലി അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം അല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ഇപ്പോൾ ഇന്നത്തെ ഒരു കോൺവെർസേഷൻ്റെ ഭാഗമാവില്ല. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും അറിയാം. കാരണം ഇന്നത്തെ ഈ കോൺഫ്ലിക്റ്റിൽ നമ്മുടെ ഇമേജിങ് കേപ്പബിലിറ്റി നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇമേജ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ മാത്രമല്ല, കോൺഫ്ലിക്റ്റ് അല്ലാത്തപ്പോഴും കോൺഫ്ലിക്റ്റ് ഇല്ലാത്തപ്പോഴും അയൽ രാജ്യങ്ങളെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇമേജ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം അവിടെ എന്തൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്നു, നമ്മുടെ അതിർത്തിക്കപ്പുറം എന്തൊക്കെ പുതിയതായിട്ട് ഉണ്ടാക്കുന്നു, ഗ്രാമങ്ങൾ പുതിയതായിട്ട് നിർമ്മിക്കപ്പെടുന്നുണ്ടോ, ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾ നടക്കുന്നുണ്ടോ, ഏതൊക്കെ തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ് അവിടെ വരുന്നത്, ഇതൊക്കെ നമുക്ക് തുടർച്ചയായിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ്. അതുപോലെ അവിടുത്തെ ടെറൈനുകളുടെ ഇൻഫർമേഷൻ. കാരണം അവിടെ വിമാനങ്ങൾ പറക്കണമെങ്കിൽ ടെറൈനുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ വേണം. ഡെപ്ത് എലിവേഷൻ മാപ്പുകൾ ഉണ്ടാക്കണം. അപ്പോൾ ഇതുപോലുള്ള ഇമേജുകൾ നമ്മൾ സാറ്റലൈറ്റുകൾ ഉപയോഗിച്ച് ട്രാക്ക് ചെയ്ത് വർഷങ്ങളെടുത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് നമ്മുടെ സുഹൃത്തുക്കളായവരുടെയും സുഹൃത്തുക്കളല്ലാത്തവരുടെയും എല്ലാം എടുത്തുകൊണ്ടിരിക്കും. കാരണം ഉപഗ്രഹങ്ങൾ ലോകത്ത് മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ആ ഉപഗ്രഹങ്ങൾക്ക് ചിത്രങ്ങൾ എടുക്കാം. അമേരിക്കയുടെ ചിത്രം എടുക്കാം, റഷ്യയുടെ ചിത്രം എടുക്കാം, ചൈനയുടെ എടുക്കാം, ആരുടെ വേണമെങ്കിലും എടുക്കാം. അവർക്ക് നമ്മുടെ എടുക്കാം. ഒരു ഡേറ്റ എക്സ്ചേഞ്ച് ഉണ്ടാവാറുണ്ടോ? അപ്പം ഡേറ്റ എക്സ്ചേഞ്ച് ഉണ്ടാവാറുണ്ട്. പല രാഷ്ട്രങ്ങളും തമ്മിൽ ഡാറ്റ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. അത് ഡിഫൈൻഡ് ആയിട്ടുള്ള ഏരിയയിൽ മാത്രമേ ഉള്ളൂ. ഏതൊക്കെ മേഖലയിൽ നമ്മൾ ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യുന്ന നമ്മൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കണം. ഒരു MOU അങ്ങനെയുള്ള പല ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിക്സ് അറിയാമല്ലോ. ബ്രിക്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് നേഷൻസ് ആണ്. ബ്രിക്സുകളുടെ ഇടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. നമ്മളൊരു ഡാറ്റ റിപ്പോസിറ്ററി ഒരു സെർവറിൽ സ്ഥാപിച്ച് എല്ലാ രാഷ്ട്രങ്ങളും ഡാറ്റ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അവിടെ നിന്ന് എല്ലാവർക്കും എടുക്കാവുന്ന അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അതിൽ നമ്മളും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ G20 ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഓഫ് നേഷൻ്റെ ഇടയിൽ ഡാറ്റ ഷെയറിംഗ് അണ്ടർസ്റ്റാൻഡിങ്ങുകളുണ്ട്. അപ്പം നാസ ആയിട്ട് അങ്ങനെ ഒരു ടൈപ്പ് വല്ലതും? സയൻറ്റിഫിക് ഡാറ്റയിൽ എല്ലാവരുമായിട്ടുണ്ട്. ഓപ്പൺ ഡാറ്റ പോളിസിയാണ്. നമുക്കൊരു സയൻസ് ഡാറ്റ സെൻ്റർ ഉണ്ട്, ISSDC എന്ന് പറയും. അത് ഇസ്ട്രാക്കിലുള്ളതാണ്. എല്ലാ സയൻറ്റിഫിക് മിഷൻ്റെയും ഡാറ്റ അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കും. ഒരു ഗ്ലോബൽ ഫോർമാറ്റിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഏതെങ്കിലും രാഷ്ട്രത്തിൽ ഏതൊരു സയൻറ്റിസ്റ്റിനും ഈ ഡാറ്റ എടുക്കണമെങ്കിൽ നമ്മുടെ അടുത്ത് രജിസ്റ്റർ ചെയ്തിട്ട് അയാളുടെ വേറെ വിത്താലും ഡെഫിനിഷൻ എല്ലാം പറഞ്ഞ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ആ ഡാറ്റ എടുക്കുകയും അത് ഉപയോഗിച്ച് അയാൾക്ക് പബ്ലിഷ് ചെയ്യുകയും റിസൾട്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. നമുക്കൊന്നും എടുക്കാം, അവരുടെ ഡാറ്റയിൽ നിന്നും എടുക്കാൻ പറ്റും. ഇങ്ങനൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എല്ലാ സയൻറ്റിഫിക് ഡാറ്റയ്ക്കുണ്ട്. പക്ഷേ സ്ട്രാറ്റജിക് ഡാറ്റയ്ക്ക് ഇല്ല. ഇപ്പോൾ നമ്മൾ ഒരു രാഷ്ട്രത്തിൽ നിന്ന് നമ്മുടെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റയൊന്നും ആർക്കും കൊടുക്കില്ല. ഒരു കോമൺ പൂൾ ഉണ്ടെന്ന് അർത്ഥം. കോമൺ പൂൾ എല്ലാ ഡാറ്റയ്ക്കും ഇല്ല. ഷെയറബിൾ ആയിട്ടൊന്നും നമ്മൾ കരുതുന്ന ഡാറ്റയ്ക്ക് പൂൾ ഉണ്ടാക്കും. മിസ്യൂസ് ചെയ്യപ്പെടില്ല എന്ന് ഉറപ്പുള്ളത് മാത്രമേ നമ്മൾ ഷെയർ ചെയ്യുള്ളൂ. അക്കാഡമിക് ഡാറ്റ, സയന്റിഫിക് ഡാറ്റ മുതലായവയ്ക്ക്. നേരത്തെ പറഞ്ഞല്ലോ, സ്പേസ് കേപ്പബിലിറ്റി വളരെ യുണീക്കാണ്. നമുക്ക് നിർത്തിയില്ല, നമുക്കത് ചെയ്തേ പറ്റുന്നു. അപ്പം അങ്ങനെയുള്ളപ്പോൾ മറ്റു രാജ്യങ്ങൾ നമ്മളുടെ രാജ്യം കയറാതിരിക്കാൻ വേണ്ടി പുറകോട്ട് നോക്കാനുള്ള ശ്രമങ്ങൾ ധാരാളം ഉണ്ടാവാറില്ലേ? അതിനെ എങ്ങനെയാണ് നമ്മളെ മുന്നോട്ട് ഡെവലപ്പ് ചെയ്യാതിരിക്കാനും നമ്മൾ മുന്നോട്ട് വരാതിരിക്കാനും തടസ്സങ്ങൾ ഉണ്ടാക്കാൻ. അങ്ങനെ ആരെങ്കിലും തുടത്തി കഴിഞ്ഞാൽ അവരുടെ കാര്യമല്ലേ. നമുക്ക് നമ്മുടെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മുന്നോട്ട് പോകാന്നുള്ള ആഗ്രഹമുണ്ട്. ആരെങ്കിലും തടസ്സം ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് അവരുടെ പ്രശ്നം.
അപ്പോൾ എന്തൊക്കെ തടസ്സം ഉണ്ടാക്കാം എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി കണ്ട് ഡിസ്കസ് ചെയ്ത് അതിന് ആക്ഷൻ എടുക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ താങ്കൾ പറയുകയാണ് നമ്മളൊരു രാഷ്ട്രത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ചെറിയൊരു പ്രൊഡക്റ്റിന് വേണ്ടി. ഒരു ഉദാഹരണം ഞാൻ പറയാം. ആ പ്രൊഡക്റ്റ് ഇവിടെ വന്നില്ലെങ്കിൽ നമ്മുടെ റോക്കറ്റുകളോ ഉപഗ്രഹങ്ങളോ ഉണ്ടാക്കപ്പെടില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് നമ്മൾ ഇന്ത്യയിൽ ഉണ്ടാക്കാനുള്ള ശ്രമം തുടങ്ങണം, വേണ്ടേ? അതിനെയാണ് നമ്മൾ ഇൻഡിജനൈസേഷൻ, ആത്മനിർഭരത എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആത്മനിർഭരത എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തൊന്നും ഇനി ഒന്നും വാങ്ങിക്കില്ലെന്നും എല്ലാം ഇന്ത്യയിൽ ഉണ്ടാക്കുമെന്ന് ഉപയോഗിക്കുന്നത് നല്ല അർത്ഥം. ആരെങ്കിലും ഒരാൾ വിചാരിച്ച് നമ്മളെ ചോക്ക് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് അറിയുന്ന ഒരു വസ്തു ചോക്ക് ചെയ്യപ്പെടാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ എടുക്കുക. ഇതാണ് ആത്മനിർഭരത കൊണ്ട് എസെൻഷ്യലി ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിലൊരുപാട് മേഖലകളുണ്ട്. അതിൽ മെറ്റീരിയലുകളുണ്ട്. കാരണം റോക്കറ്റുകളും ഉപഗ്രഹങ്ങളും നിർമ്മിക്കാൻ ഒരുപാട് കോംപ്ലക്സ് മെറ്റീരിയലുകൾ ആവശ്യമുണ്ട്. സ്റ്റീലുകൾ, അലൂമിനിയം, ടൈറ്റാനിയം, സിറാമിക്കുകൾ, ഇലക്ട്രോണിക് മെറ്റീരിയലുകൾ, ഒരു വലിയ സ്പെക്ട്രമാണ്. അതെല്ലാം കഴിഞ്ഞ ഒരു 50 വർഷങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ ഇൻഡസ്ട്രികളിൽ പല സ്ഥലത്ത് പല സ്കെയിലുണ്ടാക്കാൻ നമ്മളിന്ന് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ നിന്നാണ് ഈ പലതും ഇതൊക്കെ വരുന്നത്. അതുപോലെ എന്നാലും എല്ലാത്തിലും നേടിയിട്ടില്ല. ഫോർ എക്സാമ്പിൾ കാർബൺ ഫൈബർ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ അത് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ചെറിയ അളവിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഹൈ ക്വാളിറ്റി, ഹൈ സ്ട്രെങ്ത് ഇപ്പോഴും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഗവൺമെൻറ് ഇപ്പോൾ ഒരു മിഷൻ അത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. കാരണം അത് ഉണ്ടാക്കണമെങ്കിൽ വലിയ പണച്ചെലവുണ്ട്. അതിൻ്റെ പ്രൊഡക്ഷൻ വളരെ കൂടുതലാണ്. നമ്മുടെ കൺസംഷൻ വളരെ കുറവാണ്. അത് ഗ്ലോബലി മാർക്കറ്റ് ചെയ്താലേ അത് ലാഭം ഉണ്ടാവുള്ളൂ. അതുപോലെ വേറൊരു മേഖലയാണ് അലൂമിനിയം നമ്മൾ ഈ ലോകത്തിൽ വലിയ പ്രൊഡ്യൂസറാണ്. എങ്കിലും റോക്കറ്റിന് ഉപയോഗിക്കാൻ പറ്റുന്ന അലൂമിനിയം ഇന്ത്യയിൽ ഉണ്ടാക്കുന്നില്ല. വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അതുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അതിനും മടിയുള്ളതുകൊണ്ട് കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അല്ലാതെ നമുക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, സ്കെയിൽ ഓഫ് ഓപ്പറേഷനും പ്രോഫിറ്റബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് പലരും ഇൻവെസ്റ്റ് ചെയ്യാത്ത മേഖലകളുണ്ട്. അവിടെയൊക്കെ ഗവൺമെൻറ് മുന്നോട്ട് വന്ന് ഇൻസെൻറ്റിവൈസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇലക്ട്രോണിക്സ് അങ്ങനെ ഒരു മേഖലയാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് 1 ലക്ഷം കോടിയോളം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇൻസെൻറ്റീവ്സ് ഗവൺമെൻറ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യും, അത് ക്രിയേറ്റ് ചെയ്യും. അതുവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എവിടെയൊക്കെ ആരെങ്കിലും തടസ്സം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ. അതിനെ ഒന്നില്ലെങ്കിൽ ആൾട്ടർനേറ്റ് ഡിസൈനോ ആൾട്ടർനേറ്റ് റൂട്ട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ പറയാം, സ്ക്രൂ. നിങ്ങളിപ്പോൾ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന വണ്ടി നട്ട് ബോൾട്ടുകളൊക്കെ ഇല്ലേ? ഈ നട്ട് ബോൾട്ടൊക്കെ ഇപ്പോൾ എവിടുന്നാണ് വാങ്ങിക്കുന്നത്? സാധാരണ കാറിനൊക്കെ ഉള്ളത് നമ്മൾ ഇന്ത്യയിൽ നിന്ന് തന്നെ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുക. പക്ഷേ റോക്കറ്റിന് ഉപയോഗിച്ചിരുന്നതെല്ലാം ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് എല്ലാം യൂറോപ്പിൽ നിന്നും ഫ്രാൻസിൽ നിന്നും യു എസ് നിന്നാണ് ഇമ്പോർട്ട് ചെയ്തിരുന്നത്. കാരണം അത് ഉപയോഗിക്കുന്ന നട്ട് ബോൾട്ട് എല്ലാം ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ്. നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ സ്റ്റീലുകളല്ല. സ്റ്റീലിൻ്റെ ഏകദേശം 3 ഇരട്ടിയോളം സ്ട്രെങ്ത് ഉള്ള, അതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ ക്വാളിറ്റിയൊക്കെ ഉള്ള ഫാസനറുകളാണ്. ബൊസാഡ് എന്നൊക്കെ പറയുന്ന വലിയ കമ്പനികളാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് 1980കളിൽ. അന്ന് ഞങ്ങളൊരു തീരുമാനമെടുത്തു, ഇത് ഇന്ത്യയിൽ ഉണ്ടാക്കണം. കുറച്ച് കമ്പനികളെ വിളിച്ചിട്ട് ഇതുണ്ടാക്കുന്ന പ്രോസസ്സ് ഞങ്ങൾ സംസാരിച്ച് അവരെ കൊണ്ട് മെഷീനുകൾ വാങ്ങിപ്പിച്ച് ഇന്ത്യയിൽ അവരെ ട്രെയിൻ ചെയ്ത് ഉണ്ടാക്കി. ആ സ്ക്രൂ 1995 ആയപ്പോഴത്തേക്കും അത് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇന്ന് നമ്മൾ സ്ക്രൂകൾ ഇമ്പോർട്ട് ചെയ്യുന്നില്ല. ഇന്ന് ഇന്ത്യയിലാണ് ലോകത്തിൽ എയറോസ്പേസ് ക്വാളിറ്റിയുള്ള സ്ക്രൂസും നട്ടും ബോൾട്ടും ഉണ്ടാക്കുന്നത് ഇന്ത്യയിലെ കമ്പനികളാണ്. ബോയിങ്ങിനും എയർബസിനും ഒക്കെ സ്ക്രൂകൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇന്ത്യയിലെ കമ്പനികളാണ്. അത് ISRO ഈ ഇന്ത്യയിലെ കമ്പനികളുമായിട്ട് ചേർന്ന് അതിനകത്ത് ഒരുപാടുണ്ട്. മെറ്റീരിയൽ അലോയ് ഡെവലപ്മെൻറ്റ്, പ്രോസസ് ഡെവലപ്മെൻറ്റ്, കോട്ടിംഗ് ഡെവലപ്മെൻറ്റ്, അതിൻ്റെ ക്യാരക്ടറൈസേഷൻ, ഒരുപാട് പ്രോസസ്സ് കൂടെ പോകണം. കാരണം ഒരു ബോൾട്ട് പൊട്ടിയാൽ വിമാനം താഴെ പോകും. അപ്പോൾ ഒരു ബോൾട്ടിന് അത്രമാത്രം പ്രാധാന്യമുണ്ട്. ഞാൻ പറഞ്ഞൊരു നിസ്സാര കാര്യമാണ്. ഇതുപോലെ നമ്മൾ ചെയ്തിട്ടുള്ള ഇലക്ട്രോണിക് പാർട്ടുകളുണ്ട്. വയറിങ്ങിന് ഉപയോഗിക്കുന്ന ആ വയർ റോക്കറ്റിലും ഉപഗ്രഹങ്ങളിലും ഉപയോഗിക്കുന്ന വയറിന് സ്പെഷ്യൽ ക്വാളിറ്റിയാണ്. അത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മുഴുവൻ ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു. ഇന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നില്ല. ഇന്ന് എല്ലാം ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുന്നു. ഇന്ത്യയിലെ കമ്പനികൾ വയറുകൾ ഉണ്ടാക്കുന്നു. ആ വയർ ഉപയോഗിച്ചിട്ട് ഇന്ത്യയിൽ വയർ ചെയ്തിട്ട് അത്തരം വയറിലാണ് നിങ്ങളൊക്കെ യാത്ര ചെയ്യുന്ന എയർക്രാഫ്റ്റുകളൊക്കെ പറക്കുന്നത് ഇന്ന്. അങ്ങനെ ഒരുപാട് മേഖലകളുണ്ട്. അലൂമിനിയം ഉണ്ട്, ടൈറ്റാനിയം ഉണ്ട്. ഇപ്പോൾ ടൈറ്റാനിയം ഫോർ എക്സാമ്പിൾ, ടൈറ്റാനിയം എല്ലാം ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു. ഇന്ന് ടൈറ്റാനിയം ഇന്ത്യയിലാണ് ഉണ്ടാക്കുന്നത്. കേരളത്തിലെ KMML മണ്ണിൽ നിന്നെടുക്കുന്ന ടൈറ്റാനിയത്തിൽ നിന്ന് ടൈറ്റാനിയം സ്പോഞ്ച് ഉണ്ടാക്കി ഇവിടെ ചവറയിൽ ഉണ്ടാക്കുന്ന സ്പോഞ്ച് അത് നമ്മൾ കൊണ്ടുപോയി മിഥാനിയിൽ കൊണ്ടുപോയി മെൽറ്റ് ചെയ്ത് അലോയാക്കി ഇൻഗോട്ട് ഉണ്ടാക്കി അത് കൊണ്ടുപോയി പല സ്ഥലത്തും കൊണ്ടുപോയി ഫോർജ് ചെയ്ത് ഇന്ന് ടൈറ്റാനിയം മുഴുവനും ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതാണ്. പണ്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാമായിരുന്നു ഫുള്ള്. ഇന്ന് 100% ഇന്ത്യയിലാണ് ടൈറ്റാനിയം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പൊളിറ്റിക്സിൽ എല്ലാത്തിലും ഇടപെടണമല്ലോ. കാരണം പൊളിറ്റിക്കൽ ഡെസിഷൻ ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എനിക്ക് KMML ഒരു പ്ലാന്റ് സ്ഥാപിക്കണം. അതൊരു വളരെ ഇൻവോൾവ് പ്രോസസ്സാണ്. കേരളത്തിന്
കേരളത്തിൽ ഇപ്പോൾ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെൻറ്റും പിന്നെ ഒരു ഡിഫൻസ് ഇൻവെസ്റ്റ്മെൻറ്റും കൂടെ ചേർന്നുകൊണ്ട് ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഒരു മില്ല് സ്ഥാപിക്കുക, ടൈറ്റാനിയം മണ്ണിൽ നിന്നുണ്ടാക്കാൻ. അതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ആ പൊളിറ്റിക്കൽ ഡിസിഷനിൽ ടെക്നോളജിസ്റ്റുകൾ ഇൻവോൾവ് ആണ്, ഡിസിഷൻ മേക്കേഴ്സ് ഇൻവോൾവ് ആണ്, രാഷ്ട്രീയ നേതൃത്വം ഇൻവോൾവ് ആണ്. അങ്ങനെ ഒരു ഡിസിഷൻ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അത് അവിടെ കിടക്കും. അപ്പോൾ പല മേഖലയിൽ ഇനിഷ്യേറ്റീവ് വരാം. ഇനിഷ്യേറ്റീവ് ഗവൺമെൻറ് സൈഡിൽ നിന്ന് വരാം, ടെക്നോളജിസ്റ്റിൻ്റെ സൈഡിൽ നിന്ന് വരാം, എഞ്ചിനീയേഴ്സിൻ്റെ സൈഡിൽ നിന്ന് വരാം. പക്ഷേ എല്ലാവരും കൂടെ ചേർത്ത് ഒരു നിമിഷത്തിൽ നമ്മൾ അത് സാധിക്കുമ്പോഴാണ് രാജ്യം പുരോഗമിക്കുന്നത്. അപ്പോൾ എല്ലാ ഡിസിഷനുകളും എൻ്റെ അഭിപ്രായത്തിൽ ടെക്നോ പൊളിറ്റിക്കൽ എക്കണോമിക് ഡിസിഷനുകളാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ ഒരാൾക്കത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ അയാളാണ് ലീഡർഷിപ്പ്, അല്ലേ? എല്ലാത്തിനും ഒരുമിച്ച് കൊണ്ടുവന്നാലേ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. ഇപ്പോൾ ഒരു കേരളത്തിലെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഇവിടെ KMMൽ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റും? സ്പേസിലെ ഈ പ്രൈവറ്റ് ഇൻഡസ്ട്രിയുടെ ഒരു സ്കെയിൽ എന്താണ്? കാരണം ഡിഫൻസ് പ്രൈവറ്റ് ഇൻഡസ്ട്രി വളരെ വെൽ നോൺ ആണ്. DRDO ഒരുപാട് ഓർഗനൈസേഷൻസുമായിട്ട് ചെയ്യുന്നുണ്ട്. സ്പേസിൽ അത്ര ഒരു ഇൻവോൾവ്മെന്റ്, അതിനൊരു സ്കെയിൽ എത്രയാണ്? അതില്ലായിരുന്നു, ഒരു കാലത്തില്ലായിരുന്നു. പക്ഷേ നമ്മുടെ ISRO പ്രൈവറ്റ് കമ്പനികളിൽ നിന്ന് മാത്രമാണ് എല്ലാ പ്രൊഡക്ഷൻ നടത്തിയിരുന്നത്. പക്ഷെ അവരെല്ലാവരും ഒരു സപ്ലയർ ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് ഇന്ത്യയിൽ 450 കമ്പനികൾ സ്പേസിന് വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. എക്സ്ക്ലൂസീവ് അല്ല, ഇവരെല്ലാം എസ്റ്റാബ്ലിഷ്ഡ് കമ്പനികളാണ്. ഇവരെല്ലാം സ്പേസിനും കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, നട്ട് ബോൾട്ട് ഉണ്ടാക്കുന്ന കമ്പനികൾ അവർ സ്പേസിനും ചെയ്യുന്നുണ്ട്, ഓട്ടോമോട്ടീവ് സെക്ടറിനും ചെയ്യുന്നുണ്ട്, എല്ലാത്തിനും ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ വലിയ കമ്പനികളുണ്ട്, ഗോദ്രേജുകൾ ലോക്കുകൾ ഉണ്ടാക്കുന്നുണ്ട്, അലമാര ഉണ്ടാക്കുന്നുണ്ട്. അവർ റോക്കറ്റ് എഞ്ചിനും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ റോക്കറ്റ് എഞ്ചിൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ പോയത് ഗോദ്രേജിൻ്റെ അടുത്താണ് ഒരു കാലത്ത്, അതായത് 1970 80കളിൽ. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ റെഡിയാണ്. അവരന്ന് എസ്റ്റാബ്ലിഷ്ഡ് ചെയ്തിരിക്കുന്ന ഇങ്ങനെയുള്ള മാനുഫാക്ചറിങ്ങൾ, അലമാരകളും ലോക്കുകളും മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ. അവർ പറഞ്ഞു റോക്കറ്റ് എഞ്ചിൻ ഉണ്ടാക്കാൻ ഞങ്ങളുടെ 2 ഹാങ്ങറുകൾ ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അതൊരു പ്രോഫിറ്റിന് വേണ്ടിയല്ല അവർ ചെയ്തത്, ടെക്നോളജി മേഖലയിൽ ഞങ്ങൾക്ക് പ്രവർത്തിക്കണം. അങ്ങനെ ഇന്ന് അവിടെയാണ് റോക്കറ്റ് എഞ്ചിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉണ്ടാക്കുന്നത്. അതുപോലെ ഹൈദരാബാദിലൊരു കമ്പനി ഉണ്ടായിരുന്നു, MTAR. അദ്ദേഹം ഒരു മില്ലുകൾ ഉണ്ടാക്കുന്ന കമ്പനിയായിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ റോക്കറ്റ് എഞ്ചിൻ ഉണ്ടാക്കാൻ നിങ്ങളുടെ ഒപ്പം ചേരാം. അങ്ങനെയാണ് ഇന്ന് ലിക്വിഡ് എഞ്ചിനുകളുടെ പ്രധാന മാനുഫാക്ചറിങ് അവിടെ നടക്കും. ലാർസൻ ആൻഡ് ടൂബ്രോ വലിയ മാനുഫാക്ചറിങ് കമ്പനിയാണ്. പക്ഷേ അവരുടെ ചെറിയ യൂണിറ്റാണ് നമ്മുടെ സ്റ്റീൽ മോട്ടോർ കേസുകൾ ഇന്ന് ഉണ്ടാക്കി തരുന്നത്. വലിയ അങ്ങനെ അന്ന് പല കമ്പനികളും തയ്യാറല്ല. നമ്മൾ റോക്കറ്റ് നിർമ്മാണം തുടങ്ങുന്ന സമയത്ത് കലാമിൻ്റെയൊക്കെ ആ കാലഘട്ടത്തിൽ പല കമ്പനികൾക്ക് പോകുമ്പോൾ അവർക്കൊന്നും ടെക്നോളജി കയ്യിലില്ല. കുറച്ച് വർക്ക്ഷോപ്പ് കമ്പനികളാണ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഇവരെല്ലാം അപ്സ്കെയിൽ ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അപ്പോൾ എല്ലാം സർക്കാരിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അവർ തയ്യാറാവണം ഇൻവെസ്റ്റ് ചെയ്യാൻ. അവർ ചെയ്തിറക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ഓർഡർ തരാം. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറുള്ള ഒരുവിധ സഫീഷ്യൻറ്റ് റിസോഴ്സുകൾ കമ്പനികൾക്കിടയിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഈ വലിയ കമ്പനികളുടെ പോയത്. ചെറിയ കമ്പനികൾക്ക് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റുള്ളൂ. പക്ഷെ ഇന്ന് ആ സിനാറിയൊക്കെ മാറി. ഇന്ന് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയ കമ്പനികൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. എത്രയോ കമ്പനികളുണ്ട്. ഇവിടെ തന്നെ ഒരു 50 കമ്പനികൾ കൊണ്ട് ഇന്ത്യക്ക് ഇസ്രോയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. വീടുകളിലുണ്ട്, ഇലക്ട്രോണിക്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഇവിടെ പലയിടത്തും വീടുകളിലൊക്കെ ഇരുന്നാണ് ചെയ്യുന്നത്. ഉണ്ട്. അങ്ങനെ അവർ അസംബ്ലി ഷോപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ടെക്നീഷ്യൻസ് വന്നിരുന്നിട്ട് ഇലക്ട്രോണിക് കാർഡുകളിൽ സോൾഡർ ചെയ്യുകയും വയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ചെറിയ ചെറിയ പാക്കേജുകൾ അസംബിൾ ചെയ്യുന്ന യൂണിറ്റുകൾ ഇന്ന് കേരളത്തിലെ പല സ്ഥലത്തും. അത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? റോക്കറ്റിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ആണ്. നമ്മളുണ്ടാക്കിയ ഡിസൈന് നമ്മൾ കൊടുക്കുന്ന പ്രോസസ് ഷീറ്റ് വെച്ച് അവരുണ്ടാക്കി ടെസ്റ്റ് ചെയ്ത് തരിക. ഡെഡിക്കേറ്റഡ് ആയിട്ട് അങ്ങനെ ചെയ്യുന്ന കക്ഷികളുണ്ട്. ഉണ്ട്. ഇവരാരെങ്കിലും ഇമ്പോർട്ട് ചെയ്യാറുണ്ട്? അവരേതെങ്കിലും മീൻസ് ISROക്ക് വേണ്ടി മാത്രമല്ലാതെ മറ്റേതെങ്കിലും ഏജൻസീസിന് വേണ്ടി ചെയ്യുന്നത് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതാണ് പറഞ്ഞതിൻ്റെ വലിയൊരു പ്രധാനപ്പെട്ട കാര്യം. പ്രൈവറ്റ് കമ്പനികളുടെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ അത് മിസ്സായിപ്പോയി. ഒന്ന്, ISRO ഏകദേശം ഒരു 400ഓളം കമ്പനി, 450 കമ്പനികൾക്ക് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവരെല്ലാം സപ്ലയേഴ്സാണ്. നമ്മൾ കൊടുക്കുന്ന ഡിസൈനോ ഡ്രോയിങ്ങോ അനുസരിച്ച് നിർമ്മിച്ച് തരിക. പക്ഷേ സ്വന്തം ഡിസൈനിൽ നിർമ്മിക്കാൻ കഴിയുന്ന കഴിവുണ്ടായിരുന്ന കമ്പനികൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. അത് മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞൊരു 5-6 കൊല്ലമായിട്ട് ഞാൻ കാണുന്നത് റോക്കറ്റുകൾ സ്വന്തം ഡിസൈൻ ചെയ്യാനോ ഉപഗ്രഹങ്ങൾ സ്വയമായിട്ട് ഡിസൈൻ ചെയ്യാനോ ഉണ്ടാക്കാനും കഴിയുന്ന ഏകദേശം 200ഓളം കമ്പനികൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. സ്റ്റാർട്ടപ്പുകളൊക്കെ ആയിട്ടും ചെറിയ കമ്പനികളായിട്ടും. ഇപ്പോൾ 2 കമ്പനികൾ റോക്കറ്റ് നിർമ്മിച്ച് ലോഞ്ച് ചെയ്യുകയും ചെയ്തു. അവരുടെ പേരാണ് സ്കൈ റൂട്ട്, അഗ്നിക്കുല്ല് 2 കമ്പനികൾ. ഉപഗ്രഹങ്ങൾ 4 കമ്പനികൾ നിർമ്മിച്ച് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. പിക്സൽ, ദിഗാന്തര, അങ്ങനെയൊക്കെയുള്ള കമ്പനികൾ. അപ്പോൾ പിന്നെ അതുപോലെ സെൻസറുകൾ, അതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കമ്പനികൾ ഒക്കെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് എഞ്ചിനീയറിംഗ് കേപ്പബിലിറ്റിയും ഡിസൈൻ കേപ്പബിലിറ്റിയുള്ള കമ്പനികളാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ പറഞ്ഞ സപ്ലയർ കമ്പനികൾ പലതും ഇപ്പോൾ അഗ്രിഗേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളിത് മൊത്തമായിട്ട് റോക്കറ്റ് നിർമ്മിക്കാം എന്നും പറഞ്ഞ് തയ്യാറായി വരുന്നുണ്ട്, കൺസോർഷ്യ മോഡിൽ. അപ്പോൾ ഇതൊക്കെ ഒരു വലിയ മാറ്റമാണ്. കാരണം ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള
ആളുകളുണ്ട്. അപ്പോൾ എൻ്റെ പുറകിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അവരിതിനെ ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. പ്രോഫിറ്റ് വിസിബിൾ ആണ്. അപ്പോൾ സ്ലോലി അത് മാറും ഓവർ എ പീരിയഡ് ഓഫ് ടൈം. സ്പേസ് ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്തു വരുന്നു. ഇപ്പോൾ അതാണ് നമ്മളൊരു പ്ലാൻ, ഗവൺമെൻറ്റിൻ്റെ ഒരു പ്ലാൻ അതാണ്. പ്രൈവറ്റ് ഡൊമൈനിൽ സ്പേസിൻ്റെ എല്ലാ ഭാഗമായിട്ടുള്ള ഘടകങ്ങൾ നിർമ്മിക്കാനും സ്വന്തമായി ഡെവലപ്പ് ചെയ്യാനും മാർക്കറ്റ് ചെയ്യാനും ബിസിനസ് നടത്താനും പറ്റുന്ന ശക്തിയുള്ള പ്രൈവറ്റ് എൻറ്റിറ്റികളെ ഉണ്ടാക്കുക. പക്ഷേ സർ ഇത് പിന്നെ അലൈഡ് സെക്ടേഴ്സിൽ മാത്രം നിൽക്കാണ്ട് are they trying to also give space for a private space player like SpaceX പോലെ ഒരു ഇസ്രോന് പാരലൽ ആയിട്ട് അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടോ പ്രൈവറ്റ് സ്പേസ്? ഇവിടെയാണ് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ഇസ്രോയുടെ പാരലൽ എന്ന് പറയാൻ കാര്യം ഇസ്രോ ഒരു കോമ്പറ്റീറ്ററായിട്ട് കാണുന്നതുകൊണ്ടാണ്. ഇപ്പം ഞാൻ ചോദിച്ചിട്ടില്ല, സ്പേസ് എക്സ് നാസയ്ക്ക് പാരലലാണോ അതോ അവർ കോംപ്ലിമെൻ്ററി ആണോ? പലയിടത്തും കോംപ്ലിമെൻ്ററി ആയിട്ട് ആണ്. അവർ കോംപ്ലിമെൻ്ററി ആണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെയുള്ള സംവിധാനമാണ് നമ്മൾ ആലോചിക്കുന്നത്. നമുക്കും വേണം, നമുക്കും സ്പേസ് എക്സ് പോലെയുള്ള കമ്പനികൾ ഇവിടെ ഉണ്ടായേ പറ്റൂ. അത് ഒരു കോംപ്ലിമെൻ്ററി റോളിലാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ആ ഒരു ചേഞ്ച് ഓഫ് പോളിസിയാണ് കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഒന്ന്, ISRO 2 കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒന്ന്, നോളജ് ഡെവലപ്പ് ചെയ്യുക, R&D നടത്തുക, ടെക്നോളജി ഉണ്ടാക്കുക. 2, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് റോക്കറ്റുകൾ ഉപകരണങ്ങൾ നിർമ്മിച്ച് ലോഞ്ച് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുക. ഇത് 2 മേഖലയാണ്. ഒന്ന് R&Dയുടെ നോളജിൻ്റെ മേഖലയും, 2 ഓപ്പറേഷണൽ മേഖലയും. ഈ ഓപ്പറേഷണൽ പാർട്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അല്ല, പക്ഷേ R&D still will be with R&D will be with ISRO. അപ്പോൾ അത് ഗവൺമെൻറ് ഫണ്ടഡ് ആയിരിക്കും R&D. അപ്പോൾ അതിനുവേണ്ടി ലബോറട്ടറികൾ ഉണ്ടാകണം, റിസർച്ചുകൾ ഉണ്ടാകണം, സയൻറ്റിസ്റ്റ് ഉണ്ടാകണം, ഗ്രോത്ത് ഉണ്ടാകും അതിനകത്ത്. പക്ഷേ റോക്കറ്റ് നിർമ്മിക്കുക എന്നുള്ളൊരു റൊട്ടീൻ കാര്യമാണ്. ഇപ്പോൾ ഒരിക്കൽ ഡിസൈൻ ചെയ്ത റോക്കറ്റ് ഒരു 50 ഉണ്ടാക്കുക, 100 ഉണ്ടാക്കുക, വിക്ഷേപിക്കുക, അതൊരു റൊട്ടീൻ കാര്യമാണ്. പക്ഷേ അതിനകത്ത് നോളജ് എലിമെൻ്റ് ഉണ്ടെങ്കിൽ പോലും അത് ഇതിൻ്റെ അത്ര ഇൻറ്റൻസ് അല്ല. ഒരു ഡെവലപ്മെൻറ്റ് 15 കൊല്ലം നമ്മൾ ഡെവലപ്മെൻറ്റ് ഇൻറ്റൻസിറ്റി ഒരു ഓപ്പറേഷണൽ ഇൻറ്റൻസിറ്റിയിൽ ആവശ്യമില്ല, നോളജ് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഹാൻഡ് ഹോൾഡ് ചെയ്ത് ഒരു പ്രൈവറ്റ് എക്കോസിസ്റ്റത്തെ ഈ ഓപ്പറേഷണൽ പാർട്ട് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ഓവർ എ പീരിയഡ് ഓഫ് ടൈം അവരുടെ നോളജും ഡെവലപ്പ് ചെയ്ത് അവർക്ക് സ്വന്തമായിട്ട് മോഡിഫിക്കേഷൻ വരുത്താനും ഇമ്പ്രൂവ് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും ഒക്കെ കഴിവുണ്ടാകും. ഇന്നത്തെ കുഴപ്പമെന്ന് വെച്ചാൽ പ്രൈവറ്റിൽ നോളജ് ലെവൽ ലോയാണ്. അപ്പോൾ ഈ ലോ നോളജ് ലെവൽ വെച്ചിട്ട് അവർക്കൊരു പുതിയ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ജോലി എന്ന് പറഞ്ഞാൽ പ്രൈവറ്റിൽ ഈ നോളജ് ലെവൽ കൂട്ടുക, സോ ദാറ്റ് ദേ ക്യാൻ ഡു ദംസെൽസ്. അവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് എത്തിക്കുക. അതിനാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ചെയ്ത ഒരു 1-2 കാര്യങ്ങൾ പറയാം. നമ്മൾ PSLV റോക്കറ്റിനെ പ്രൈവറ്റ് കമ്പനിക്ക് ഓഫർ ചെയ്തു, നിങ്ങൾക്കിത് എടുത്ത് പ്രൊഡ്യൂസ് ചെയ്ത് ലോഞ്ച് ചെയ്യാം. അതിനൊരു ടെൻഡർ ചെയ്തു. അങ്ങനെ നമ്മൾ ഒരു കൺസോർഷ്യത്തിന് ഇപ്പോൾ ഓർഡർ ചെയ്തിരിക്കുകയാണ്. അതായത് നിങ്ങൾ സ്വയം പണമിട്ട് PSLV ഉണ്ടാക്കി വിക്ഷേപിക്കുക, ഞങ്ങൾ നിങ്ങളെ ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാം. എന്തെങ്കിലും ഡെഫിഷ്യൻസിയോ അറിവോ കുറവോ ഉണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ നിർമ്മിക്കുക, നിങ്ങൾ വിക്ഷേപിക്കുക. നിങ്ങൾ തന്നെ പണം മുടക്കി ഉണ്ടാക്കണം, ഗവൺമെൻറ് പണം തരില്ല. ആ വിക്ഷേപണത്തിന് കിട്ടുന്ന പൈസ ലാഭം നിങ്ങളെടുത്തു. അപ്പോൾ ഇതാണ് ISRO ബാക്കിൽ ടെക്നോളജി സപ്പോർട്ടറായിട്ട് നിൽക്കുകയും ഇൻഡസ്ട്രി ഫ്രണ്ടിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അവിടെ ഫോറിൻ പ്ലേയേഴ്സിനും റോൾ ഉണ്ടോ? ഇല്ല. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ പ്ലേയേഴ്സിനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒരു ഇന്ത്യൻ ഇൻഡസ്ട്രി കൺസോർഷ്യത്തിനാണ് ഈ ഓർഡർ കൊടുത്തത്. HAL, ലാർസൻ ആൻഡ് ടൂബ്രോ, അങ്ങനെ 4-5 കമ്പനികൾ ചേർന്ന് അവർ ഈ കൺസോർഷ്യം ഫോം ചെയ്ത് 5 PSLV ഇപ്പോൾ അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ PSLV അവർ ലോഞ്ച് ചെയ്യും. അവർക്ക് ഇപ്പോൾ ഈ റോക്കറ്റ് ഉപയോഗിച്ച് വിക്ഷേപണം നടത്തുമ്പോൾ പൈസ കിട്ടൂലേ? അപ്പോൾ അവരുടെ നിർമ്മാണ ചെലവും കോസ്റ്റ് ഓഫ് ലോഞ്ചും തമ്മിലുള്ള ഡിഫറൻസ് എന്താണോ അത് അവരുടെ ലാഭം. നമ്മളൊരു കൊമേഴ്ഷ്യൽ ലോഞ്ചിൽ എങ്ങനെ ഇപ്പോൾ SpaceX ലോഞ്ച് ചെയ്യുമ്പോൾ ലാഭം ഉണ്ടാക്കുന്നത്? സെയിം പ്രിൻസിപ്പിൾ. പ്രൈവറ്റ് ആയിട്ടുള്ള സാറ്റലൈറ്റ്സ് അവർ പ്രൈവറ്റ് ആയിട്ടുള്ള ഇന്ത്യൻ സാറ്റലൈറ്റ് ഇപ്പോൾ ISRO ഗവൺമെൻറ് വിട്ടുവിട്ടാൽ ഗവൺമെൻറ് പൈസ കൊടുക്കും. ഓക്കെ, പക്ഷേ റോക്കറ്റ് നിർമ്മിക്കാൻ ഗവൺമെൻറ് പൈസ കൊടുക്കുന്നില്ല. നേരത്തെ ISROയ്ക്ക് റോക്കറ്റ് നിർമ്മിക്കാൻ ഗവൺമെൻറ് പൈസ തന്നിരുന്നു, ഇപ്പോൾ ഗവൺമെൻറ് പൈസ തരുന്നില്ല. പ്രൈവറ്റ് കമ്പനി പൈസ ഇട്ട് റോക്കറ്റ് നിർമ്മിച്ച് റെഡിയാക്കി വയ്ക്കും. ഇപ്പോൾ ISRO വന്ന് ലോഞ്ച് ചെയ്യണമെങ്കിൽ ISRO പൈസ കൊടുക്കണം, പ്രൈവറ്റ് വന്ന് കൊടുക്കണമെങ്കിലും പ്രൈവറ്റ് പൈസ കൊടുക്കണം. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും അത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് മോഡലാണ്. അപ്പോൾ ഈ പ്രൈവറ്റ് പ്ലേയേഴ്സ് ടെക്നോളജി ISROനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ വിൽ ISRO ഓൾസോ ഗെറ്റ് പെയ്ഡ് ഫോർ ദാറ്റ് ടെക്നോളജി ട്രാൻസ്ഫർ? അതിന് 2 രീതിയിലുണ്ട്. ടെക്നോളജി ട്രാൻസ്ഫർ ഇപ്പോൾ നടക്കുന്നില്ല. ടെക്നോളജി ട്രാൻസ്ഫർ PSLVക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ ആ കമ്പനിയിൽ ഇത്രയും കേപ്പബിലിറ്റിയുള്ള ആളുകൾ വേണം. ഇപ്പോൾ നമ്മളിപ്പോൾ ISROയിൽ ഒരു നോളജ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഒരു റോക്കറ്റിനെ നിർമ്മിക്കണമെങ്കിൽ ഒരു നോളജ് ഉണ്ട്. ഈ നോളജാണ് ടെക്നോളജി എന്ന് പറയുന്നത്. നോളജ് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ റിസീവ് ചെയ്യുന്ന സൈഡിൽ അതുപോലെയുള്ള ആളുകൾ വേണം. അതില്ല. അവിടെ മാനുഫാക്ചറിങ് കേപ്പബിലിറ്റി ഉള്ളവർക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുന്ന ആളുകളില്ല.
ഹൗ ആൻസർ ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട്. പക്ഷേ ഈ സ്റ്റാർട്ടപ്സ് ആർ മോസ്റ്റ്ലി എയറോസ്പേസ് എഞ്ചിനീയേഴ്സ് അല്ലേ? അതെ, ഇപ്പം നിങ്ങൾക്കറിയാം ISR എന്ന് പറഞ്ഞൊരു 17,000 ആളുകളുള്ള ഒരു സംഘടനയാണ്. ഇതിനുള്ളിലാണ് ആ നോളജ് ഇരിക്കുന്നത്. ഇതൊരു പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയല്ല, ഇത് ഒരു ജനറേഷൻ്റെ നോളജാണ്. ഈ ജനറേഷൻ നോളജാണ് റോക്കറ്റുകളെയും ഉപഗ്രഹങ്ങളെയും കൃത്യമായിട്ട് വർക്ക് ചെയ്യിക്കുന്നത്. അല്ലാതെ ഒരു പുസ്തകത്തിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ അത് വിജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഇൻവോൾവ്മെൻറ്റ് കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവണം. അത് എല്ലാ രാജ്യത്തും ഉണ്ടാവും. ഇപ്പോൾ SpaceX ലോഞ്ച് ചെയ്യുന്നുണ്ടെങ്കിലും നാസയിലെ ചീഫ് റിസർച്ചേഴ്സും ടെക്നോളജിസ്റ്റിൻ്റെ പുറകിൽ നിൽപ്പുണ്ട്, ഇൻവോൾവ്മെൻറ്റ് അവർക്കുണ്ട്. അതുകൊണ്ടാണ് അത് സക്സസ്ഫുൾ ആയിട്ട് പോകുന്നത്. അല്ലാതെ ഒരു കാറ് പോലെ നമുക്ക് പ്രൊഡക്ഷൻ ലൈനിൽ ഉണ്ടാക്കി വിടാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഒരു ഉപഗ്രഹവും റോക്കറ്റിനും അങ്ങനത്തെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഓരോ ഡൊമൈനിലും 30-40 വർഷം വർക്ക് ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ സാധനം കറക്റ്റായിട്ട് പോകുള്ളൂ. ഇന്നലെ വന്ന ഒരാൾക്ക് അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവില്ല. ഉണ്ട്. XISRO എന്ന് പറഞ്ഞാൽ എത്ര പേര് മാറാം? 10-12 പേര് സെർവ് ചെയ്യുന്ന ആളുകളെ തന്നെ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നോളജ് അങ്ങനെയും ചെയ്യാം. പക്ഷെ അത് ഗവൺമെന്റ് ജോബ് അല്ലേ? അപ്പോൾ അതിനുള്ള ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു പോളിസി ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ISROയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒരു സബാറ്റിക്കലായിട്ട് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ പോയി 10 വർഷം വർക്ക് ചെയ്ത് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു റൂൾ ഇന്ന് നമുക്കില്ല. അതുണ്ടാവണം, എൻ്റെ അഭിപ്രായത്തിൽ ഉണ്ടാവണം. ഇന്നിപ്പോൾ അക്കാഡമിക്സിലൊക്കെ അതുണ്ട്, അക്കാഡമിക്സിലുണ്ട്, പ്രൊഫസേഴ്സിനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ റിസർച്ച് ലബോറട്ടറിയിൽ ഇന്ന് പ്രൈവറ്റ് കണക്ടിവിറ്റി ഇന്നും അങ്ങനെ പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് റിസർച്ച് ലാബിൽ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്കൊരു സ്റ്റാർട്ടപ്പോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഫിനാൻഷ്യലി ഇൻവോൾവ് ആയിട്ട് ലാഭം ഉണ്ടാക്കാനുള്ള ഒരു കമ്പനി ഉണ്ടാക്കുകയും തിരിച്ച് റിസർച്ചിലേക്ക് വരികയും അങ്ങനെ പറ്റുന്ന ഒരു മൊബിലിറ്റി ഇന്ന് ഇന്ത്യയിൽ വന്നിട്ടില്ല. ആ മൊബിലിറ്റി വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ നേരത്തെ PSLVയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇത് കണ്ടീഷണലാണോ? അത് ഇന്ത്യൻ സാറ്റലൈറ്റ്സ് മാത്രമേ ലോഞ്ച് അങ്ങനെയൊന്നുമില്ല. അത് കൊമേഴ്ഷ്യൽ. ഇപ്പം നമ്മൾ 430ഓളം വിദേശ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച് കഴിഞ്ഞു. ഈ ഉപഗ്രഹങ്ങളെ അവർക്ക് വിക്ഷേപിക്കാം, ഇപ്പോൾ വിദേശ ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാം. പിന്നെ താങ്കൾ ചോദിച്ച രണ്ടാമത്തെ ചോദ്യമാണ് ടെക്നോളജി പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒപ്പം നിന്ന് വർക്ക് ചെയ്യണം. ഇപ്പം ഞാൻ ഈ റോക്കറ്റിനെ കുറിച്ച് ഇത്രയും സംസാരിച്ച് കഴിഞ്ഞൊരു 40 കൊല്ലം ഇതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടുള്ള അറിവാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ അറിവ് ഒരു കൊല്ലം കൊണ്ട് ഒരാൾക്ക് ഉണ്ടാക്കാൻ കിട്ടില്ല. അതൊരു 1 വർഷം കൊണ്ട് നടക്കില്ല, 10 വർഷം കൊണ്ട് നടക്കില്ല. പക്ഷേ ആൾ പറയും ഇങ്ങനെ എന്താ ഈ അറിവെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അറിവെന്ന് പറയുന്നത് അതുമായിട്ട് ഇപ്പം നമ്മളല്ലേ ഒരു ഡോക്ടർ എങ്ങനെ ഒരു നല്ലൊരു സർജനാവുന്നു, ഒരു എക്സ്പേർട്ട് സർജനാകണമെന്നുണ്ടെങ്കിൽ സർജറി ചെയ്ത് പഠിക്കണം. അല്ലാതെ എത്രമാത്രം പുസ്തകം വായിച്ചാലും നിങ്ങളൊരു നല്ല സർജനാവില്ല. അതേപോലെ തന്നെ റോക്കറ്റ് ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്നവരും. അപ്പോൾ നമ്മൾ നമ്മുടെ സീനിയർ ആളുകളുടെ ഒപ്പം നടന്ന് ഒരു ഗുരുശിഷ്യ ബന്ധത്തിലൂടെയാണ് ഇതൊക്കെ പഠിച്ചെടുത്തിട്ടുള്ളത്. എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഓരോ പാരാമീറ്ററുകളുടെ ഞങ്ങളൊരു കർവ് കണ്ടാൽ നിങ്ങൾ ECG കാണുന്ന പോലെയാണ്. എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത്, എന്തുകൊണ്ടത് വർക്ക് ചെയ്യുന്നില്ല, അത് മെറ്റീരിയലിൻ്റെ നോളജ് മുതൽ പ്രോസസ് നോളജ് മുതൽ വർക്ക് ചെയ്യുന്ന നോളജ്, ഇത്രയും നോളജുകൾ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ നോളജ് നമ്മുടെ കയ്യിലുണ്ട്. അത് പുസ്തകം എഴുതി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ കമ്പനികളോട് പറയുന്നത് നിങ്ങൾ റോക്കറ്റ് നിർമ്മിക്കൂ, ഞങ്ങളുടെ ഒപ്പം നിന്ന് നിർമ്മിക്കുക. അപ്പോൾ അതിനെ നമ്മൾ ടെക്നോളജി ട്രാൻസ്ഫർ എന്ന് പറയും. SSLV എന്ന് പറയുന്ന റോക്കറ്റ് അങ്ങനെ നമ്മളിപ്പോൾ ഓഫർ ചെയ്തിരിക്കുകയാണ്. ആ റോക്കറ്റ് നിർമ്മാണം ടെക്നോളജി ട്രാൻസ്ഫർ മോഡിലാണ് ചെയ്യാൻ പോകുന്നത്. അതൊരു കമ്പനി അത് ടേക്കപ്പ് ചെയ്യും, അവർ നമുക്ക് ടെക്നോളജിക്ക് പൈസ തരും, നമുക്ക് ഫണ്ട് തരും. ഇത് ടെക്നോളജി ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് 2 വർഷം അതിൻ്റെ എഞ്ചിനീയേഴ്സ് ഞങ്ങളുടെ ഒപ്പം നിന്ന് ISROയ്ക്ക് ഉള്ളിൽ നിന്ന് വർക്ക് ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ ഒപ്പം നിന്ന് ഈ റോക്കറ്റ് നിർമ്മിച്ച് അവർ അവരുടേതായ റോക്കറ്റായിട്ട് ലോഞ്ച് ചെയ്യും. 2 വർഷം കൊണ്ട് ഈ വിവരമെല്ലാം അവർക്ക് കിട്ടും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. കിട്ടുമോ ഇല്ലയോ നമ്മൾ നോക്കണം. പക്ഷേ അവർ മനസ്സിലാക്കാൻ പോണ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കാണില്ല 2 വർഷം കൊണ്ട്, എനിക്കത് ഉറപ്പുണ്ട്. എന്നാലും ഒരു റോക്കറ്റിനെ നിർമ്മിച്ച് ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാഥമിക അറിവ് ആ കമ്പനിക്ക് ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ടെക്നോളജി ട്രാൻസ്ഫർ മോഡും കൂടെ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. തിരിച്ചുണ്ടാവില്ലേ ബെസ്റ്റ് ബ്രെയിൻസിനെ ഇങ്ങോട്ട് അബ്സോർവ് ചെയ്യാനുള്ള പദ്ധതി ഉണ്ടാവില്ലേ? എവിടെ നിന്നുള്ള ബെസ്റ്റ് ബ്രെയിൻസ്? ഈ പ്രൈവറ്റ് ഇൻഡസ്ട്രിയിൽ വരുന്നതല്ലേ, ഇപ്പോൾ നിങ്ങൾ തന്നെ 2 വർഷം വർക്ക് ചെയ്യുന്നതല്ലേ? അങ്ങനെ ഇപ്പം നമുക്ക് ബെസ്റ്റ് ബ്രെയിനുകളുടെ ഒരു കുറവൊന്നും നമുക്കിപ്പോൾ ഇല്ല തൽക്കാലം. എൻ്റെ ഹൈ പോയിന്റ് ചോദിച്ചാൽ ഞാൻ PSLV എന്ന റോക്കറ്റ് നിർമ്മാണ സമയത്താണ് ISRO ജോയിൻ ചെയ്തത്. പക്ഷേ അത് തീർന്നപ്പോഴത്തേക്കും 1995 അതിനുശേഷം പിന്നെയും കുറേ കാലം വർക്ക് ചെയ്തു. 2002 ആയപ്പോഴാണ് പുതിയ റോക്കറ്റ് GSLV Mark 3 എന്ന റോക്കറ്റ് നിർമ്മിക്കാനായിട്ടുള്ള ടീം ഫോം ചെയ്തത്. അപ്പോൾ അതിനകത്തുള്ള ടീമിൻ്റെ മെമ്പർ സെക്രട്ടറി ആയിരുന്നു ഞാൻ. അപ്പോൾ പ്രോജക്റ്റ് റിപ്പോർട്ട് എഴുതുക, അതിൻ്റെ കോസ്റ്റ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുക 2002. പക്ഷേ 2014 ആയപ്പോൾ റോക്കറ്റ് വിക്ഷേപിച്ച് അതിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടറായിരുന്നു ഞാൻ. ഓക്കെ, വിജയകരമായിട്ട് അതിൻ്റെ ഫസ്റ്റ് ലോഞ്ച് നടത്തിയ പ്രോജക്റ്റ് ഡയറക്ടറാണ്.
അപ്പോൾ 2002 മുതൽ 2014 വരെ ഒരു കാലഘട്ടത്തിൽ ഈ ഡിസൈനിനകത്തൂടെ കടന്നുപോയി റോക്കറ്റിനെ നിർമ്മിച്ച് വിജയകരമായിട്ട് വിക്ഷേപിച്ച ആ റോക്കറ്റാണ് ഇന്ന് ചന്ദ്രയാൻ 3ഉം 2ഉം ഒക്കെ വിക്ഷേപിച്ച റോക്കറ്റ്. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ മനുഷ്യനെ വിക്ഷേപിക്കാൻ പോകുന്ന റോക്കറ്റ്. അപ്പോൾ അതിൻ്റെ ഡിസൈനും നിർമ്മാണമാണ് എൻ്റെ ലൈഫിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയാം. ഒരു ഫുൾ ഒരു 2002 മുതൽ 2014 വരെയുള്ള കാലഘട്ടം. അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ മോസ്റ്റ് സാറ്റിസ്ഫൈങ് പാർട്ട് അതാണ്. റോക്കറ്റിൻ്റെ എൻഡ് ടു എൻഡ് എൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് എഴുതുന്നത് മുതൽ അതിൻ്റെ വിക്ഷേപിച്ച് വിജയിപ്പിക്കുന്നവരെയുള്ള സകല കാര്യങ്ങളിലും ഉള്ള ഒരു എക്സ്പോഷർ, പാർട്ടിസിപ്പേഷൻ. ഞാൻ മാത്രമല്ല ചെയ്തത്, ഒരുപാട് ആളുകൾ അതിനകത്ത് വന്നു പോയി. എൻ്റെ ബോസായിരുന്നു എൻ്റെ ആദ്യ പ്രോജക്റ്റ് ഡയറക്ടർ രാമകൃഷ്ണൻ. അതിനുശേഷം പല ആളുകളും വന്നു. അപ്പോൾ ഇവരിൽ നിന്നെല്ലാം പഠിക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഒക്കെയാണ് എൻ്റെ ഒരു ഹൈലൈറ്റ്, ലൈഫിലെ ഹൈലൈറ്റ് എന്ന് പറയാവുന്നത്. ചന്ദ്രയാനും ആദിത്യ അതായിരിക്കും അത് ചെയർമാനായ ശേഷം ഉണ്ടായ ഹൈ പോയിന്റുകളല്ലേ. ഒരു മിഷൻ ഡേയിൽ ചെയർമാൻ എന്തിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. നമ്മൾ രാവിലെ പോയി കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഹാപ്പി ആയിട്ട് പോയി ലോഞ്ച് ചെയ്യും. അല്ല, ദിവസങ്ങളോളം ഉറങ്ങാണ്ടിരുന്ന് എന്തിനാ ഉറങ്ങാതിരിക്കുന്നത്? അങ്ങനെയൊക്കെയുള്ള നമ്മൾ സമാധാനമായിട്ട് ഉറങ്ങിക്കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. ആരും ഉറങ്ങാതിരുന്നൊന്നും വർക്ക് ചെയ്യാറില്ല. ഞാൻ ഒരിക്കലും ആളുകളോട് ഉറങ്ങാതിരുന്ന് വർക്ക് ചെയ്യാറ്. പക്ഷേ നമ്മൾ 24 hours നമ്മൾ വർക്ക് ചെയ്യുന്നത്. ലോഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു 24/7 പ്രോസസ്സുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ചിലപ്പോൾ ലാസ്റ്റ് ഫേസിലൊക്കെ നമ്മൾ ആരും, കാരണം അതങ്ങനെയാണ് നടക്കുന്നത്. അതിൻ്റെ അർത്ഥം ആരും ഉറങ്ങാതിരിക്കുന്നൊന്നുമല്ല. നമ്മളെല്ലാം സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. നമ്മൾ ഷിഫ്റ്റുകളും ഷെഡ്യൂളൊക്കെ ഉണ്ട്. ആളുകൾ ഇന്ന സമയത്ത് വരണമെന്നും, ഇപ്പോൾ ഇത്ര മണി മുതൽ ഇത്ര മണി വരെയാണ് ഈ ടീം വർക്ക് ചെയ്യുന്നത്, ഇത്ര മണി മുതൽ ഇത്ര, അതിന് നമ്മൾ കൗണ്ട് ഡൗൺ പുസ്തകങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സമയമാകുമ്പോൾ അവർ അവരുടെ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഡ്രസ്സപ്പ് ചെയ്ത് വരും. രാത്രി 1 മണിയായിരിക്കും, 2 മണിയായിരിക്കും, 3 മണിയായിരിക്കും, വെളുപ്പിനായിരിക്കും. ദേ ആർ ഫിക്സ്ഡ് ടൈമുണ്ട്. അപ്പോൾ വന്ന് ആ പർട്ടിക്കുലർ ആക്ടിവിറ്റി ചെയ്തിട്ട് അവർ തിരിച്ചു പോയി കിടക്കും. അടുത്ത ബാച്ച് വന്ന് അടുത്ത കാര്യങ്ങൾ ചെയ്തു പോകും. അങ്ങനെ നമ്മളൊരു വളരെ ടൈം ലൈനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരാളൊന്നും സംസാരിക്കുകയൊന്നും വേണ്ട, എല്ലാവർക്കും അറിയാം എന്താ ചെയ്യണമെന്ന്. ആ പ്രോട്ടോകോളൊക്കെ ഉണ്ട്. ആ പ്രോട്ടോകോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പെർഫെക്റ്റ് ചെയ്തൊരു പ്രോട്ടോകോൾ ഉണ്ട്. അത് ഒരു സീക്വൻസ് ഓഫ് വർക്കാണ്. ഒരു 3 മാസത്തേക്കുള്ള ഒരു സീക്വൻസ് ഓഫ് വർക്കാണ്. ആ സീക്വൻസ് ഓഫ് വർക്ക് നമ്മൾ ഇത്രയും വർഷങ്ങൾ കൊണ്ട് പെർഫെക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഉത്തരവാദിത്തമുള്ള ആളുകളുണ്ട്. പ്രോജക്റ്റ് ഡയറക്ടർ എന്നൊരാളുണ്ട്, അതിനുശേഷം മിഷൻ ഡയറക്ടറുണ്ട്, വെഹിക്കിൾ ഡയറക്ടറുണ്ട്, ലോഞ്ച് ഓപ്പറേഷൻസ് ഡയറക്ടറുണ്ട്. ഇവരെല്ലാം അവർക്ക് വേണ്ട റോളുകൾ ഓരോ ടീമിനും ഡിഫൈൻഡ് ആയിട്ടുണ്ട്. അക്രോസ് ദ കൺട്രിയാണ് ഇവരെല്ലാം വരുന്നത്. അതായത് നമ്മളൊരു ഓഫീസിലിരുന്നല്ല വർക്ക് ചെയ്യുന്നത്. ഇവരെല്ലാം അടുത്ത് ട്രാവൽ ചെയ്ത് അവിടെ എത്തണം, ഇന്ന ദിവസം ഇന്ന മണിക്കൂറിൽ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അയാൾ എത്തിയിരിക്കണം അവിടെ. അപ്പോൾ അവരെല്ലാം കോർഡിനേറ്റ് ചെയ്ത് പല സ്ഥലത്തുനിന്നും ആളുകൾ വരിക. ലോജിസ്റ്റിക്സ് ഉണ്ട്, വണ്ടികൾ സാധനങ്ങൾ കൊണ്ടുവരണം, ഫുഡ് മുതൽ ടെക്നോളജി വരെ എല്ലാം ആ സമയത്ത് അവിടെ എത്തണം. അതൊരു പ്രോസസ്സാണ്. നമ്മളത് കുറേ വർഷങ്ങളായിട്ട് പെർഫെക്റ്റ് ചെയ്തൊരു പ്രോസസ്സാണ്. ലോഞ്ച് നടക്കുമ്പോൾ ആ പ്രോസസ്സ് റൺ ചെയ്തോളും. ആർക്കും ടെൻഷനും ബഹളങ്ങളൊന്നുമില്ല അവിടെ. അതെ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും സച്ചിൻ ടെണ്ടുൽക്കർ ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന പോലെയാണ് എല്ലാവരും ISRO ചെയർമാനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ആ പൊസിഷൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം ISRO ചെയർമാൻ മാത്രമൊന്നുമല്ല അവിടെ എല്ലാം ജോലി ചെയ്യുന്നത്. ISRO ചെയർമാൻ ചെയ്യേണ്ട ജോലികളൊക്കെ ഡിഫൈൻ ചെയ്ത ശേഷം സമാധാനമായിട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ആ സമയത്തൊന്ന് മനസ്സിലാക്കുക. അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളെ നിങ്ങൾ കാണുന്ന പോലും ഇല്ല. അതിൻ്റെ പുറകിൽ ആയിരക്കണക്കിന് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ലോഞ്ച് പാഡിൽ ആ റോക്കറ്റിൻ്റെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ചെയ്യുന്നവരുണ്ട്, അതിൻ്റെ ലാസ്റ്റ് മിനിറ്റ് കണക്ടിവിറ്റി ചെയ്യുന്നവരുണ്ട്, ലോഞ്ച് പാഡ് മൂവ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്, വെതറിന് വേണ്ടി ബലൂണുകൾ ലോഞ്ച് ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്ത് അത് അനലൈസ് ചെയ്യുന്നവരുണ്ട്, ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നൊരു വലിയ ടീം അവിടെ ട്രക്കുകളും കപ്പിളറും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളെ അവരെയൊന്നും കാണിക്കുന്നില്ല. ഈ പ്രോജക്ട് ഡയറക്ടർ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഒരു ചോദ്യമാണ്, ഇതിലൊരു ഫൈനലി ഒരു മറ്റേ ഗോ കൊടുക്കുന്ന ആരാണ്? ഈ ലോഞ്ച് ചെയ്യൂ അങ്ങനെ ഒരാളൊന്നുമില്ല. നമ്മളെല്ലാം തീരുമാനിക്കുന്ന ഒരു ടീം വർക്കാണ്. പിന്നെ നോഷണലി ഗോ കൊടുക്കുന്നത് മിഷൻ ഡയറക്ടർ എന്ന് പറയുന്ന ഒരാളായിരിക്കും. അദ്ദേഹത്തെ നമ്മൾ ചെയർമാനും അല്ല. ചെയർമാൻ ഒരു റോളും ആ ലോഞ്ച് സമയത്ത് നോ ഗോയ്ക്കില്ല. ഓക്കെ, കാരണം സീനിയർ ആളുകളെല്ലാം ആ ലോഞ്ച് ഉത്തരവാദിത്തത്തിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മളുടെ തീരുമാനം. കാരണം അത് നെക്സ്റ്റ് ലോവർ ലെവൽ ആളുകളാണ് ആ തീരുമാനങ്ങൾ എടുക്കുന്നത്. ലോഞ്ച് ചെയ്യണ്ടോ എന്നുള്ള തീരുമാനങ്ങളെല്ലാം എടുക്കുന്നവരാണ്. എന്നാൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം ചെയർമാനെ കൺസൾട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായി എങ്കിൽ മാത്രം ചെയർമാനോ മറ്റ് സീനിയർ ആളുകൾ ഇടപെടുള്ളൂ. അല്ലെങ്കിൽ ഒരു ലോഞ്ച് സമയത്ത് ചെയർമാന് ഒരു ഉത്തരവാദിത്വവും ഇല്ല. വെറുതെ ടെർമിനൽ കണ്ടുകൊണ്ടിരിക്കുക എന്ന് മാത്രമേ ഉത്തരവാദിത്തമേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കും ഓരോ ആളുകൾ എന്തൊക്കെയാണെന്ന്. അതിനാണ് എക്സിക്യൂട്ടീവുകൾ, മിഷൻ എക്സിക്യൂട്ടീവ് എന്ന് പറയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോളാണ് മിഷൻ ഡയറക്ടർ റോള്.
പിന്നെ ഞാൻ പറഞ്ഞ അടുത്ത റോളാണ് വെഹിക്കിൾ ഡയറക്ടർ, റോക്കറ്റ് ഡയറക്ടർ, സാറ്റലൈറ്റ് ഡയറക്ടർ ഒരാളുണ്ടാവും, റേഞ്ച് ഓപ്പറേഷൻസ് ഡയറക്ടർ ഉണ്ടാവും, സേഫ്റ്റിക്കുള്ള ഒരാളുണ്ടാവും. അത് ഇതിനെ പൊട്ടിക്കുക, ഏതെങ്കിലും തരത്തിൽ ഡീവിയേഷൻ വന്നാൽ പൊട്ടിച്ച് കളയാൻ അതിനും ചെയർമാനോട് ചോദിക്കേണ്ട കാര്യമില്ല. ആ പർട്ടിക്കുലർ വ്യക്തി, അതിന് ഉത്തരവാദിത്തമുള്ള വ്യക്തിക്ക് ആ പാത്ത് ഡീവിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ട്രോയ് ചെയ്യാനുള്ള പൂർണ്ണ അധികാരമുണ്ട്. അത് നമ്മൾ ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ്. അയാൾക്ക് പ്രസ് ചെയ്യുക, അയാളെ യാതൊരു വിധത്തിൽ നമ്മൾ പണിഷ് ചെയ്യുക പോലും ഇല്ല. ഈ മിഷൻ പരാജയപ്പെടുമ്പോൾ ഒരിക്കൽ പരാജയപ്പെട്ടപ്പോൾ ISRO ചീഫ് പ്രൈം മിനിസ്റ്റർ മോദിയുടെ അടുത്ത് നിന്ന് കരയുന്ന ഒരു രംഗം നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. അങ്ങനെ ഒരു പരാജയ ഭീതി എപ്പോഴും ഈ ഒരു ഏതൊരു മിഷനും കൂടെ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഏതൊരു മിഷനും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ എൻറ്റിറ്റിയാണ്. അതായത് വിജയിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്, പരാജയപ്പെടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ ചെയ്യുന്നത് എന്താ? വിജയിക്കാനുള്ള പോസിബിലിറ്റിയെ മാക്സിമൈസ് ചെയ്യുക, പരാജയപ്പെടാനുള്ള പോസിബിലിറ്റി മിനിമൈസ് ചെയ്യുക. ഇതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 0 അല്ല പരാജയപ്പെടാനുള്ള പോസിബിലിറ്റി. പരാജയപ്പെടാനുള്ള പോസിബിലിറ്റി എപ്പോഴും ചെറിയൊരു ശതമാനം ഉണ്ട്. എന്തുകൊണ്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇതിനകത്തുള്ള കുഴപ്പം ഒരുപാട് പാരാമീറ്ററുകൾ വർക്ക് ചെയ്യണം കറക്റ്റായിട്ട്. റോക്കറ്റ് വിഷയം ഇവിടെ അങ്ങനെയാണ്. കാരണം വളരെ ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതിനകത്ത് ഏകദേശം 15 മിനിറ്റ് കൊണ്ടാണ് ഭൂമിയിൽ നിന്ന് 600 കിലോമീറ്റർ ഉയരത്തിലെത്തി ഉപഗ്രഹത്തെ വിക്ഷേപിച്ചിട്ട് എത്രയോ ഇവൻറ്റുകളാണ് അതിനുള്ളിൽ നടക്കുന്നത്. കമ്പ്യൂട്ടറുകൾ, സോഫ്റ്റ്വെയറുകൾ, ഇലക്ട്രിക്കൽ കണക്ടറുകൾ, ആക്ച്വേറ്ററുകൾ, മോട്ടറുകൾ, എത്രയോ സാധനങ്ങൾ ആ പ്രോഗ്രാം അനുസരിച്ച് തന്നെ വർക്ക് ചെയ്യണം. അതിലുപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ ഡിഫക്റ്റുകൾ മുതൽ എല്ലാം അതിനകത്ത് മാറ്റർ ചെയ്യും. അപ്പോൾ ഇത്ര പെർഫെക്റ്റായിട്ടൊരു സാധനം വർക്ക് ചെയ്യുമ്പോൾ ഇംപെർഫെക്ഷൻ അതിനകത്ത് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇംപെർഫെക്ഷനെ മാറ്റാനായിട്ട് ചെയ്യുന്ന ഒരു വഴി പ്രോസസ് അഡ്ഹറൻസ് എന്ന് പറയും. ചെയ്യുന്നതിന് ഇന്ന രീതിയിൽ അത് ചെയ്യാവൂ, അതിനപ്പുറം ചെയ്യാൻ പാടില്ല. അതിനുവേണ്ടി നമ്മൾ വാച്ച് ഡോഗുകളെ ഉണ്ട്, ക്വാളിറ്റികളുണ്ട്, പ്രോസസ്സ് ഉണ്ട്, റിവ്യൂ പ്രോസസ്സുകളുണ്ട്. ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ലോഞ്ച് ചെയ്യുമ്പോൾ കറക്റ്റായിരിക്കണം. എന്നാലും ഒരു സംശയം അതിനുള്ളിൽ കടക്കാം. അങ്ങനെയാണല്ലോ ഫെയിലറുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനകത്തുള്ളൊരു കുഴപ്പം, ഫെയിലറുകളെ മാറ്റാനായിട്ട് ചെറിയ കറക്ഷനുകൾ നമുക്ക് നടത്താം. അതിനെയാണ് റിഡൻഡൻസി എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു എക്യുപ്മെൻറ്റ് ഫെയിൽ ആകുമ്പോൾ മറ്റൊരു എക്യുപ്മെൻറ്റ് ആ ജോലി ചെയ്ത് കഴിഞ്ഞാൽ റിഡൻഡൻ്റ് എന്ന് പറയും. അങ്ങനെ ചില റിഡൻഡൻസികൾ നമുക്ക് ഇതിനകത്തുണ്ട്. പക്ഷേ എല്ലാത്തിനും റിഡൻഡൻസികൾ കൊടുക്കാനാവില്ല. സോഫ്റ്റ്വെയറിന് റിഡൻഡൻസികളുണ്ട്. ഒരു അൽഗോരിതം തെറ്റിപ്പോയാൽ മറ്റൊരു അൽഗോരിതം പ്രവർത്തിക്കാനുള്ള വഴികളുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ച് നമുക്ക് ചെയ്യാവുന്ന മാക്സിമം പോസിബിലിറ്റീസ് അതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എല്ലാം ഒന്നും കറക്റ്റ് ചെയ്യാൻ മനുഷ്യനാവില്ല. അതുകൊണ്ട് തന്നെ ഫെയിലർ ഒരു പോസിബിലിറ്റി ആണ്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കാൻ. അല്ലെങ്കിൽ റോക്കറ്റ് വിക്ഷേപിക്കാൻ പറ്റില്ല. എത്രയോ ഉണ്ടായിട്ടുണ്ട്. എത്രയും പുറത്ത് കണ്ടത് വളരെ കുറവും പുറത്ത് കാണാത്ത വളരെ അധികവും ആണെന്ന് പറയേണ്ടി വരും. പുറത്ത് കാണുന്നത് എന്ന് പറഞ്ഞാൽ അത് ഈ അടുത്തിടയ്ക്കല്ലേ ഇസ്രോ ഇത്രയും ഒരു പബ്ലിക് ഔട്ട്റീച്ചിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ 60 years ആയിട്ടും വെരി ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഈവൻ സ്കൂൾസിൽ പോലും അല്ലെങ്കിൽ കോളേജസിൽ പോലും നോർമൽ സ്കൂൾസ് ആൻഡ് കോളേജസ് അവിടെ ഒരു ഇസ്രോ ഔട്ട്റീച്ച് ഇപ്പോഴാണ് ഫീൽ ചെയ്യുന്നത്. മേ ബി ഐ ഡോണ്ട് നോ ഇഫ് ദാറ്റ് ഇസ് ദ റീസൺ വൈ പണ്ട് സൂപ്പർ സ്റ്റാർസ് എന്ന് പറയുന്നത് ഫിലിം സ്റ്റാർസ് ഒക്കെ ആണെങ്കിൽ ടുഡേ സൂപ്പർ സ്റ്റാർസ് ആർ പീപ്പിൾ ലൈക്ക് യു ആൻഡ് ഐ മീൻ എസ്പെഷ്യലി ആഫ്റ്റർ ദ ചന്ദ്രയാൻ. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ ഇത്രയും സമയം ഇസ്രോ ആ പബ്ലിക് ഔട്ട്റീച്ചിന് സമയം ഇത്രയും എടുത്ത എന്താണ്? അത് ISROയുടെ കുഴപ്പമൊന്നുമല്ല. അത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ റെവല്യൂഷൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ കഴിഞ്ഞൊരു കുറച്ച് കാലമായിട്ടല്ലേ ഉണ്ടായുള്ളൂ. ഇപ്പോൾ പബ്ലിക് ഔട്ട്റീച്ച് എന്ന് പറഞ്ഞാൽ പണ്ട് എന്തായിരുന്നു? പാംഫ്ലെറ്റ് ഉണ്ടാക്കി നിങ്ങൾ കാറിൽ കൂടെ ഇങ്ങനെ റോഡിൽ കൂടെ എറിഞ്ഞുകൊണ്ട് പോകണമായിരുന്നു പണ്ട് പബ്ലിക് ഔട്ട്റീച്ച് വേണമെങ്കിൽ. ഇപ്പോൾ സയന്റിസ്റ്റ് they are reaching out to schools having lectures and workshops. That was happening all the time. പക്ഷേ ഇന്ന് ആ പോകുന്നതിനെ കുറിച്ചുള്ള ജനങ്ങളുടെ അവയർനെസ് വളരെ കൂടിയിട്ടുണ്ട്. കാരണം പ്രിന്റ് മീഡിയയെക്കാളും ഇന്ന് ഇലക്ട്രോണിക് മീഡിയ വളരെ പവർഫുള്ളാണ്. നമുക്കിപ്പോൾ പല മീഡിയയെ കൂടെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വന്നിട്ടുണ്ട്. അതുപോലെ റിയൽ ടൈം വീഡിയോകളുണ്ട്. പണ്ടത് ലോഞ്ചൊന്നും നമ്മൾ കാണുന്നത് എപ്പോഴാണ്? ദൂരദർശൻ ലോഞ്ച് എല്ലാം കഴിഞ്ഞ ശേഷം ഒരു രാത്രി 10 മണിയാകുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് ഒരു ചെറിയ ബിറ്റ് ഇടുമ്പോഴാണ് നിങ്ങൾ കാണുന്നത് ലോഞ്ച് നടന്നെന്ന്. അല്ലാതെ റേഡിയോയിൽ അനൗൺസ് ചെയ്യണം, അല്ലെങ്കിൽ ലൈവ് റേഡിയോ ഒക്കെ വളരെ കുറവുണ്ടായിരുന്നു. എന്നാലും സർ ഈ യുവിക പോലുള്ള പ്രോഗ്രാം വേർ സ്റ്റുഡൻസ് ആർ ഇൻവൈറ്റഡ് ടു ഇന്റേൺ വിത്ത് യു ആസ് വെൽ ആസ് വാച്ച് ദ ലോഞ്ച് പ്രോഗ്രാംസ്, ഇതൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെയുള്ളൊരു മാറ്റമാണത്. പണ്ട് നമ്മളൊരു ആലോചിച്ച് നോക്കൂ, ഈ വിജയം ISROയ്ക്ക് വന്നു തുടങ്ങിയിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല. PSLVക്ക് ശേഷമാണ് ഇത് വന്നിട്ടിരിക്കുന്നത്. 1995 ശേഷമാണ് ഈ വലിയൊരു മാറ്റം ഉണ്ടായത്. അതിനു മുമ്പില്ല. അതിനു മുമ്പ് ASLVയുടെ കാലഘട്ടമായിരുന്നു. ASLVയുടെ കാലഘട്ടം ഞങ്ങൾ കടന്നുപോയ കാലം 1985 മുതൽ 95 വരെയുള്ള 10 വർഷം വളരെ കഷ്ടപ്പെട്ട കാലഘട്ടമായിരുന്നു. അന്നായിരുന്നു ASLV ഫെയിലായിട്ട് ഈ PSLV ഉണ്ടാക്കിയിട്ടുമില്ല. PSLVയുടെ ആദ്യ വിക്ഷേപണം പരാജയപ്പെട്ടു.
രണ്ടാമത്തെ വിക്ഷേപണം 1995 നടന്ന ശേഷം പിന്നീടാണ് ഏതൊരു വിക്ഷേപണം വിജയിക്കും എന്ന് പബ്ലിക് പോലും മനസ്സിലാക്കി തുടങ്ങിയത്. അതിനുശേഷം ഈ പബ്ലിക് ഔട്ട്റീച്ച് ഒക്കെ നടത്താൻ പറ്റൂ. ഫെയിലായ റോക്കറ്റും കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്കൂളിൽ പോയി നിന്ന് സംസാരിച്ചുള്ള അവസ്ഥ എന്താ? എന്നെയൊക്കെ കല്ലെറിഞ്ഞിട്ടുണ്ട് ആളുകൾ. ഞാൻ ബസ്സിൽ യാത്ര ചെയ്യാനായിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് പെരുകടയിൽ ഓഫീസിൽ പോകാൻ നിൽക്കുമ്പോൾ ഞങ്ങളെല്ലാം കൂക്കി വിളിച്ചിട്ടുണ്ട്. ബസ്സിന് കല്ലെറിഞ്ഞിട്ടുണ്ട് ആളുകൾ. കാരണം അന്ന് തലേദിവസം ASLVയുടെ വിക്ഷേപണം പരാജയപ്പെട്ടതുകൊണ്ട് 2 വിക്ഷേപണമായി പരാജയപ്പെടുന്നു. അതാണ് വേറെ പല അൺനെസസറി കാര്യങ്ങളും ഇസ്രോയിൽ ഉണ്ടായിട്ടില്ലേ? ദാറ്റ് സ്ലോ ഡൗൺ ദ പ്രോഗ്രസ് ഓഫ്? ഒന്നുമില്ല, അതൊക്കെ ചുമ്മാ തെറ്റിദ്ധാരണയാണ്. ഇതൊക്കെ പുറത്തുണ്ടായിട്ടുള്ള ന്യൂസുകൾ മാത്രമാണ്. അകത്തൊരു സ്ലോ ഡൗൺ നടന്നിട്ടില്ല. ഈ സ്ലോ ഡൗൺ, ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴാണ് ഞങ്ങൾ PSLV ചില ആൾക്കാർ പറഞ്ഞാൽ അത് ടെക്നോളജീനെ പുറകോട്ട് വലിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള ഒരു സംസാരം. എൻ്റെ അഭിപ്രായത്തിൽ ഞാനൊന്നും കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ അങ്ങനെ അറിയാവുന്നവർ അതിനെക്കുറിച്ച് പറയട്ടെ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ടെക്നോളജി പുറകോട്ടാവലും അതുകൊണ്ടുണ്ടായിട്ടതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ എന്തൊക്കെ ടാർഗറ്റ് ചെയ്യേണ്ടോ അതെല്ലാം നേടിയിട്ടുണ്ട്. ഓഫ് കോഴ്സ് അതിന് ഡിലേ ഉണ്ടായിട്ടുണ്ട്. കാരണം പലപ്പോഴും നമ്മൾ ഇതിനുള്ളിൽ ഒരു ഷെഡ്യൂളുണ്ട്. ഇപ്പോൾ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ PSLV വിക്ഷേപണം 1988 നടക്കും എന്നായിരുന്നു ഞങ്ങളുടെ മുമ്പിലൊക്കെ അവതരിപ്പിക്കപ്പെട്ട ഷെഡ്യൂൾ. നമുക്കെല്ലാം അറിയാം 88 നടക്കില്ല എന്ന്. പക്ഷേ നമ്മൾ ഒരു സ്വഭാവം ഉണ്ട് ISROയ്ക്ക്. നമ്മളൊരു ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഷെഡ്യൂൾ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യപ്പെടും. മാനേജ്മെൻറ്റ് അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനുള്ളിലുള്ള ആളുകളെല്ലാം കൊണ്ട് ആ ഒപ്റ്റിമിസ്റ്റിക് ഷെഡ്യൂൾ അച്ചീവ് ചെയ്യാനായിട്ട് പ്രവർത്തിപ്പിക്കും. അപ്പോൾ ഒരു റീസണബിൾ ഷെഡ്യൂളിൽ നമ്മൾ എത്തിപ്പെടും എന്നുള്ള ഒരു വിശ്വാസമാണ്. ശരിയാണോ തെറ്റാണോ എന്ന് അറിഞ്ഞുകൂടാ. അന്നത്തെ മാനേജ്മെൻറ്റ് സ്റ്റൈൽ അതാണ്. ഇന്നും മാനേജ്മെൻറ്റ് സ്റ്റൈൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ പറയുന്നതെല്ലാം വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഷെഡ്യൂളുകളായിരിക്കും പറയുന്നത്. അത് ഇൻറ്റേർണലി ഇപ്പോൾ പുറത്ത് പറയുന്നതിനേക്കാളും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഷെഡ്യൂളായിരിക്കും നമുക്ക് അകത്തുള്ളത്. ഇതൊരു ഇൻറ്റേർണൽ എനർജി, ഒരു ഫയർ ഉണ്ടാക്കാനുള്ള ഒരു ഉദ്ദേശത്തിലുണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഡിലേ ഇതിൻ്റെ ഒരു ഭാഗമാണ്. കാരണം പലപ്പോഴും ടെക്നോളജി അൺസർട്ടനിറ്റി കൊണ്ട് ഫെയിലറുകൾ ഉണ്ടാകും. ഇപ്പോൾ താങ്കൾ ചോദിച്ചല്ലോ ഫെയിലറിനെ കുറിച്ച്. ഞാൻ GSLV മാർക്കറ്റിൻ്റെ വികസനത്തിൻ്റെ കഥ തന്നെ പറയാം. 2002 മുതൽ 2014 വരെ നടന്ന സമയത്ത് എത്രയോ ഫെയിലറുകളകത്ത് ടെസ്റ്റ് ചെയ്യുമ്പോഴുണ്ടായിട്ടുണ്ട്. ഞാൻ പ്രൊവൈഡ് ഡയറക്ടർ ആകുമ്പോൾ തന്നെ L110 എന്ന് പറയുന്നതിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ്, മെയിൻ സ്റ്റേജിൻ്റെ ടെസ്റ്റ് ഫെയിലായ ശേഷമാണ് ഞാൻ അതിനകത്ത് പ്രൊവൈഡ് ഡയറക്ടർ ആവുന്നത്. അത് പിന്നെ കറക്റ്റ് ചെയ്ത് അടുത്തൊരു വർഷത്തിനുള്ളിൽ ടെസ്റ്റ് ചെയ്ത് കറക്റ്റാക്കി. പിന്നീട് ഉണ്ടായ എത്രയോ ഡെവലപ്മെൻറ്റ് ടെസ്റ്റുകൾ ഫെയിലായി. എത്ര ഡിസൈനുകളൊക്കെ ഞങ്ങൾക്ക് മാറ്റേണ്ടി വന്നു. ആ ഫെയിലറുകളുടെ ഉള്ളിൽ കൂടെ പലപ്പോഴും പറയും ക്രയോജനിക് എഞ്ചിൻ മാത്രം ഉണ്ടാവും വളരെ കുറച്ച് ഫെയിലറുകളിലൂടെ കടന്നുപോയത്. എന്നാലും മറ്റു പല ഘടകങ്ങളും ഒരുപാട് ഫെയിലറുകളിലൂടെ കടന്നുപോയി. ഇതെല്ലാം ഞങ്ങൾക്ക് അകത്തറിയാം. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഈ ടെക്നോളജി ഡെവലപ്മെൻറ്റിൽ അൺസർട്ടനിറ്റികളുണ്ടാകും, ഡിലേ ഉണ്ടാകും. പക്ഷേ താങ്കൾ പറഞ്ഞ പോലെ ഈ അത്തരം പ്രശ്നങ്ങളൊന്നും നമ്മളെ അഫക്റ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ജോയിൻ ചെയ്ത് അധികം വൈകാതെയാണല്ലോ ISRO സ്പൈക്ക് കേസ് വരുന്നത്. അതൊരു രീതിയിലും ബാധിച്ചില്ല എന്നുള്ളത് തന്നെയാണോ? തീർച്ചയായിട്ടും ഞാൻ അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് തന്നെ പറയാൻ പറ്റും. സ്പൈക്ക് കേസ് പത്രങ്ങൾക്ക് നല്ലൊരു വിരുന്നായിരുന്നെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മോട്ടിവേഷൻ അഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനമായിരുന്നു. കാരണം ഒരു ഓർഗനൈസേഷനിൽ ഇത്തരം സംസാരങ്ങൾ ഉണ്ടാകുന്ന നമുക്ക് പ്രശ്നങ്ങളുണ്ടാക്കും പുറത്ത്. പക്ഷേ ഞങ്ങളുടെ ഉള്ളിലുണ്ടായ ഒരു സമയം എന്ന് പറഞ്ഞാൽ ആ സമയത്തുണ്ടായിരുന്ന ലീഡർഷിപ്പ്, ഞാൻ PSLV പ്രോജക്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. മറ്റു സ്ഥലങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല. PSLV ഉണ്ടായിരുന്ന ലീഡർഷിപ്പ് എത്ര മനോഹരമായിരുന്നു, എത്ര ഇൻസ്പയറിംഗ് ആയിരുന്നു എന്ന് എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ പറയാൻ പറ്റും. മാധവൻ നായർ സാറായിരുന്നു പ്രോജക്ട് ഡയറക്ടർ ആ സമയത്ത്. പിന്നീട് PSLVയുടെ അതിനുശേഷം വന്ന ആളുകൾ പെരുമാൾ, രാമകൃഷ്ണൻ എല്ലാം ടോപ്പ് ലീഡേഴ്സാണ്. അവരൊന്നും നമ്മളെ യാതൊരു നിമിഷം പോലും അതിനെക്കുറിച്ച് ആലോചിക്കാനോ ചിന്തിക്കാനോ സമയം തന്നിട്ടില്ല. അപ്പം ഇൻറ്റേർണലി അതൊരു ഇഷ്യൂ ആയിരുന്നില്ല. ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് റോക്കറ്റുകൾ നിർമ്മിക്കുന്നതിനും ഒക്കെ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ സ്പൈക്ക് കേസിനെ കുറിച്ച് പറയുന്ന പലപ്പോഴും വരുന്ന ക്രയോജനിക് എഞ്ചിൻ്റെ നിർമ്മാണം ഡിലേ ആയി പോയി എന്നുള്ളതാണ്. അതൊന്നും എനിക്ക് തോന്നുന്നില്ല അതൊരു വലിയൊരു സീരിയസ് ആയിട്ട് അഫക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന്. പക്ഷേ അതിൽ പ്രവർത്തിച്ചവർ പറയുന്ന അഭിപ്രായത്തോടെ ഞാൻ ഡിസഗ്രി ചെയ്യുന്നതല്ല. പക്ഷെ ഞാൻ കണ്ട കാഴ്ചയാണ് പറയുന്നത്. ക്രയോജനിക് എഞ്ചിൻ നമുക്ക് ആവശ്യമുണ്ടായിരുന്ന റഷ്യയിൽ നിന്നുള്ള ക്രയോജനിക് എഞ്ചിൻ നമുക്ക് കിട്ടി. അത് വെച്ച് നമ്മൾ ലോഞ്ചുകൾ നടത്തി. അതിനുശേഷം ടെക്നോളജി ബാൻ ഉണ്ടായതുകൊണ്ട് നമ്മൾ അകത്ത് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചു. അതിൽ ഒരുപാട് പരാജയങ്ങളുണ്ടായി. അത് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ പൊട്ടിത്തെറിക്കുകയും എഞ്ചിനുകൾ പല പ്രാവശ്യം നശിച്ചു പോവുകയും പിന്നെയും നിർമ്മിക്കുകയും. നമുക്കറിയാം, ഈ നേരത്തെ പറഞ്ഞ കൊച്ചു കൊച്ചു കമ്പനികളാണ് ഇതൊക്കെ ഉണ്ടാക്കി തരുന്നത്. അല്ലാതെ ഒരു ക്രയോജനിക് എഞ്ചിൻ മാനുഫാക്ചറിങ് ഫെസിലിറ്റി പോലും ISROയ്ക്ക് ഇല്ല, ഇന്നുമില്ല. ഈ പറഞ്ഞ കമ്പനികളിലൊക്കെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉണ്ടാക്കുന്ന ഒരു സാധനം ഡെവലപ്പ് ചെയ്യാൻ ഇത്രയും സമയമെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരിക്കലും അത് വിജയിപ്പിച്ചതിന് ശേഷം പിന്നെ തുടർച്ചയായിട്ട് നമുക്കുള്ള ക്രയോജനിക് എഞ്ചിൻ്റെ വിഷയമാണ് വിജയിക്കുകയാണ് ഉണ്ടായത്. ഈ സ്പൈക്ക് കേസുമായിട്ട് ബന്ധപ്പെട്ട് വന്ന കുറേ വാർത്തകൾ, കുറേ ക്യാമ്പയിൻസ് ഒക്കെ നമ്മുടെ ഒരു മൊറാലിനെ എങ്ങനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്? എനിക്ക് പറയാം, എന്നെ അഫക്റ്റ് ചെയ്തിട്ടില്ല.
എനിക്ക് മറ്റുള്ളവരുടെ അഫക്റ്റിനെ ഞാൻ എന്ത് പറയാനാണ്, എനിക്കതൊരു മൊറൽ ഡാമേജ് ഒന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഓഫ് കോഴ്സ് എനിക്ക് തോന്നിയ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട് അതൊരു ബേസ്ലെസ് ആയിട്ടുള്ളൊരു കേസായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കെല്ലാവർക്കും അന്നും അറിയാം, ഇന്നും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു എന്തിന് ഇത്രമാത്രം ഡ്രാമാറ്റൈസ് ചെയ്യപ്പെട്ടൊരു കേസുണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് ഇന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. നമ്പിനാരായൺ സാർ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു അനാവശ്യമായൊരു കാര്യമായിരുന്നു എന്ന് നമുക്കെല്ലാം അറിയാമായിരുന്നു. പക്ഷേ അന്നൊരു സെൻസിറ്റീവ് കേസാണ്. അത് പോലീസിൻ്റെ ഇടയിലും കോടതിയുടെ ഇടയിലും പബ്ലിക്കിൻ്റെ ഇടയിലും വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ആയതുകൊണ്ട് നമ്മളെല്ലാം ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നാലും ഉണ്ടായിരിക്കുക എന്നുള്ളൊരു ഓപ്ഷനാണ് നമ്മളത് അഡോപ്റ്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. ISROയിൽ പൊതുവേ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ആ സമയത്ത് അത്ര ഒരു സീനിയർ ആളൊന്നുമല്ല, ഞാനൊരു മിഡിൽ ലെവൽ ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ നേരിട്ട് അക്കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്ന് മാത്രം. പക്ഷെ സ്വാഭാവികമായിട്ട് ആ സമയത്ത് ഒരു പബ്ലിക് ഇംപ്രഷൻ നമുക്കറിയാമല്ലോ. അതായത് ഒരു ഇസ്രോ ചാരക്കേസ് വരികയാണ്, ജനത്തിനൊക്കെ പൊതുവെ ഒരു ധാരണയുണ്ട് ഇതിനകത്ത് നടക്കുന്നതൊക്കെ തെറ്റായ കാര്യമാണ്. ഏതെങ്കിലും രീതിയിൽ പബ്ലിക്കിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എതിരെ അത്തരം ഒരു വികാരം ഉണ്ടായിട്ടുണ്ട്? എനിക്ക് പേഴ്സണലായിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആകെ കണ്ടൊരു വികാരം റോക്കറ്റുകൾ പരാജയപ്പെടുന്ന ASLV സമയത്തുണ്ടായ കല്ലേറുകൾ മാത്രമാണ്. പിന്നീട് അങ്ങനെ ഒരു പൊതുവികാരം എനിക്ക് കാണേണ്ടി വന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇല്ല. ഈ ASLV പരാജയത്തിന്റെ കാര്യം, ആ ഒരു മിഷൻ പരാജയപ്പെട്ടതിന്റെ പിറ്റേ ദിവസം എങ്ങനെയാണ് നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് എന്തിന് ASLV പോകുന്നത്? ഞാൻ PSLV കുറിച്ച് പറയാം. ഞാൻ PSLVയുടെ ഭാഗമായിരുന്നു. ഞാൻ ASLVയുടെ ഭാഗമായിരുന്നില്ല. ഞാൻ ജോയിൻ ചെയ്തത് PSLV പ്രോജക്റ്റിലാണ്. PSLVയുടെ ആദ്യ വിക്ഷേപണം പരാജയപ്പെട്ടു. അന്ന് ദിവസം ഞാൻ ശ്രീഹരിക്കോട്ടയിൽ അസംബ്ലി ഞങ്ങളെല്ലാം കൂടെ തന്നെ കഴിഞ്ഞൊരു 6 മാസം കൊണ്ട് അതിനെ അസംബ്ലി ചെയ്ത് ആ ലെവലിലാക്കിയിട്ട് അതിൻ്റെ ഓരോ ഭാഗവും തൊട്ട് തലോടി ജീവിച്ച് ഞങ്ങൾ ഓരോരുത്തരും ആ വിക്ഷേപണം പരാജയപ്പെടുന്ന കാണുമ്പോഴുള്ള വിഷമത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ച് നോക്കും. അപ്പോൾ ഞങ്ങൾ ഉടനെ തിരിച്ചു ചെന്ന ലോഞ്ച് പാഡിൽ നിൽക്കുമ്പോൾ ആ റോക്കറ്റ് എന്ന സ്ഥലത്ത് പുകയും കരിയും മാത്രം നിൽക്കുന്ന സ്ഥലത്ത് നോക്കുന്ന ഒരു ശൂന്യതയാണ് മനസ്സിൽ നമ്മൾ അറിയുന്നത്. മനസ്സിലായ ആ റോക്കറ്റ് ലക്ഷ്യം കണ്ടില്ല. അത് വളരെ നിസ്സാരമായൊരു ചെറിയ മിസ്റ്റേക്കിൽ ആ ലക്ഷ്യം കണ്ടില്ല എന്ന് കൂടെ അറിയപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന സങ്കടം വളരെ അധികമാണ്. ഇത്ര കോംപ്ലക്സ് ആയുള്ള റോക്കറ്റ് വളരെ ചെറിയൊരു നിസ്സാര പ്രശ്നത്തിന് ഫെയിലാവുക. അപ്പോൾ നമുക്ക് തോന്നി ഇതിന് അടുത്ത പ്രാവശ്യം നമ്മൾ ശരിയാക്കിയേ പറ്റൂ എന്നുള്ളൊരു തീരുമാനത്തിലാണ് അവിടെ നിന്ന് പോകുന്നത്. അല്ലാതെ സങ്കടപ്പെട്ടല്ല. എനിക്കറിയാം അന്നത്തെ ദിവസം എനിക്ക് ഒരു ഹ്യൂജ് കൺസൈൻമെൻറ്റ്സുകളൊക്കെ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഒരാളും ആ ലോഞ്ചിൻ്റെ വൈകുന്നേരം വരെ റെസ്റ്റ് ചെയ്തിട്ടില്ല. അതെല്ലാം പാക്ക് ചെയ്ത് അന്ന് തന്നെ ട്രക്കിലൊക്കെ എത്തി അന്ന് തന്നെ തിരിച്ച് തിരുവനന്തപുരത്തെത്തി ടൂൾസും എക്യുപ്മെൻറ്റ്സും സാധനങ്ങളും എല്ലാം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങൾ ക്ഷീണിച്ചു പോയി. ഞാൻ ടെക്നീഷ്യൻസിനേക്കാളും ഒക്കെ ക്ഷീണിച്ചു പോയി. ഞങ്ങളെല്ലാവരും ചോക്കായിരുന്നു സാധനങ്ങൾ. ഒരു തരത്തിലും അത് ഞങ്ങളെ ഡീമോറലൈസ് ചെയ്തിട്ടില്ലെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റും. നമുക്ക് ആകെ കൊണ്ടൊരു വാശി, ഇത് വളരെ നിസ്സാര കാര്യമല്ലേ, നമുക്ക് അടുത്ത ലോഞ്ച് വളരെ പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുമെന്നുള്ളൊരു വിചാരമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഡിപ്രഷൻ അല്ല എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അതാണ് ഒരു ഫീൽ. തീർച്ചയായിട്ടും അങ്ങനെയാണ്. കാരണം നമ്മുടെ കൂട്ടത്തിലുള്ളവരും അങ്ങനെ തന്നെയാണ്. കാരണം അന്നത്തെ പ്രോജക്ട് ഡയറക്ടറായിരുന്ന മാധവൻ നായർ, മറ്റാളുകളൊക്കെ നമ്മളോട് അഡ്രസ്സ് ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്നതൊന്നും ഒരു സങ്കടത്തിൻ്റെ അവസ്ഥയിലൊന്നും അല്ല. നമ്മളാരും സങ്കടപ്പെടാറും കരയാറൊന്നും എന്നതിനകത്ത് ആവശ്യമൊന്നുമില്ല. കാരണം ലീഡേഴ്സിനെ ചൂസ് ചെയ്യുന്നില്ല. യു സ്പോക്ക് സോ മച്ച് അബൌട്ട് ISRO ലീഡർഷിപ്പ്. ഇതിനൊരു സ്പെസിഫിക് മാനദണ്ഡമുണ്ട്. ബിക്കോസ് ഓൾമോസ്റ്റ് ഓൾ ദ ലീഡേഴ്സ് ഓഫ് ISRO ഹാവ് ബീൻ സ്റ്റെല്ലാർ റൈറ്റ് ഫ്രം ദ ബിഗിനിങ്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഡസ് ISRO ഗിവ് എ ലോട്ട് ഓഫ് ഇമ്പോർട്ടൻസ് ഓൺ ചൂസിങ് ദ ലീഡേഴ്സ് ഫോർ ദ പ്രോജക്ട്സ്? ഉണ്ടാകുമായിരിക്കും. കാരണം ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നതാണ്, അല്ലാതെ ചൂസ് ചെയ്യുന്നതല്ല. ഇപ്പോൾ ഇതിനകത്ത് ജോയിൻ ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകൾ ജോയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാവരും ലീഡർഷിപ്പിലേക്ക് വരില്ല. അപ്പോൾ അതൊരു പ്രോസസ്സാണ്. അതിനുള്ളിൽ അത് പല കാര്യങ്ങൾ കൊണ്ടാണ് നടക്കുന്നത്. ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നത് ഒന്ന് ഡൊമൈൻ നോളജ്, 2 ടീം വർക്കിനുള്ള സ്കില്ല്, പിന്നെ ഒരു പിയർ റെക്കഗ്നിഷൻ. ഓക്കെ, മറ്റുള്ളവർ അംഗീകരിക്കണം. അപ്പോൾ ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ലല്ലോ, മറ്റുള്ളവർ അംഗീകരിച്ചാലേ കാര്യമുള്ളൂ. അതുപോലെ നമ്മളെല്ലാവരും ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ താഴെയുള്ള ആളുകളെയൊക്കെ ഞാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, അവരെ നെക്സ്റ്റ് ലെവൽ ആളുകൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ചെയിൻ ഓഫ് കമാൻഡ് ഉണ്ട്. അതിൽ ആരൊക്കെ ഇൻട്രസ്റ്റ് എടുക്കുന്നു, ആരൊക്കെ നോട്ട് ഇൻട്രസ്റ്റ് എടുക്കുന്നു, ഇതൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഫീഡ്ബാക്ക് മെക്കാനിസം എപ്പോഴും ഉണ്ട്. അപ്പോൾ ലീഡർഷിപ്പിനെ എപ്പോഴും പിക്ക് ചെയ്യുന്നത് ഈ ഒരു മെക്കാനിസമാണ്. പലപ്പോഴും ഇൻഫോർമൽ മെക്കാനിസമാണ് ഫോർമൽ മെക്കാനിസത്തെക്കാളും സ്ട്രോങ് എന്ന് എനിക്ക് പറയാൻ കഴിയും. പലപ്പോഴും നമ്മൾ ഫോർമൽ മെക്കാനിസം പറഞ്ഞാൽ നമ്മൾ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട്, വർക്ക് ഔട്ട്പുട്ട് ഇതൊക്കെയാണ്. പക്ഷേ ഇൻഫോർമലായിട്ട് നിങ്ങളെ കുറിച്ച് മറ്റുള്ളവരെന്ത് പറയുന്നു അതാണ് നോട്ടീസ് ചെയ്യപ്പെടുന്നതെന്ന് എനിക്കറിയാം. അങ്ങനെയാണ് ഓരോ ലീഡറെ പിക്ക് ചെയ്യപ്പെടുന്നത്. ഇപ്പം ഞാൻ പ്രോജക്ട് ഡയറക്ടർ ആയത് അങ്ങനെയാണ്.
എൻ്റെ സീനിയറായിട്ടുള്ള ആളുകൾ എന്നെ പിക്ക് ചെയ്തതാണ്, ചില റോളുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ്. അങ്ങനെ ചെയർമാൻ ഞാൻ ആയത് ആക്സിഡൻ്റലി അങ്ങനെ ഒരു ദിവസം രാവിലെ വിളിച്ചാക്കിയതല്ല. എനിക്കറിയാം എൻ്റെ സീനിയറായിട്ടുള്ള ആളുകൾ എന്നെ സെലക്ട് ചെയ്തതാണ്. ഔട്ട് ഓഫ് സോ മെനി പീപ്പിൾ ഈ ആൾക്ക് ഇന്ന ജോലികൾ ചെയ്യാനുള്ള കഴിവുണ്ടാവും എന്നുള്ള അവരുടെ ഉറപ്പിൻ്റെ മേലിൽ തരുന്നതാണ്. അതൊരു അങ്ങനെ തന്നെയാണ് ഞാനും ചെയ്യുന്നത്. ഞാനും അതുപോലെ ആളുകളെ പിക്ക് ചെയ്യും. എനിക്ക് പല പല റെസ്പോൺസിബിൾ, കാരണം ഞാനൊരു സക്സസ്ഫുൾ ചെയർമാനാണെങ്കിൽ എൻ്റെ താഴെ ഒരുപാട് ആളുകൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരുണ്ടാവണം, എന്നാലും എനിക്ക് വിജയിക്കാൻ പറ്റും. അപ്പോൾ ഞാനും അതുപോലെ പിക്ക് ചെയ്യും. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് ഏത് ഓർഗനൈസേഷനിൽ നടക്കുന്നതാണ്. പക്ഷേ ISROയിൽ നമ്മൾ നോക്കുന്നത് ഹൈറാർക്കിക്കലല്ല, 2 ടൈം ബൗണ്ട് അല്ല, അതൊരു ട്രാൻസ് ഡൊമൈനാണ്. എല്ലാ ഡൊമൈനുകളും. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന പറയും, ഇന്നാൾ ഫിസിക്സ് ആണ്, ഇന്നാൾ കെമിസ്ട്രി ആണ്, അയാൾ അത് നോക്കില്ല. അപ്പോൾ ലീഡർഷിപ്പ് വരുന്നത് ഈ ഒരു മോർ ദാൻ ടെക്നോളജി. കുറച്ച് കഴിയുമ്പോൾ ടെക്നോളജിയേക്കാൾ കൂടുതൽ മറ്റ് സ്കില്ലുകൾ മാറ്റർ ചെയ്യും. നിങ്ങൾക്ക് നെഗോഷിയേറ്റിംഗ് സ്കില്ല്, ഫോർ എക്സാമ്പിൾ ലീഡർഷിപ്പ് സ്കില്ല്, സ്ട്രാറ്റജൈസിങ് സ്കില്ല്, ഫിനാൻഷ്യൽ സ്കില്ല്, ഇതൊക്കെ മാറ്റർ ചെയ്യും. അപ്പോൾ ഇതെല്ലാം ചിലപ്പോൾ വീക്ക്നെസ് ഉണ്ടാകും. അപ്പോൾ അതിൽ നമ്മൾ ട്രെയിൻ ചെയ്യണം. അവരെയൊക്കെ ചിലപ്പോൾ നമ്മൾ IIM-ലോ അങ്ങനെയുള്ള കോഴ്സുകൾക്ക് വിട്ട് നമ്മളെയൊക്കെ കോച്ച് ചെയ്യും. ഇപ്പോൾ ഞാനൊക്കെ തന്നെ IIM-ലൊക്കെ പല പ്രാവശ്യം കോഴ്സുകൾക്ക് പോയിട്ടുണ്ട്. സോ ദാറ്റ് നമ്മുടെ ഇൻറ്റേർണൽ കേപ്പബിലിറ്റി എവിടെയൊക്കെ ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ യു ഹാവ് ടു മേക്ക് ആൻ ഓവറോൾ പേഴ്സൺ ടു ഹാൻഡിൽ. ഒരാളുടെ IQ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരാളുടെ ഇമോഷണൽ ക്വോഷ്യന്റും ഈ ഒരു ഗ്രോത്ത് ട്രജക്ടറി. EQ കുറിച്ചൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നൊരു സംസാരിക്കാൻ EQ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുപോലെ തന്നെ മറ്റ് പല പല ക്വസ്റ്റ്യനുകളുണ്ട്. EQ ഈസ് വൺ ഓഫ് ദം. ഡെഫിനറ്റ്ലി EQ ഒക്കെ കൂടുതൽ. പക്ഷേ ഞാൻ പലപ്പോഴും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കുള്ളൊരു പേഴ്സൺ സ്കില്ലാണ്, പീപ്പിൾ സ്കില്ലാണ്. പീപ്പിൾ സ്കിൽ ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടത്താൻ പറ്റുള്ളൂ. അൾട്ടിമേറ്റ്ലി ഒരു ടീമിനെ കൊണ്ട് ഔട്ട്പുട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രീംലി ഗുഡ് പീപ്പിൾ സ്കിൽ വേണം. ഒന്ന്, നിങ്ങൾക്ക് ആരെയും ഫയർ ചെയ്യാനാവാത്തൊരു ഓർഗനൈസേഷനാണെന്ന് മനസ്സിലാക്കണം. ആളുകൾ വർക്ക് ചെയ്യുന്നത് പലപ്പോഴും മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ട് മാത്രമാണ്. ദേ വർക്ക് ഫോർ യു. ഇപ്പോൾ എനിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ കൂട്ടത്തിൽ ആളുകൾ വർക്ക് ചെയ്യുന്നത്. സോ ഹൗ ഡു യു മേക്ക് സംബഡി വർക്ക് ഫോർ യു? വാട്ട് മേക്സ് ദം വർക്ക് ഫോർ യു? ആൻഡ് ആ പ്രോസസ്സിൽ ദേ ഓൾസോ സീ സാറ്റിസ്ഫാക്ഷൻ. നോട്ട് ഓൺലി ഫോർ ദം ദേ വർക്ക് ഫോർ യു, ദേ വർക്ക് ഫോർ ദം ഓൾസോ, ബിക്കോസ് ദേ സീ എ പോസിബിലിറ്റി. അപ്പോൾ നമുക്ക് ഡ്രീംസുകൾ കൊടുക്കേണ്ടി വരും ആളുകൾക്ക്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതൊരു ഓർഗനൈസേഷനിലും നിങ്ങൾ ആളുകൾക്ക് ഒരു ഗോൾസ് കൊടുക്കണം. നിങ്ങൾ പലപ്പോഴും പല രീതിയിലാണ് ഗോളുകൾ. കോംപ്ലിമെൻറ്റ്സ് കൊടുക്കണം, ആളുകൾക്ക് റെക്കഗ്നിഷൻ കൊടുക്കണം, ആളുകൾക്ക് റെസ്പോൺസിബിലിറ്റി കൊടുക്കണം. ജോലിയല്ല കൊടുക്കുന്നത്, ടാസ്ക് അല്ല കൊടുക്കുന്നത്. വി ആർ ഗിവിങ് ദം റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഇതൊരു ബുക്ക് നോളജ് അല്ല, ഇതൊരു ട്രെയിനിങ് ആണ്. നമ്മൾക്കെല്ലാം നമ്മുടെ സീനിയറായിട്ടുള്ള ആളുകൾ തന്നൊരു ട്രെയിനിങ് സ്കില്ലുണ്ട്. ചില ആളുകൾ അക്വയർ ചെയ്യും, ചില ആളുകൾ അക്വയർ ചെയ്യില്ല. ദേ വിൽ നോട്ട് സ്റ്റാൻഡ് ദ ടെസ്റ്റ് ഓഫ് ലീഡർഷിപ്പ്. ദേ വിൽ ഫോൾ ഇൻ ബിറ്റ്വീൻ. ഇറ്റ്സ് ഓക്കെ. ഓർഗനൈസേഷൻ ഓൾവേസ് ലൈക്ക് ദാറ്റ്. ആയിരിക്കാം, കാരണം എപ്പോഴും അങ്ങനെയാണല്ലോ. കാരണം ഇറ്റ്സ് കമ്മിങ് ടു എ ഡിഫറെൻറ്റ് ലെവൽ. ചെയർമാൻ എന്ന് പറയുന്നത് ഈ ഒരു ഇൻറ്റേർണൽ ടു ഓർഗനൈസേഷൻ അല്ല, എക്സ്റ്റേണൽ ടു ഓർഗനൈസേഷൻ്റെ ഇൻ്റർഫേസും കൂടെയാണ്. തീർച്ചയായിട്ടും അത്തരം സ്കില്ലുകൾ നോക്കുന്നുണ്ടാവും. നേരത്തെ പറയുന്നതിൽ ഞങ്ങൾ 40 വർഷമായിട്ട് സ്പേസ് ഓർഗനൈസേഷൻ്റെ ഭാഗമാണ്. ഞാൻ S. സോംനാഥ് എന്നൊരു വ്യക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് താങ്കളുടെ ബിഗിനിങ്? വെർ യു ഓൾവേസ് തിങ്കിങ് അബൌട്ട് ദിസ്? കാരണം നമ്മളൊക്കെ പണ്ട് കേട്ടിട്ടുണ്ട് സ്പേസ് ഒരു വലിയ അട്രാക്ഷനായിട്ട് മനസ്സിലുണ്ടായിരുന്നതാണോ, അതോ യാദൃച്ഛികമായി വന്നുപെട്ടതാണോ? TKM പഠിച്ചപ്പോൾ ഇത് സ്പേസ് ഐഡന്റിഫൈ ചെയ്തതാണോ? എങ്ങനെയാണ് S. സോംനാഥിലേക്ക് സ്പേസ് എത്തുന്നത്? എനിക്ക് തോന്നുന്നത്, ഞാൻ റിവേഴ്സ് പോവുകയാണെങ്കിൽ, ഞാൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോഴാണ് സ്പേസിനെ കുറിച്ചുള്ള ഒരു ക്ലിയർ വ്യൂ എനിക്കുണ്ടാവുന്നത്. എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ഞാൻ ISRO ജോയിൻ ചെയ്യണമെന്നുള്ള ഒരു തീരുമാനം ഞാൻ എടുത്തിരുന്നു. അത് ഉറപ്പാണ്. കാരണം അല്ലെങ്കിൽ ഞാനൊരു കോഴ്സ്, പ്രൊപ്പൽഷൻ എന്നൊരു കോഴ്സ് എൻ്റെ കോളേജിനോട് ആവശ്യപ്പെട്ട് ഓർഗനൈസ് ചെയ്യില്ലായിരുന്നു. അപ്പോൾ എൻ്റെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഫൈനൽ ഇയറിൽ ഓപ്ഷണൽ കോഴ്സുകൾ എടുക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഓപ്ഷണൽ കോഴ്സുകളൊക്കെ എടുക്കുക. അപ്പോൾ അവൈലബിൾ കോഴ്സുകളൊക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ പഠിച്ച് മാർക്ക് കൂടുന്ന കിട്ടുന്ന കോഴ്സ് എടുക്കാം എന്നുള്ളതാണ് എല്ലാവരുടെയും പ്ലാൻ. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, എനിക്ക് റോക്കറ്റിൻ്റെ പ്രൊപ്പൽഷൻ്റെ കോഴ്സ് എനിക്ക് വേണം, അവിടെ പഠിപ്പിക്കാൻ ആരുമില്ല. അപ്പോൾ ഞാനൊരു സാറിൻ്റെ അടുക്ക ചെന്നു, മധുസൂദൻ പിള്ള സാറിൻ്റെ അടുക്ക ചെന്ന് പറഞ്ഞു എനിക്ക് കോഴ്സ് പഠിപ്പിക്കാം. അപ്പോൾ പുള്ളി പറഞ്ഞു ഞങ്ങൾ പഠിപ്പിക്കാം, പക്ഷേ എനിക്ക് പറഞ്ഞുകൂടാ, എനിക്ക് പഠിക്കണം. ശരി, അപ്പോൾ അദ്ദേഹം പഠിച്ചിട്ട് കോഴ്സ് ഓഫർ ചെയ്യൂ. അന്ന് കോളേജിനെ കൊണ്ട് അപ്രൂവ് ചെയ്യിച്ച് ആ കോഴ്സ് ഓഫർ ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആളുകൾ പുറകെ നടന്ന് 10 പേരെയും കൂടെ അതിനകത്ത് ചേർത്ത് ആ കോഴ്സ് ഞാൻ പഠിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് എൻ്റെ ഉള്ളിൽ ആഗ്രഹമായിരിക്കണം, എനിക്ക് ആ സാധനം പഠിച്ച്
റോക്കറ്റിനെ കുറിച്ച് പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജിൽ TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലാണ് സംഭവിച്ചത്. ഇന്ന് ഞാൻ ആ സാറിന് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ചെയ്യും. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ അന്ന് ആപ്ലിക്കേഷൻ വന്നപ്പോൾ ISRO എഞ്ചിനീയേഴ്സിന് എടുക്കുന്ന ആപ്ലിക്കേഷൻ ഞാനാണ് പേപ്പറിൽ ചെറിയൊരു അഡ്വർടൈസ്മെൻറ്റിനെ നമ്മൾ ആപ്ലിക്കേഷൻ ഫോമൊക്കെ ടൈപ്പ് ചെയ്ത്, അന്ന് കമ്പ്യൂട്ടറൊന്നും ഇല്ലാത്ത കാലമാണ്, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ടൈപ്പ് ചെയ്ത് അതിൻ്റെ സൈക്ലോസ്റ്റൈൽ ചെയ്ത് കോപ്പി ഒട്ടാക്കി ക്ലാസ്സിലൊക്കെ കൊണ്ട് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് 2 രൂപ ആപ്ലിക്കേഷനിൽ എല്ലാവരെയും കൊണ്ട് അപ്ലൈ ചെയ്ത് പോസ്റ്റൽ ഓർഡർ 2 രൂപയുടെ പോസ്റ്റൽ ഓർഡർ അറ്റാച്ച് ചെയ്യണം. അങ്ങനെ ഞാൻ 10-15 പേരെ കൊണ്ട് അപ്ലൈ ചെയ്തിട്ട് ISRO ഞങ്ങളെല്ലാം കൂടെ വന്ന് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു. അപ്പോൾ എനിക്ക് ഐ വാസ് ടേക്കിംഗ് ലീഡർഷിപ്പ് ഫോർ എവരി വൺ ടു വന്ന് അപ്ലൈ ചെയ്ത് ജോലി ISRO ജോലി. അന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ 5 പേർക്ക് ജോലി കിട്ടി. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് ഞാൻ അന്ന് ഡെവലപ്പ് ചെയ്തത്. പക്ഷേ അതിന് മുമ്പ് നോക്കിയാൽ അതൊന്നുമില്ലായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലൊന്നും ISROയെ കുറിച്ചോ സ്പേസിനെ കുറിച്ചോ എനിക്കൊരു അറിവുമില്ലായിരുന്നു. കാരണം അറിവുള്ള സാഹചര്യങ്ങളിൽ നിന്നല്ല ഞാൻ വന്നതുകൊണ്ടാണ്. അല്ല, ഞാനൊരു വില്ലേജ് ബാക്ക്ഗ്രൗണ്ടാണ്. പക്ഷേ വില്ലേജ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലഘട്ടം ഇന്ന് കമ്പയർ ചെയ്യുന്നതിൽ കാര്യമൊന്നുമില്ല. ഒരുപാട് അന്ന് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ കറണ്ടൊന്നും ഇല്ലാത്തൊരു ഗ്രാമത്തിൽ നമ്മൾ മലയാളം മീഡിയം സ്കൂളിൽ പഠിക്കുന്ന ഒരു കാലഘട്ടം. ഞാൻ വീട്ടിൽ കറണ്ട് വരുന്നത് തന്നെ ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ ശേഷമാണ്. അപ്പോൾ നമ്മൾ പക്ഷേ ഒരുപാട് വായിക്കുന്നൊരു ഫാമിലി ആയിരുന്നു. കാരണം എൻ്റെ അച്ഛൻ അധ്യാപകനായിരുന്നുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് വായിച്ചിരുന്നു. വായിച്ചെന്ന് വെച്ചാൽ എല്ലാത്തരം സാധനങ്ങളും വായിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ റീസണബിളി ഞാൻ തോന്നുന്ന വിദ്യാഭ്യാസത്തിൽ നന്നായിരുന്നു. പൊതുവെ സ്കൂള് സാധാരണ സ്കൂളാണ്, പക്ഷേ 20% പാസ്സാകുന്ന സ്കൂളാണ്. പക്ഷെ അവിടെ നിന്ന് ഞാൻ സ്റ്റേറ്റ് ഫസ്റ്റ് ആയിരുന്നു സയൻസിൽ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സിലൊക്കെ. അങ്ങനെയാണ് ഞാൻ അടുത്ത പ്രീ ഡിഗ്രിയൊക്കെ പഠിച്ചു. പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴും എനിക്ക് എഞ്ചിനീയറിംഗ് പഠിക്കണമെന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല. എഞ്ചിനീയറിംഗ് ഞാൻ കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ അന്ന് പ്രീ ഡിഗ്രി മഹാരാജാസിൽ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്മേറ്റുകളൊക്കെ IIT എൻട്രൻസ് ഒക്കെ എഴുതുമ്പോഴും ഞാൻ നോക്കിയിരിക്കുകയാണ്. കാരണം എനിക്ക് ഇങ്ങനെ ഒരു സാധനത്തെക്കുറിച്ച് വലിയ ബോധമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ്സുകളൊക്കെ IIT ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കാണിക്കും, അവർ പരീക്ഷ പോകും, അവിടെ കോച്ചിങ് ക്ലാസ്സിന് പോകുന്നുണ്ട്, എറണാകുളത്ത് ചുറ്റുമൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ. ഞാനൊരിടത്തും പോലും, ഞാൻ ക്ലാസ് കഴിയുമ്പോൾ വീട്ടിൽ വരും. കാരണം ട്യൂഷൻ വിടുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ എനിക്ക് ചിന്തിക്കാനാവില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു BSc ഒക്കെ പഠിച്ച് ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ പഠിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ BScയുടെ ഫോമൊക്കെ വാങ്ങിച്ച് അപ്ലൈ ചെയ്തൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഒരാൾ വന്ന് എന്നോട് പറയുന്നത്, ഇങ്ങനെ എഞ്ചിനീയറിംഗ് ഉണ്ട്, നീ എന്താ അപ്ലൈ ചെയ്യാത്തതെന്ന് ചോദിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അദ്ദേഹം എനിക്ക് ആപ്ലിക്കേഷൻ കൊണ്ടുവന്ന് തന്ന് ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തത് കൊണ്ട് അദ്ദേഹം കൊണ്ട് അപ്ലൈ ചെയ്തു. എൻ്റെ ഒരു അച്ഛൻ്റെ സുഹൃത്ത് അദ്ദേഹം അപ്ലൈ ചെയ്തുകൊണ്ട് ഞാൻ എഞ്ചിനീയറായി. അല്ലെങ്കിൽ ഞാൻ എഞ്ചിനീയറും ആവില്ലായിരുന്നു. ഒന്നുമില്ല. അന്ന് എനിക്ക് ഞാൻ പറയട്ടെ, ഞാനൊരു ജനറൽ നോളജിൽ വളരെ ഹൈ ആയിരുന്നു. കാരണം ഞാനൊരു ക്വിസറായിരുന്നു. കോളേജിലും സ്റ്റേറ്റിലും ഡിസ്ട്രിക്റ്റിലൊക്കെ ക്വിസ് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കും, ടോപ്പറായിരുന്നു. സയൻസിൽ ടോപ്പറായിരുന്നു. പക്ഷെ ഇതൊന്നും കൊണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത് ആരുമില്ല നമ്മളെ പറഞ്ഞു തരാൻ. ഓക്കെ, എൻ്റെ അച്ഛൻ ടീച്ചറാണെങ്കിൽ പോലും എൻ്റെ അച്ഛനും അവയർനെസ് കുറവാണ്. അദ്ദേഹത്തിന് എഞ്ചിനീയറിങ്ങിനെ കുറിച്ചോ സ്പേസിനെ കുറിച്ചോ ഇങ്ങനൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചോ കരിയർസിനെ കുറിച്ചോ ഒന്നും അറിയില്ല. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഞാനൊരു സ്കൂൾ ടീച്ചർ ആവണം. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ഗോൾ. അതാണ്. ഓക്കെ, ഞാൻ ഫിസിക്സോ മാത്സോ പഠിച്ചിട്ട് സയൻസ് പഠിപ്പിക്കുന്ന അദ്ദേഹം ഒരു ലാംഗ്വേജ് ടീച്ചറാണ്. അദ്ദേഹത്തിൻ്റെ ഗോൾ ഞാനൊരു സ്കൂൾ ടീച്ചർ ആവണം. അത് സഫീഷ്യൻ്റ്ലി ഹൈ, സ്കൂളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചിട്ട്. അപ്പോൾ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷും എൻ്റെയും വിഷ്. അപ്പോൾ അതിൻ്റെ അപ്പുറമുള്ള ഒരു ലോകത്തെക്കുറിച്ച് അറിവില്ലായ്മയായിരുന്നു അതിൻ്റെ പ്രശ്നം. കാരണം നമുക്ക് കിട്ടുന്ന അറിവ് പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവ് മാത്രമാണ്. പക്ഷേ കരിയർ ഗൈഡൻസ് അല്ലെങ്കിൽ അതൊന്നും ഇല്ലാതിരുന്നത് വലിയൊരു നഷ്ടമാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ IIT എഴുതി കിട്ടിപ്പോയേനെ. കാരണം അത് പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ കിട്ടിയാൽ. എനിക്കറിയാം അങ്ങനെ ഒരുപാട് പേര് ചുറ്റുവട്ടത്തുണ്ടായിരുന്നു. എൻ്റെ ക്ലാസ്സിലുള്ളവരൊന്നും അത്ര മോശക്കാരൊന്നുമില്ല, എല്ലാവരും ബ്രൈറ്റ് സ്റ്റുഡൻസ് ആണെന്ന് എനിക്കിപ്പോഴും അറിയാം. പലരും വഴിയിൽ തടഞ്ഞു പോയത് ഇതുകൊണ്ടാണ്. എൻ്റെ ക്ലാസ്സിൽ നിന്ന് തന്നെ 10ാം ക്ലാസ്സിൽ നിന്ന് 3 കുട്ടികളെങ്കിലും എഞ്ചിനീയറിംഗ് പാസ്സായിട്ടുണ്ട്. എല്ലാവരും ഇതേ ബാക്ക്ഗ്രൗണ്ടിലുള്ളവരാണ്. ISRO has got a history of employing people from such backgrounds. Like for example, ഇപ്പോഴത്തെ ഡയറക്ടർ പോലും he's come from a എല്ലാവരും അതെ. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ TKMലൊക്കെ പഠിക്കുമ്പോൾ എനിക്കറിയാം എൻ്റെ ക്ലാസ്സിലുള്ള ഒരു മെജോറിറ്റി ആർ ഫ്രം സിമിലർ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ എൻ്റെ ഒരു എക്സെപ്ഷൻ ഒന്നും അല്ല, അത് അന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. ഇസ്രോയുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. ഇസ്രോ എടുത്തിരുന്നത് അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിട്ട് ആളുകളെ എടുത്തുകൊണ്ടിരുന്നു. ഇപ്പോൾ എന്നെ റിക്രൂട്ട് ചെയ്ത സമയത്ത് എനിക്കറിയാം ആ വർഷം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾ നാസയിൽ ജോയിൻ ചെയ്തു. ആ വർഷം 1985 സെക്കൻഡ് റാങ്ക് കിട്ടിയ ആളാണ് ഞാൻ. ISRO ജോയിൻ ചെയ്തു.
3rd റാങ്ക് കിട്ടിയ ആൾ ISRO ജോയിൻ ചെയ്തു, 4th റാങ്ക് കിട്ടിയ ആൾ ISRO ജോയിൻ ചെയ്തു. ഓക്കെ, ആ 3rd റാങ്ക് കിട്ടിയ ആളാണ് ഗിരി. എൻ്റെ ബാച്ചിൽ അദ്ദേഹം GSLന്റെ പ്രോജക്ട് ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്തു. 4th റാങ്ക് കിട്ടിയ ആളാണ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർ, എൻ്റെ അതേ ബാച്ചിൽ. അദ്ദേഹം ഇന്ന് VSSA ഡയറക്ടറാണ്. അപ്പോൾ ഞങ്ങളെല്ലാം ഒരേ ഇയറിൽ റാങ്ക് ഹോൾഡേഴ്സാണ്. ഓക്കെ, അപ്പോൾ അന്ന് ISRO റിക്രൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് എല്ലാം അക്കാഡമിക്കലി ടോപ്പായ ആളുകളെയാണ്. പക്ഷേ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻട്രൻസ് ടെസ്റ്റ് ബേസ്ഡ് ആയി. ഇപ്പോൾ അങ്ങനത്തെ ഒരു ഇവാലുവേഷൻ അല്ല, ഇന്ന് ടെസ്റ്റ് എഴുതാൻ കഴിവുള്ളവരാണ് ജോബ് ഇതിലേക്ക് വരുന്നത്. അങ്ങനെയുള്ള മാറ്റങ്ങളേ ഉള്ളൂ. ഈ പറഞ്ഞ DTIL പഠിക്കുമ്പോൾ ഇസ്രോയിലേക്ക് ജോയിൻ ചെയ്തു, അത് കഴിഞ്ഞുള്ള ഒരു ജേർണി എങ്ങനെയാണ്? ഇസ്രോയിൽ ജോയിൻ ചെയ്തപ്പോൾ ഒരു കംപ്ലീറ്റ്ലി പരിചിതമല്ലാത്ത ഒരു ലോകത്താണല്ലോ. ഇല്ല, അത് നാച്ചുറലി അഡോപ്റ്റഡ് ആണ്. ഇപ്പോൾ ഞാൻ പറയാമല്ലോ, ഇപ്പോൾ PSLVയിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ എനിക്കറിയാം, ഞാൻ ISRO ജോയിൻ ചെയ്ത ദിവസം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഓഗസ്റ്റ് 5, 1985 ഞാൻ ജോയിൻ ചെയ്യുന്ന ദിവസം ഡോക്ടർ രാമനാഥൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു ഞങ്ങളെല്ലാം ജോയിനിങ് ഇൻ്റർവ്യൂ നടത്തിയ ആൾ. അദ്ദേഹം ഡോക്ടർ സുബ്രഹ്മണ്യ ചന്ദ്രശേഖരൻ്റെ ബ്രദറാണ്, നോബൽ ലോറേറ്റ്. അദ്ദേഹം ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു, അദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് എവിടെ ജോയിൻ ചെയ്യണം, എന്ത് ചെയ്യണം? അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പോകേണ്ടത് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്ന ഒരു സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞു. അതാണ് ഞാൻ ആവശ്യപ്പെട്ടത്. ഐ വാണ്ട് ടു ഗോ വേർ സംതിങ് ഹാപ്പൻസ്. അപ്പോൾ എന്നെ അദ്ദേഹം വിട്ടത് PSLV പ്രോജക്റ്റിലേക്ക് പോകുക. എന്നാൽ അങ്ങനെ സംതിങ് ഹാപ്പനിങ് പ്ലേസ് അതാണല്ലോ. അങ്ങനെ ഞാൻ അവിടെ പോയത്, അല്ലാതെ ഞാൻ എനിക്ക് ഇന്ന റിസർച്ച് ചെയ്യണമെന്നോ ഒന്നുമല്ല ഞാൻ ആവശ്യപ്പെട്ടു. സോ ഹി സെൻഡ് മീ ടു ദ റൈറ്റ് പ്ലേസ്. PSLV പ്രോജക്റ്റിലേക്ക് വിട്ടു. PSLV പ്രോജക്റ്റിൽ ചെന്നാണ് ഞാൻ മാധവൻ നായർ സാറിനെ കാണുന്നത്, മറ്റാളുകളെ ഡോക്ടർ ശ്രീനിവാസൻ മുതലായ ആൾ. പിന്നെയുള്ള 10 വർഷം PSLV പ്രോജക്റ്റിലായിരുന്നു. വലിയമല എന്ന് പറയുന്ന പുതിയ സെൻറ്റർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്, കൺസ്ട്രക്ഷൻ നടക്കുന്ന ആ സമയത്താണ്. സോ ദാറ്റ് വാസ് മൈ ബാച്ചുലർ ലൈഫ്. സോ I was in office only, nothing else other than office work. 10 years of my life. So that was a full in rocket design development work. So after that launch only I even thought about marriage. 1994. After that I got married. So അത് നല്ലൊരു ലൈഫായിരുന്നു ആ സമയത്ത്. ഒരു എക്സൈറ്റിംഗ് ടീം, ഓൾ യങ് പീപ്പിൾ, ജസ്റ്റ് റിക്രൂട്ടഡ്. ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് സീനിയർ ആളുകൾ, കൂടുതലും യങ്സ്റ്റേഴ്സ്. അപ്പം അങ്ങനെയുള്ളൊരു വലിയൊരു ടീമിൻ്റെ കൂടെ ഉണ്ടല്ലോ, സോഷ്യൽ ലൈഫൊക്കെ ഉണ്ട്. പക്ഷെ അതൊരു ലിമിറ്റഡ് സർക്കിളിലാണ്. പക്ഷെ ഇന്നൊരുപാട് വ്യത്യാസമുണ്ട്, ഇന്ന് പണ്ടത്തെ പോലെ ഒന്നും. ഞങ്ങളൊക്കെ അന്ന് സോഷ്യൽ ലൈഫ് വളരെ കുറവാണ്. പക്ഷേ എനിക്കറിയാം, ഞാൻ എൻ്റെ സോഷ്യൽ ലൈഫ് ട്രിവാൻഡ്രത്ത് ഏറ്റവും അധികം എൻജോയ് ചെയ്ത സോഷ്യൽ ലൈഫ് ഉള്ള ഒരാൾ തന്നെയാണ് ഞാനും. 1980s ഫിലിം സൊസൈറ്റി മൂവ്മെൻറ്റുകളിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് ഞാൻ. കാണാത്ത സിനിമകളില്ല ട്രിവാൻഡ്രത്ത്. ഫിലിം സർക്കിള്, കലാഭവൻ, കൈരളി, ടാഗോർ തിയേറ്ററിൽ എല്ലാ ദിവസവും വൈകുന്നേരം എന്നെ കാണുമായിരുന്നു. ഇസ്രോയിലുണ്ട് പല സ്പാർക്ക്, സ്പെക്ട്രം എന്നൊക്കെ ഒരുപാട് ഫിലിം ക്ലബ്ബുകളുണ്ടായിരുന്നു. അന്ന് കണ്ടു തീരാത്ത എല്ലാ ക്ലാസിക്കൽ ഫിലിമുകളും ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ നടന്നിട്ടുള്ള സൂര്യ ഫെസ്റ്റിവലുകൾ, അന്ന് സൂര്യ കൃഷ്ണമൂർത്തി നമ്മുടെ ISRO എന്നുള്ള ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ അതിൽ മെമ്പറായിരുന്നു. അന്ന് സകല മാന ഡാൻസ് പ്രോഗ്രാം, അല്ലാത്ത പ്രോഗ്രാം. അപ്പോൾ അതുപോലെ ട്രെക്കിങ്, അഗസ്റ്റ് കൂടുതൽ ഞാൻ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ ദർ ഈസ് സോ മച്ച് ഓഫ് ലൈഫ്. ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടേതായ ഒരു കമ്പനി ഉണ്ട്. വിശ്വാസിയായ ഒരു സയന്റിസ്റ്റാണ്. എങ്ങനെ ഈ വിശ്വാസവും അതാര് പറഞ്ഞു? You are famously known to be a very spiritual person. That is different. ഞാനൊരു വിശ്വാസി അല്ല. ഞാനൊരു സ്പിരിച്വൽ എന്നൊരു വാക്കൊരു സിമ്പിൾ വാക്കായി പോയെന്ന് മാത്രമേ ഉള്ളൂ. ഞാനൊരു വിശ്വാസിയല്ല, ഞാനൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്നെ വിശ്വാസികളുടെ കൂട്ടത്തിൽപ്പെടുത്തരുത്. Credited with making one very obscure temple famous in Trivandrum. പൗർണമിക്കാവ് പോലൊരു ടെമ്പിളിനെ ഇത്രയും ഫെയിമിൽ കൊണ്ടുവന്ന ഒരാളാണെന്നുള്ളൊരു ഖ്യാതി സാറിനുണ്ട്. അല്ല, ഞാൻ ടെമ്പിളുകളിലൊക്കെ പോകുന്ന ഒരാളാണ്. ടെമ്പിളിൽ പോകുന്ന പല ഉദ്ദേശങ്ങൾ കൊണ്ടാണ്. കാരണം ടെമ്പിൾ എന്ന് പറയുന്നത് ഒരു ജനറേഷൻ്റെ ഒരു ബാക്കിയിരിപ്പ് സാധനമാണ്. പുതിയ ടെമ്പിളുകളും അതുപോലെ തന്നെയാണ്. നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ് ടെമ്പിളുകൾ. അവിടെ ഞാൻ പോകുന്നത് ഈശ്വരനെ കാണാനോ പ്രാർത്ഥിക്കാനോ ഒന്നും അല്ല. അവിടെ ഞാൻ പോകുന്നത് നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് അവിടെ പോകുന്നതാണ്. അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും കിട്ടും എന്നൊന്നും എനിക്കൊരു വിശ്വാസമൊന്നുമില്ല. അങ്ങനത്തെ ഒരു കൺസെപ്റ്റിന് വേണ്ടി പോകുന്നതുമല്ല. അപ്പോൾ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണം ഞാനൊരു വിശ്വാസിയാണെന്ന്. ഞാൻ എൻ്റെ സ്പിരിച്വൽ പ്രോസസ്സിലെ ഒരു ഭാഗമാണ്.
What is your spiritual process? എൻ്റെ സ്പിരിച്വൽ പ്രോസസ്സിൻ്റെ എസെൻഷ്യലി ഞാനൊരു അന്വേഷകനാണ്, എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഇൻകംപ്ലീറ്റ് ആണ്. ഓക്കെ, ഇൻകംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യനുകൾ മാത്രം ബാക്കി, ഉത്തരങ്ങളില്ലാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ആ ഉത്തരങ്ങൾക്ക് കിട്ടാൻ എളുപ്പമല്ല എന്ന് എനിക്കറിയാം. പക്ഷെ അത് കണ്ടെത്തിയേ പറ്റൂ. കാരണം ഒരു ലൈഫ് ടൈമിൽ കണ്ടെത്താൻ പറ്റുമെന്നൊന്നും എനിക്ക് വലിയ ഗ്യാരണ്ടിയൊന്നുമില്ല. ബട്ട് ഫോർ എക്സാമ്പിൾ നമുക്കെല്ലാം അറിയാവുന്ന ചോദ്യങ്ങളുണ്ടല്ലോ, ഹുവാമായി, ദൈവത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് എന്താണ്, വാട്ട് ഈസ് ഗോഡ്. കഴിഞ്ഞ ദിവസം ഞാൻ രമണ മഹർഷിയുടെ ഒരു കാര്യം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമുക്കൊന്നും ഉത്തരങ്ങളൊന്നുമില്ല. അതുപോലെ ഈവൻ സയൻറ്റിസ്റ്റ് എന്ന നിലയിൽ പോലും പല കാര്യങ്ങളും ക്ലാരിറ്റി ഇല്ല നമുക്ക്. ഞാനൊരു ആസ്ട്രോഫിസിസ്റ്റൊന്നും അല്ല, എന്നാൽ പോലും കുറേയൊക്കെ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഉത്തരങ്ങളില്ലാത്തൊരു തലത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉത്തരങ്ങൾ മനസ്സിലാക്കാനായിട്ട് ആർക്ക് കഴിയും? എനിക്കറിയില്ല. സയൻസിന്റെ ലിമിറ്റേഷൻ എന്താണ്? അറിവിൽ ലിമിറ്റേഷൻ ഉണ്ടാകുമായിരിക്കാം, പക്ഷേ ആ ലിമിറ്റേഷനെ കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ള ഒരാളൊന്നും അല്ല ഞാൻ. എൻ്റെ സയൻസിനെ കുറിച്ചുള്ള അറിവ് ഞാൻ വായിച്ചറിയുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനൊരു എഞ്ചിനീയർ ആയതുകൊണ്ട് എക്സ്പീരിയൻസ് അറിഞ്ഞു ചെയ്യുന്ന കുറേ കാര്യങ്ങൾ. അതുകൊണ്ട് എൻ്റെ അറിവ് പൂർണ്ണമൊന്നുമല്ല. ബട്ട് ഈ പൂർണ്ണമല്ലാത്ത അറിവ് തന്നെ എനിക്കറിയാം അതൊരു വലിയ കോംപ്ലക്സ് സാധനമാണ്, അറിയാനായിട്ടുള്ളൊരു പ്രോസസ്സ്. ഇനി ഒരുപാട് അറിയാനുണ്ട്. അതിൻ്റെ ലൈഫ് ടൈമിൽ ഇതിന് സാധ്യമാകുമെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. പിന്നെ നിങ്ങൾ ടെമ്പിളിൽ എന്തിനു പോകണോ, നിങ്ങൾക്കൊരു റാഷണലിസ്റ്റ് ആയിട്ട് ഇരുന്നൂടെ എന്നൊക്കെ ചോദിക്കാം. അറിവിനെ മാത്രം അന്വേഷിച്ചുകൊണ്ടിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ആ പ്രോസസ്സിലൂടെ മാത്രം കംപ്ലീറ്റ് ആകാൻ സാധിക്കുമെന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു രണ്ടും ആവശ്യമുണ്ട് എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു അറിവ്, വായനയൊക്കെ ഉണ്ടാവണം. കാരണം അത് വായനയിലൂടെ കിട്ടുള്ളൂ, പിന്നെ ചിന്തിക്കുന്നതിലൂടെ കിട്ടാം. മറ്റേ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു എൻക്വയറി പ്രോസസ്സ്, അതായത് സ്വയം കണ്ടെത്താനുള്ള കഴിവ്. നമ്മൾ ആലോചിക്കുന്ന പോലെ സ്പിരിച്വൽ പ്രോസസ്സ് നമ്മൾ സിംപ്ലിഫൈ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള ചിന്തിക്കണം. നമ്മൾ പലപ്പോഴും ഉത്തരങ്ങളൊന്നും പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടൊന്നുമില്ല, അമ്പലത്തിലും ഇല്ല, സ്വാമിമാരുടെ അടുക്കലും ഇല്ല. അപ്പോൾ നമ്മൾ സ്വയം കണ്ടെത്തേണ്ട ഒരു സാധനമാണ്. അപ്പോൾ സ്വയം കണ്ടെത്താനുള്ളൊരു പ്രോസസ്സിലാണ് ഞാൻ. അത് വയസ്സ് ഇത്രയായി, ഇനി ബാക്കിയുള്ള ഉള്ള സമയത്ത് കണ്ടെത്താൻ പറ്റുമെന്ന് വിചാരിച്ചോടെ നടക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ISRO കേസ് അറിഞ്ഞുണ്ട്. പക്ഷെ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിലൊക്കെ അവിടെ വിസിറ്റ് ചെയ്ത ഒരാൾ പറഞ്ഞാണ് അവിടെയും പൂജകളൊക്കെ നടക്കാറുണ്ട് എന്തെങ്കിലും മേജർ ഇതിന് ലോഞ്ചിന് മുമ്പായിട്ട്. അതിന് തെറ്റെന്താണ്? കാരണം പൂജ നടത്താം. കാരണം പൂജ എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറിൽ എലിമെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ ജനിച്ചു വിടുന്ന ഒരു കുടുംബവും നമ്മൾ കണ്ട് തീർന്നൊരു സംസ്കാരമുണ്ട്. നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് ചില സംസ്കാരങ്ങളിലൂടെയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് ചിന്തിച്ചിട്ട് ആ സംസ്കാരം ശരിയല്ല എന്നോ അത് ഫോളോ ചെയ്യേണ്ടതെന്നോ നിങ്ങൾക്ക് തീരുമാനിക്കാം. അതിൻ്റെ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പക്ഷേ നമ്മൾ അതിൽ കൂടെയാണ് കടന്നു വന്നത്. ഓരോരുത്തരും ജനിച്ചൊരു കുടുംബത്തിൻ്റെയും സൊസൈറ്റിയുടെയും ഫാമിലിയുടെയും രാജ്യത്തിൻ്റെയും സംസ്കാരത്തിലൂടെ വന്നിരിക്കുന്നത്. അതിനെ നെഗേറ്റ് ചെയ്യുന്നത് നല്ലൊരു സ്മാർട്ടായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചെയ്യാം, അതിനെക്കുറിച്ച് സ്വന്തമായിട്ട് ചിന്തിക്കാം, തീരുമാനിക്കാം, അഡോപ്റ്റ് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ്. നിങ്ങൾ മാത്രമല്ല ജീവിക്കുന്നത്, നിങ്ങളുടെ ഒപ്പം സുഹൃത്തുക്കളുണ്ട്, കൂട്ടുകാരുണ്ട്, സമൂഹമുണ്ട്. ഇവരുടെ ഒപ്പമാണ് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കേണ്ടത്. ആ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ സ്വന്തം അടിച്ചേൽപ്പിക്കാനാവില്ല. അപ്പോൾ ആ അടിച്ചേൽപ്പിക്കുന്നത് എഗൻസ്റ്റാണ് ഞാൻ. അപ്പോൾ ഏത് തരത്തിലുള്ള സാധനങ്ങൾ ആരെയും അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ആരെങ്കിലും പൂജ ചെയ്യുമ്പോൾ ശരിയല്ല, ഈ ഇതിനുള്ളിൽ പൂജ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയേണ്ട ആവശ്യം എനിക്ക് തോന്നാറില്ല. കാരണം ഈ റോക്കറ്റ്, ഇപ്പോൾ ഉദാഹരണം റോക്കറ്റ് നിർമ്മാണമോ ഏതെങ്കിലും പ്രധാനപ്പെട്ട ക്രിട്ടിക്കൽ നിർമ്മാണ സമയത്ത് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തതിന് മുമ്പ് ആരെങ്കിലും പൂജിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും ഒരേ തലത്തിൽ ചിന്തിക്കുന്നവരായിരിക്കണമെന്നില്ല. എന്നെ സംബന്ധിച്ചുള്ള പേഴ്സണലി പൂജ ഇമ്പോർട്ടൻ്റ് അല്ലായിരിക്കാം. എനിക്ക് തിരിച്ചറിയാൻ കഴിയും ആ പൂജ കൊണ്ട് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും ഉണ്ടാകുന്നുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. പക്ഷേ അങ്ങനെ ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളുകളുടെ സൈക്കോളജിയെ ഇല്ലാതാക്കാൻ ഞാൻ ആളല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള സമയത്ത് അവരുടെ ഒപ്പം നിൽക്കുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്യും. ഇപ്പം ഞാൻ ഈ ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ ആ ദേവിയാണ് എനിക്കെല്ലാം തരുന്നതെന്നും എന്നെ രക്ഷിക്കുന്നതെന്നും വിശ്വസിക്കുന്നവരുണ്ട്. അവരെ ഞാൻ കുറ്റം പറയില്ല. എന്നാൽ ഞാനവിടെ നിൽക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കണമെന്ന് എന്നോട് നിർബന്ധിക്കാനാവില്ല ആർക്കും. ഞാനവിടെ നിൽക്കുന്നത് മറ്റ് ചില കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ എന്നെ രക്ഷിക്കാൻ ആവശ്യപ്പെടാനല്ല ഞാൻ അവിടെ നിൽക്കുന്നത്. ചില സമയത്ത് അത് കോൺട്രഡിക്ടറി അല്ലേ? ഇപ്പോൾ ഈ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ്, ഇപ്പോൾ നമ്മളുടെ റോക്കറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നു, അതിനു മുന്നേ ഒരു പച്ചമുളകും ഒരു നാരങ്ങയും ഉപ്പും ഒക്കെ കെട്ടിയിട്ടാൽ ഞാനത് ഒരു സിംബോളിക്കായി ചോദിക്കാനാണ്. അത് എന്തോ ആവട്ടെ, അത് ചെയ്താൽ
റോക്കറ്റിന്റെ കേടുപാടൊന്നും വരില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരത് ചെയ്യുന്നത് അവരുടെ ഒരു വാസന നമ്മൾ പറയുന്ന സിമ്പിൾ വാക്കിൽ പറഞ്ഞാൽ അവർ ജീവിച്ചു വന്ന ചുറ്റുപാടുകളിലൂടെ അവർ കണ്ടെത്തിയ ചില കാര്യങ്ങൾ. അവർ നിങ്ങൾ പച്ചമുളക് വയ്ക്കേണ്ടെന്ന് പറഞ്ഞാൽ അവർ മനസ്സിൽ വിചാരിക്കും അത്. കാരണം അവരങ്ങനെയാണ് ആ സമൂഹത്തിലൂടെ വളർന്നു വന്നിട്ടുള്ളത്. അവർക്ക് ആ പൂജ അവരുടെ മനസ്സിനെ ദേ വിൽ പുട്ട് ഇറ്റ് അറ്റ് ഈസ്. ആ മനുഷ്യൻ അൾട്ടിമേറ്റ്ലി ഒരു സമൂഹ ജീവിയാണ്. ആ സമൂഹ ജീവിയുടെ ഒപ്പം നിന്നേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നമുക്ക് നോക്കേണ്ട ഒരു കാര്യം, അത് നിങ്ങളെ ഹാം ചെയ്യുന്നുണ്ടോ, അത് നിങ്ങളുടെ പ്രോസസ്സുകളെ ഇല്ലാതാക്കുന്നുണ്ടോ, അത് സൊസൈറ്റിയുടെ ഹാർമണി അഫക്റ്റ് ചെയ്യുന്നുണ്ടോ, അത് സഹജീവികളുടെ ജീവിതത്തിനെ ട്രബിൾ ചെയ്യുന്നുണ്ടോ, ഇത് മാത്രം നോക്കിയാൽ മതി. അതല്ലാത്തിടത്തോളം കാര്യം മറ്റൊരു കാര്യം നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. അത് ഒരു സ്വാതന്ത്ര്യമാണ്. പിന്നെ ഇത് സർക്കാർ ഓഫീസാണ്, ഇതിനുള്ളിൽ അത് ചെയ്യാൻ പാടില്ല. സർക്കാർ ഓഫീസിൽ മരിക്കുന്നത് മനുഷ്യന്മാരാണ്. മനുഷ്യന്മാരുടെയും അവരുടെ മനസ്സിൻ്റെയും അവരുടെ ചിന്തകളുടെയും അവരുടെ മോട്ടിവേഷനും എല്ലാം കൂടെ ചേർന്നാണ് ആ സാധനം നടക്കുന്നതല്ല. അല്ലാതെ അവർ യന്ത്രങ്ങളായിട്ടല്ല. സർക്കാർ ഗൈറ്റ് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ യന്ത്രങ്ങളെ പോലെ പെരുമാറണമെന്നൊന്നും ആരോടും പറയാനാവില്ല. അവരുടെ റൂമിൽ ചിലപ്പോൾ അവർ വിഗ്രഹങ്ങളോ ദേവികളോ ഓമുകളോ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവാം. അതിനൊന്നും അൺഡു ചെയ്യാൻ നമ്മളെ കൊണ്ടാവില്ല. അത് അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതിനെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആകെ ചെയ്യാവുന്ന കാര്യം. അത് ആകെ ചെയ്യേണ്ടത് മറ്റു ജീവികൾക്കും മറ്റു ആളുകൾക്കും അത് ക്വസ്റ്റ്യൻ ആവുന്നുണ്ടോ, അത് ആ സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ഇടപെടേണ്ടാവും. അത് കറക്റ്റ് ചെയ്യപ്പെടുകയും വേണം. അതല്ലാത്തിടത്തോളം കാലം അവൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. ഏത് തരത്തിലാണ്, അതായത് മറ്റ് വിശ്വാസങ്ങൾക്കാണോ അതോ മറ്റ് സയൻസിന് കോൺട്രഡിക്ടറി ആകുന്നുള്ളതാണോ? വിശ്വാസങ്ങൾ എപ്പോഴാണ് സയൻസിന് കോൺട്രഡിക്ടറി ആയിട്ടുള്ളത്? അതൊക്കെയാണ് തെറ്റിദ്ധാരണ. പലപ്പോഴും പറയപ്പെടുന്നത് എല്ലാത്തര വിശ്വാസങ്ങളും ഇവിടെയാണ് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നത്. അൺസയൻറ്റിഫിക് എന്നൊക്കെ നിങ്ങൾ പറയാൻ മാത്രം നിങ്ങളൊന്നും ആയിട്ടൊന്നുമില്ല. ഓക്കെ, അവിടെയാണ് നമ്മളെ ഹ്യൂമിലിറ്റിയും കൂടെ ഒപ്പം കൊണ്ടുവരേണ്ടത് എന്നെനിക്ക് തോന്നുന്നു. സയൻറ്റിഫിക്കിന് ഒരു പ്രോസസ്സുണ്ട്. എന്താണ് പ്രോസസ്സ്? സയൻറ്റിഫിക് പ്രോസസ്സ് പ്രൂഫ് ബേസ്ഡാണ്. എല്ലാ സയൻറ്റിഫിക് പ്രോസസ്സുകൾക്കും തെളിവ് വേണം. അപ്പോൾ തെളിവ് നിരത്തുക എന്നുള്ളത് സയൻറ്റിഫിക് പ്രോസസ്സാണ്. തെളിവില്ലാത്തൊരു സാധനത്തിൻ്റെ ക്വസ്റ്റ്യനാണ് ബിലീഫ് എന്ന് പറയുന്നത്, വിശ്വാസം. അപ്പോൾ ആ വിശ്വാസത്തിന് തെളിവിൻ്റെ ആവശ്യമില്ല. അത് ഒരാൾ പറയുകയാണ് ഇതാണത്, ശരി, നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നു, നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു വിശ്വാസിയല്ല എന്ന്. അപ്പോൾ ഞാൻ ആര് പറഞ്ഞതും വിശ്വസിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു എൻക്വയറി ചെയ്യുന്ന ഒരാളാണ്, അന്വേഷിക്കാനും കണ്ടുപിടിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതിനെ ഞാൻ നെഗേറ്റ് ചെയ്യുന്നില്ല. ഞാൻ ഈ പറയുന്ന പ്രോസസ്സുകൾ ഇപ്പോൾ ഈ അമ്പലത്തിൽ പോകുന്നത് കൊണ്ട് എന്തെങ്കിലും നേടുന്നു എന്നുള്ള ആ കൺസെപ്റ്റ് ഞാൻ നെഗേറ്റ് ചെയ്യുന്നില്ല. ഞാനത് കണ്ടുപിടിക്കാം. കാരണം എനിക്ക് ആകെ പറയാവുന്നൊരു ക്വാളിറ്റി ഉള്ളൂ, എനിക്കറിയില്ല. ഓക്കെ, എനിക്ക് ആകെ പറയാവുന്ന അവിടെ ചെന്ന് ഒരുപാട് പേര് പോകുന്നുണ്ട്. ദേ ആർ ഗോയിങ് ദെയർ, ദേ തിങ്ക് ദെയർ ഇസ് എ പവർ. ഐ ഹാവ് നോട്ട് സീൻ എനി പവർ ടിൽ ഡേറ്റ്. ഓക്കെ, ഞാൻ എന്തെങ്കിലും ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് തന്നതായിട്ട് ഇതുവരെ എനിക്കറിയില്ല. ഞാനിതുവരെ ദൈവത്തെ കണ്ടിട്ടുമില്ല. ഓക്കെ, അതുകൊണ്ട് ഞാനതില്ല എന്ന് പറയാനൊന്നും ആളല്ല ഞാൻ. എനിക്കാകെ പറയാവുന്ന എനിക്കറിയില്ല. സോ ടുഡേ ഐ ക്യാൻ ഓൺലി സേ എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഇത്രേ ഉള്ളൂ. ഒരുപാട് ഹ്യൂമിലിറ്റി വേണം. ആയിക്കോട്ടെ, ഹ്യൂമിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ. പക്ഷേ ഞാനത് ഫാക്റ്റാണ് പറയുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങൾ അറിയില്ലാത്തതുകൊണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ജ്യോത്സ്യം. ഓക്കെ, നിങ്ങൾ പറയും തച്ചുശാസ്ത്രം, ലക്ഷണശാസ്ത്രം, ഹസ്തരേഖ. ശരിയാണോ? എനിക്കറിയില്ല എന്ന് പറയുന്നതല്ല ശരി. അത് തെറ്റാണ് എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ കറക്റ്റ് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല എന്ന് പറയുന്നതായിരിക്കും. എല്ലാം അങ്ങനെയാണ്. കാരണം ചിലതൊക്കെ നമ്മളത് പ്രൂവ് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അത് സയൻസിന്റെ ഉത്തരവാദിത്തമില്ല. അത് പ്രൂവ് ചെയ്യുക എന്നുള്ളത് ആ തച്ചുശാസ്ത്രമാണെങ്കിൽ തച്ചുശാസ്ത്രം അത് അവര് പേപ്പർ പബ്ലിഷ് ചെയ്യും. ശാസ്ത്രം എന്നുള്ള വാക്കിന് മിസ്യൂസ് ചെയ്യുന്നുണ്ട് അത് സംഭവിക്കുന്നത്. അവർ ആ ശാസ്ത്രവും ഈ ശാസ്ത്രവും സയൻസും ആയിട്ട് ബന്ധപ്പെടുത്തണ്ട. അത് ശാസ്ത്രം എന്നുള്ളൊരു യൂസേജ് ആണ് പഴയ കാലത്തുണ്ടായിരുന്നത്. ഇപ്പം ആയുർവേദ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിന് പ്രൂഫ് എവിടെയെങ്കിലും ഉണ്ടോ? ഹോമിയോപ്പതിക്ക് എവിടെയെങ്കിലും പ്രൂഫ് ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഡിഗ്രി കൊടുക്കുന്ന രണ്ട് കോഴ്സുകളാണ് ആയുർവേദവും ഹോമിയോപ്പതിയും. എവിടെ പ്രൂഫ്? ഒരു പ്രൂഫും ഇല്ല. ആളുകൾക്ക് പറഞ്ഞറിവ് മാത്രമേ ഉള്ളൂ. എക്സ്പീരിയൻഷ്യലാണ്. അപ്പോൾ നമുക്ക് ആകെ ചെയ്യാവുന്നത് എക്സ്പീരിയൻഷ്യലി ആയിട്ടുള്ള സാധനത്തെ പ്രൂഫ് എന്ന് പറഞ്ഞുകൂടാ. സയൻറ്റിഫിക്കലി പ്രൂഫല്ല. എനിക്ക് എക്സ്പീരിയൻസ്ഡ് ഉണ്ട്. ഓക്കെ, ഫോർ മീ ഇറ്റ് വർക്ക്. അങ്ങനെയുള്ള സാധനത്തെ ഇറ്റ് നീ നോട്ട് വർക്ക് ഫോർ യു. സാർ അതിനൊരു കോസ്റ്റ് ഇല്ല സാർ. അതായത് ഇപ്പം എനിക്കൊരു അസുഖം വന്നു, അപ്പം ഹോമിയോപ്പതി ഞാനിപ്പോ അഡോപ്റ്റ് ചെയ്യാണ്. അപ്പം അതിന് എനിക്ക് മുമ്പിൽ ഇപ്പൊ ഒരു വിശ്വാസം മാത്രം മതിയായിരുന്നു, പോരല്ലോ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയൂ. ഹോമിയോപ്പതി സയൻസ് ആണോ? അല്ലേ? അല്ലല്ല. അല്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് വിശ്വാസത്തെ ബേസ് ചെയ്താണ്.
ആയുർവേദം സയൻസ് ആണോ? അല്ലേ? അല്ല എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്. അങ്ങനെ ആയിക്കോട്ടെ, എനിക്കതിന് യാതൊരു കോൺട്രഡിക്ഷനും ഇല്ല. പക്ഷെ ആണ് എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതവർ പ്രൂവ് ചെയ്യണ്ടേ? അത് അവരുടെ പ്രോബ്ലം, എൻ്റെ പ്രോബ്ലം അല്ല. പക്ഷെ അത് ആയുർവേദം ആണെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് അത് കൊടുക്കുകയാണ്. അതായത് നിങ്ങൾക്ക് ഹോമിയോപ്പതി ആണ്. പക്ഷേ നിങ്ങളുടെ ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് സ്വീകരിക്കാനോ സ്വീകരിക്കാതിരിക്കാനോ. ഇപ്പൊ മോഡേൺ മെഡിസിനിൽ ആണെങ്കിൽ പോലും അവരിപ്പോ ഒരു സംഭവം കൊണ്ടുവരികയാണ്. അവർക്ക് അതിനകത്തൊരു ഉത്തരവാദിത്തമില്ല. അവര് നമ്മുടെ മുമ്പിൽ അല്ല മോഡേൺ മെഡിസിനിൽ ദർ ഇസ് എ സയന്റിഫിക് പ്രോസസ്സ്. ഇപ്പോൾ ഒരു മെഡിസിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സയന്റിഫിക് പ്രോസസ്സ് ഉണ്ട്. അതിൽ ടെസ്റ്റ് ചെയ്യുന്നതും കൺട്രോൾഡ് എക്സ്പെരിമെൻ്റ് അല്ലാത്തവർ അതിൻ്റെ എഫിക്കസി സ്റ്റഡി, അതിനുള്ള എത്ര മാർഗമല്ല എന്നുള്ളൊരു ഫുള്ളി ഡോക്യുമെൻറ്റഡ് ആണ് ഒരു മെഡിസിൻ തരുന്നത്. ഒരു പ്രോസസ്സ് മോഡേൺ മെഡിസിനിൽ പ്രൂവ്ഡ് ആണ്. പക്ഷേ ആയുർവേദത്തിൽ പ്രൂവ്ഡ് അല്ല. അവർ ചെയ്യേണ്ടത് ഈ എഫിക്കസി സ്റ്റഡി, കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റുകൾ ആയുർവേദത്തിൽ ചെയ്ത് ഇപ്പോൾ ഇന്ന മരുന്നുകൾ ഇന്ന ഇലകൾക്ക് എനിക്ക് യാതൊരു സംശയമില്ല അതുകൊണ്ട് എന്തെങ്കിലും മെഡിക്കൽ പ്രോബ്ലം ഗുണം ഇല്ല എന്നുള്ളത് യാതൊരു സംശയമില്ല. പക്ഷേ കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റ് നടത്താത്ത ഒരു സാധനമാണ്. പക്ഷേ അതുകൊണ്ട് ആയുർവേദം തെറ്റാണ് എന്ന് പറയാൻ എനിക്കാവില്ല. കാരണം സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ല ആയുർവേദം, പക്ഷേ എക്സ്പീരിയൻഷ്യലി പ്രൂവൺ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ് നമ്മൾ ഇതിലേക്ക് പോകണ്ട, നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിലേക്ക് തന്നെ വരിക. സ്പിരിച്വാലിറ്റിയും സയൻറ്റിഫിക്കിനെ കൂടി പറഞ്ഞു. അപ്പോൾ സ്പിരിച്വാലിറ്റി അതുപോലത്തെ ഒരു സാധനമാണ്, എക്സ്പീരിയൻഷ്യലി അറിയേണ്ട ഒരു സാധനമാണ്. അത് വ്യക്തിയാധിഷ്ഠിതമാണ്, അത് സമൂഹാധിഷ്ഠിതമല്ല. ഇവിടെയാണ് നമ്മൾ സ്പിരിച്വാലിറ്റിയെയും സയൻസിനെയും എവിടെയൊക്കെ സ്പിരിച്വാലിറ്റി സാമൂഹ്യാടിസ്ഥാനത്തിലാവുമോ അവിടെയൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്ന് ഒരു മിസ്റ്റിക്കൽ എലിമെന്റ് അതിലില്ലേ സർ? ബിക്കോസ് ഇഫ് യു മിസ്റ്റിക്കൽ എലിമെന്റ് എസെൻഷ്യൽ ആണ്. മോഡേൺ ഇപ്പോൾ എസ്പെഷ്യലി ന്യൂ പിന്നെ ഫിസിക്സിൻ്റെ ഇപ്പോൾ പിന്നെ ക്ലാസിക്കൽ തിയറി അല്ലാത്ത ഫിസിക്സിൻ്റെ ഇഫ് യു ആക്ച്വലി ലുക്ക് അറ്റ് ദാറ്റ് ദേ ഓൾവേസ് ഡ്രോ പാരലൽ ടു ദി ഇപ്പോൾ ഫ്രിജിത്ത് ഓഫ് കാപ്രയുടെ ഒരു ബുക്ക് തന്നെയുണ്ട് താവോ ഓഫ് ഫിസിക്സ്. യു ആക്ച്വലി ഡ്രോ പാരലൽ ടു യു നോ ദി ഏൻഷ്യൻ വേദിക് സിസ്റ്റംസ് ആൻഡ് സേ ഓക്കെ ദർ ഇസ് ഇപ്പം മറ്റേ you have a lot of parallels draw ചെയ്യുന്നുണ്ട് തിയറിറ്റിക്കലി വൈസ്. ഒരു ഈ അടുത്ത അധിക കാലമായിട്ടില്ല, about 100 yearsന് ലെസ്സേ ഉള്ളൂ, there was a great mathematician Srinivas Ramanujan who claimed that mathematical formulas were told to him by നാമഗിരി ദേവി തായാർ. അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ വന്ന് അതിനുള്ള സീഡ്സ് ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നു, ഫേമസ്ലി ഹി സെഡ്. അപ്പോൾ ഇതിനെ ഇപ്പോഴുള്ള സയന്റിസ്റ്റുകൾ എങ്ങനെയാണ് അത് അല്ല എന്ന് പറയാൻ ക്വാളിഫൈ ആയിട്ടുള്ള? അതിനൊരു സയന്റിഫിക് ഒരു ഔട്ട്ലുക്ക് വേണമെന്നില്ല. അവിടെയാണ് നമ്മൾ വ്യത്യാസം വരേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, വ്യക്തിയാധിഷ്ഠിത എക്സ്പീരിയൻസുകൾക്ക് ചോദ്യം ചെയ്യപ്പെടാൻ യാതൊരു സയൻസിന് മിസ്റ്റസിസിൽ റോളില്ല. പക്ഷേ ഇല്ല, കാരണം ആ എക്സ്പീരിയൻസുകളൊക്കെ വ്യക്തിയാധിഷ്ഠിതമാണ്. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് ഞാൻ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറ്റില്ല. അത് ഓരോരുത്തരുടെ സ്വന്തം ലെവലിൽ മാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് പ്രിസൈസ്ലി ഒരു വ്യക്തിയാധിഷ്ഠിതമായ എക്സ്പീരിയൻസ് ആണ്. I don't believe in anything. Okay, I want to again use the word belief. I don't believe in anything. I inquire and try to find out. എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഇപ്പോൾ അതാണ്. അതായത് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എൻ്റെ മാത്രം ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് യാതൊരു റോളും അതിനകത്തില്ല. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എവിടെ പോകുന്നു, ഞാൻ എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നു, ഞാൻ എന്തറിയാൻ ശ്രമിക്കുന്നു എന്നുള്ളത് എനിക്ക് മാത്രമുള്ളതാണ്. നമുക്കറിയാം ശ്രീബുദ്ധൻ ഇതുപോലെ ഒരു എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരാളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനാവില്ല. ശ്രീബുദ്ധൻ എത്രമാത്രം എൻലൈറ്റൻഡ് ആയിരുന്നു. എന്നാൽ ശ്രീബുദ്ധന് എന്തുണ്ടാക്കാൻ കഴിഞ്ഞു? അദ്ദേഹം ഉണ്ടാക്കിയത് വീണ്ടും ഒരു ട്രഡീഷണൽ മതത്തിൽ അവസാനിച്ചു അതിപ്പോഴും. ഇപ്പോൾ ശ്രീബുദ്ധൻ അപ്പോൾ അതിനുശേഷം ഉണ്ടായിട്ടുള്ള എത്രയോ മഹത്തായ വ്യക്തികളെ കടന്നു നോക്കൂ, അവർക്ക് ആർക്കും ഈ ലോകത്തെ മാറ്റിമറിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത് അവരുടെയൊക്കെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ അതൊരു അവർക്ക് മാത്രം കിട്ടിയൊരു എക്സ്പീരിയൻസാണ്. അതിൽ ചില ശിഷ്യന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് ബുദ്ധൻ്റെയൊക്കെ. അവരൊക്കെ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തവരാണ്. പക്ഷേ നിങ്ങൾ പലപ്പോഴും അറിയുന്നുണ്ടാവില്ല ഈ ആ ലെവലിൽ എത്തുന്ന മനുഷ്യർക്ക് ആവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു ആഗ്രഹമാണ് എനിക്കുള്ളത്. ഞാനും ആവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റിയലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് ഒരു കാലത്ത് എത്താൻ പറ്റും. അത് നമ്മൾ ആഗ്രഹിക്കണം, ഇൻറ്റേർണലി അത്രമാത്രം ആഗ്രഹിക്കണം. ചിലപ്പോൾ എത്താൻ പറ്റുമോ, ചിലപ്പോൾ എത്താൻ പറ്റുമോ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ, ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ. നമുക്കുണ്ടാവും. പക്ഷെ അത് മറ്റൊരാൾക്ക് കൊടുക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ശിഷ്യന്മാരുണ്ടാക്കാനോ ലോകത്തെ മാറ്റിമറിക്കാനോ ഒന്നും സംഭവിക്കില്ല. മാറ്റിമറിക്കാൻ ശ്രമിച്ചവരെല്ലാം പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. ശ്രീരാമകൃഷ്ണ പരമഹംസൻ വിവാഹത്തിന് ശേഷം പിന്നെ അവരൊക്കെ എവിടെ പോയി?
ഇനി വരുന്ന എത്രയോ സ്വാമിമാർ വന്നിട്ട് യേശുക്രിസ്തു വന്നിട്ട് യേശുക്രിസ്തു ചെയ്ത് പറഞ്ഞ് എവിടെ പോയി? ഉണ്ടെങ്കിൽ പരാജയമെന്നല്ല ഞാൻ പറയുന്നത്, അതിനൊരു തുടർച്ച നിലനിർത്താനൊന്നും ആവില്ല. കാരണം അത് പഠിപ്പിക്കപ്പെടാൻ കഴിയുന്നൊരു വഴിയല്ല. ഒരു വഴി കണ്ടുപിടിച്ചോണം, അത് പിന്നീട് വരുന്ന ആളുകൾ സ്വായത്തമാക്കേണ്ട ഒന്നാണ്. അതുകൊണ്ട് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അതാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ നമ്മൾ ഈ കാണുന്ന ചുറ്റുമുള്ള ആരാധനാലയങ്ങൾ, റിച്വൽസ്, വിഗ്രഹാരാധനകൾ, സംഗീതം, ഇതൊക്കെ ഇതിലേക്കുള്ള പല പല തലങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതൊന്നും തെറ്റല്ല, ഇതൊക്കെ മനുഷ്യന് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എല്ലാ മനുഷ്യരും ഒരേപോലെ ചിന്തിക്കുന്നവരല്ല. ചിന്താ ലെവലിൽ എത്തുന്നത് പല പല തലങ്ങളിലൂടെയാണ്. അത് പലപ്പോഴും അറിയാമോ, ഇത് കുറേ കൂടെ ഉയർന്ന തലത്തിലാകുമ്പോൾ ഇതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ആവില്ല. റിച്വൽസ് ഇമ്പോർട്ടൻ്റ് ആവില്ല, വർഷിപ്പ് ഇമ്പോർട്ടൻ്റ് ആവില്ല, ഐഡിയോൾസ് ഇമ്പോർട്ടൻ്റ് ആവില്ല. ഇതൊക്കെ അല്ലാതെ ആകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തണം. പക്ഷേ ഇതിലേക്കൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മളതിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തുവാണെന്നുള്ള ആ അറിവോടുകൂടി അതിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കടന്നു പോകാൻ പറ്റും. ഒരു വ്യക്തിയും അതിനകത്തൂടെ കടന്നു പോവുകയും ഇതിൻ്റെയൊക്കെ അപ്പുറത്തുള്ള ലെവലിൽ എത്തണം എന്നുമാണ് എൻ്റെ ഒരു ആഗ്രഹം. അതാണ് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നിങ്ങൾ സഹായിക്കേണ്ടതിനാണ്. പച്ചമുളകും നാരങ്ങ വയ്ക്കുന്നതും നിങ്ങൾ ചിന്തിക്കേണ്ടത് മറ്റൊന്നാണ്, ഇതല്ല. പച്ചമുളകിനും നാരങ്ങനെക്കുറിച്ചും നിങ്ങൾ ഈ വയ്ക്കുന്നതുകൊണ്ട് ഈ വരുന്ന വസ്തു അപകടരഹിതമായിട്ട് പോകുമെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ചിന്തയുടെ താഴ്ന്ന നിലയിൽ നിന്ന് മാത്രമേ എനിക്ക് കാണാൻ പറ്റൂ. എനിക്കതിൻ്റെ ഉയർന്ന നിലയിലേക്ക് അതിനെ കാണാൻ പറ്റുന്നുണ്ട്. അത് അത്രയും വികാസം പ്രാപിച്ചിട്ടില്ലാത്ത മനുഷ്യരുടെ ചിന്തയിലുണ്ടാകുന്ന ഒരു കാര്യം മാത്രമാണ്. അതിനെനിക്ക് ആ രീതിയിൽ തന്നെ കാണാനും റെസ്പെക്റ്റ് ചെയ്യാനും പറ്റും. പക്ഷെ അവർ അതിൻ്റെ ഉയർന്ന നിലയിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ബഹുമാനത്തോടെ കാണും. അതിനെ ക്രിട്ടിസൈസ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല, ഒരു കാര്യമില്ല. പരിഹാസം എന്നല്ല ചിലർ പറയുന്നത്, അങ്ങനെ പച്ചമുളക് വെക്കാൻ അങ്ങനെ അതിനെ ആ രീതി കാണുന്നവരുണ്ട്. അല്ലാതെ തന്നെ അതിന് പകരം വേറൊരു മതത്തിൽ ഒരു വ്യക്തിയാൽ അത് അക്സെപ്റ്റ് ചെയ്യുക, അവിടെയാണ് അഗൈൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളുടെ തുടക്കം. എന്തുകൊണ്ട് മറ്റൊരു രീതിയെ റെസ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ല? കാരണം അതിൻ്റെ ഈ ഈ വിശ്വാസങ്ങളാണ് നിങ്ങളെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഏതൊരു വിശ്വാസവും അപകടകരമാണ്. പുസ്തകങ്ങളിലൂടെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളോ നിങ്ങളുടെ ഗുരുക്കന്മാർ പറയുന്നത് ഇതാണ് ശരിയായ വഴി എന്ന് പറഞ്ഞാൽ അതിനെ ബ്ലൈൻഡ് ഫെയ്ത്ത്ഫുള്ളായിട്ട് നിങ്ങളുടെ ചിന്തയില്ലാതെ അക്സെപ്റ്റ് ചെയ്യുന്ന ആ നിമിഷത്തിൽ നിങ്ങൾ ട്രാപ്പിലാവുകയാണ്. അത് എവിടുന്നായാലും. അതാണ് നമ്മുടെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന്. സ്വന്തം ചിന്തിക്കാനുള്ള കഴിവുണ്ടല്ലോ നിങ്ങൾക്കെല്ലാം തന്നിട്ടുണ്ടല്ലോ. ആലോചിച്ച് നോക്കുക, ഈ എന്തിനെക്കുറിച്ചിട്ടാണ് നിങ്ങൾ ഈ കിടന്ന് അനാവശ്യമായിട്ട് വേവലാതിപ്പെടുന്നത്? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. ഇന്ന് സയൻസ് ആ ലെവലിൽ എത്തിയിട്ടില്ല, ചിലപ്പോൾ നാളെ എത്തിയേക്കും. സയൻസിന് അങ്ങനെ ഉത്തരം പറയുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞതെല്ലാം ഞാൻ മാറ്റാൻ റെഡിയാണ്. സയൻസ് ആ പ്രോസസ് അല്ലേ, ആയിക്കോട്ടെ. ഇന്ന് ഇല്ലെന്നാ ഞാൻ പറഞ്ഞത്. അതൊരു ജേർണി അല്ലേ? അതൊരു ജേർണിയാണ്, ഇതൊരു ജേർണിയാണ്. നമ്മളിപ്പോൾ 2 പാർട്ടുകൾ പോവാണ്, പക്ഷേ രണ്ടും കൂടെ ഒരു സമയത്ത് ചെയ്തേക്കാം. എനിക്കറിയില്ല. എഗെയിൻ ഞാൻ പറയുന്നത് എനിക്കറിയില്ല എന്ന് മാത്രമാണ്. എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം സയൻസിൻ്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചും ഇന്നിപ്പോൾ എൻ്റെ കയ്യിലുണ്ട് ഒരു ലേറ്റസ്റ്റ് ഒരു പുസ്തകം, ദ എഡ്ജ് ഓഫ് നോളജ് എന്ന് പറയുന്ന പുസ്തകമാണ് ഇപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് വളരെ ഇന്നത്തെ ലേറ്റസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് യൂണിവേഴ്സിനെ കുറിച്ചുള്ള വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിലും അവസാനം ചോദ്യങ്ങളാണ്. അന്നേരം അദ്ദേഹം സംസാരിക്കുന്ന ലൈഫിനെ, കോൺഷ്യൻസിനെ കുറിച്ചിട്ടാണ് അവസാനം. ആഫ്റ്റർ ടോക്കിംഗ് അബൌട്ട് സ്പേസ്, ടൈം, മാറ്റർ, ദ ബുക്സ് ടോക്സ് അബൌട്ട് ലൈഫ് ആൻഡ് കോൺഷ്യൻസ്. വാട്ട് ഈസ് ലൈഫ്, വാട്ട് ഈസ് കോൺഷ്യൻസ് എന്നാണ് അവസാനിക്കുന്നത്. അപ്പോൾ ആൻഡ് ദാറ്റ് ഈസ് ബീങ് ടോക്ക്ഡ് ബൈ എൻ ആസ്ട്രോഫിസിസിസ്റ്റ്. ഓക്കെ, സോ ആ അവസ്ഥയിലാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. അപ്പോൾ നമ്മുടെ എല്ലാ ഉത്തരങ്ങളും നമ്മുടെ മുമ്പിലില്ല. അപ്പോൾ എല്ലാ ഉത്തരങ്ങളും ഇല്ലാത്തപ്പോൾ ഒരു വഴിയും ശരിയല്ല എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. സയൻസ് ഈസ് ദ പാത്ത്, ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഞാനൊരു സയൻറ്റിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് പറയാൻ പറ്റും, സയൻസ് മുന്നോട്ട് പോയേ പറ്റൂ. അത് കണ്ടിന്യൂസ് ആയിട്ട് എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ചിലപ്പോഴൊക്കെ പ്രോഗ്രസ് ഉണ്ടാകും, ചിലപ്പോൾ പ്രോഗ്രസ് ഇല്ലാതെ നിൽക്കും. പക്ഷേ ഈ കഴിഞ്ഞ 100 വർഷം, നമ്മൾ 200 വർഷം 300 വർഷം വാച്ച് ചെയ്ത് നമുക്കറിയാം എന്തുമാത്രം അണ്ടർസ്റ്റാൻഡിംഗ് ആണ് യൂണിവേഴ്സിനെ കുറിച്ച് നമുക്ക് ഉണ്ടായിട്ടുള്ളത്, നമ്മളെക്കുറിച്ചുണ്ടായിട്ടുള്ളത്, ജീവിതത്തെക്കുറിച്ചുണ്ടായിട്ടുള്ളത്. ഇല്ലേ? അതിഭയങ്കരമായ നോളജാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇനിയും ഉണ്ടാവും, നോളജ് ഉണ്ടാവും, യാതൊരു സംശയമില്ല. Again, you use the word belief. Belief doesn't coexist. Okay? Of course, inquiry to understand the other side of it. എന്ന് ഞാൻ വളരെ സിമ്പിൾ ലാംഗ്വേജിൽ പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ശ്രമം. അപ്പോൾ ഈ ഒരു പാത്തിലല്ലാതെ
മറ്റേതെങ്കിലും പാത്തുകളിലുണ്ടോ എന്ന് മനുഷ്യൻ ചിന്തിച്ചുകൊണ്ടിരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത്. നമുക്കെല്ലാം ഈ പറഞ്ഞ ചിന്തകളുണ്ടായത് ചില ആളുകൾ പറയും ഭയം കൊണ്ടുണ്ടായതാണ്. ഈശ്വരൻ സങ്കല്പം മനുഷ്യൻ്റെ ഭയത്തിൻ്റെ അടിസ്ഥാനമാണെന്നോ ഭയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയൊരു ആണെന്ന് പറയുന്നവരുണ്ട്. രണ്ടാമത്തെ ഒരു ആളുകൾ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളില്ലാത്തപ്പോൾ ഉത്തരങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള മറ്റ് ആസ്പെക്റ്റുകളിലേക്ക് അന്വേഷിച്ചതായിരിക്കാം. എന്നാലും അങ്ങനൊരു വഴി മനുഷ്യൻ തന്നെ തുറക്കപ്പെട്ടിട്ടുണ്ട്. എനിക്കൊന്നുമില്ല മറ്റ് ജീവികൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് ഇങ്ങനൊരു ചിന്ത ആലോചിക്കാൻ. ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും, ഉറുമ്പുകൾക്കൊക്കെ ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവുണ്ടായിരിക്കാം, നമുക്കറിയില്ല. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ചിന്തിക്കാനുള്ളൊരു വഴി നമുക്ക് തന്നിട്ടുണ്ട്. അതിന് നെഗറ്റീവ് ചെയ്യാൻ ഞാൻ ആളല്ല. ആ വഴി തെറ്റാണെന്നോ അതിലൂടെ പോകണ്ടെന്നോ പറയാൻ ഞാൻ ആളല്ല. എനിക്കറിയാവുന്നത് ആ വഴി ഇന്ന് എനിക്ക് ഓപ്പണബിളായിട്ടുള്ളൊരു വഴിയാണ്, സയൻസിനെ പോലെ തന്നെയുള്ളൊരു വഴിയാണ്. അത് ചിലപ്പോൾ എങ്ങനെയാണ് ആ വഴിയെന്ന് എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ. അല്ല, തീർച്ചയായിട്ടും അല്ല. കാരണം ഞാനൊരു സയൻസിൻ്റെ വഴിയെ പ്രൈമറി വഴിയായിട്ട് കാണുന്ന ഒരുത്തനാണ്. നമ്മൾ ടെലസ്കോപ്പുകൾ ഉണ്ടാക്കി യൂണിവേഴ്സിനെയും ബ്ലാക്ക് ഹോളിനെയും നോക്കണമെന്നും പ്രൈമറി പാർട്ടിക്കിളിനെ കൊളൈഡ് ചെയ്ത് അടുത്ത പാർട്ടിക്കിൾ എന്താക്കണം കണ്ടെത്തണമെന്നും ആഗ്രഹിക്കുന്ന ഒരു അതെല്ലാം അടച്ചുപൂട്ടിയിട്ട് നീ വഴി പോകൂ എന്ന് പറയുന്ന ഒരാളല്ല. കാരണം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആ വഴി പോകുമ്പോഴും ഇവിടുത്തെ പണ്ട് ഇപ്പോൾ അസ്ട്രോളജി തന്നെ എടുത്തു നോക്കിയാൽ മോസ്റ്റ് ഓഫ് ദി അസ്ട്രോളജേഴ്സ് സേ ദാറ്റ് ഇറ്റ്സ് ബേസിക് മാത്തമാറ്റിക്സ്, ഇറ്റ്സ് ആക്ച്വലി അല്ല അങ്ങനെ. അപ്പൊ ആ വഴി അവിടെ ഒരു വ്യത്യാസം. വ്യത്യാസമുണ്ടോ? അസ്ട്രോളജിയിൽ ആസ്ട്രോണമിയുടെ ഒരു എലിമെന്റ് ഉണ്ട്. കാരണം സൊലസ്റ്റിയൽ ബോഡികളുടെ മൂവ്മെന്റ് അതിനകത്ത് വരുന്നുണ്ട്. അതിൻ്റെ പൊസിഷനുകൾ റിലേറ്റീവ് ടു എർത്ത് ആൻഡ് സണ്ണ്, മൂൺ, ഇതെല്ലാം അതിൻ്റെ അതൊരു പാർട്ടാണ്. ആ കാൽക്കുലേഷൻ അതൊരു ഇൻഹറൻറ്റ് പാർട്ടാണ്. പക്ഷേ അതിൻ്റെ ഫലജ്യോതിഷം എന്ന് പറയുന്ന ഭാഗം, ഇത് ഇന്നതായതുകൊണ്ട് ഇന്ന ഫലങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്ന രണ്ടാമത്തെ ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് സയൻറ്റിഫിക് ഭാഗങ്ങൾ നിങ്ങൾ കാണുന്ന അതെല്ലാം കറക്റ്റാണ്. അതല്ല സർ, കാൽക്കുലേഷൻസ് ഫോർ എക്സാമ്പിൾ നൗഡേസ് ദേ ഫേമസ്ലി ഇപ്പോൾ ഇതിനകത്തൊക്കെ ഇൻസ്റ്റയിലൊക്കെ കാണാറുണ്ട്, അല്ലാണ്ടും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഹനുമാൻ ചാലീസയിൽ എർത്തിൽ നിന്ന് സണ്ണിലേക്കുള്ള കറക്റ്റ് അതിലെന്താ കുഴപ്പം? അത് ഹനുമാൻ ചാലീസ ഇറ്റ് വാസ് കറക്റ്റ്. ഈ ഹനുമാൻ ചാലീസ മാത്രമല്ല, എത്രയോ പുരാണ ഗ്രന്ഥങ്ങളിൽ നമ്മുടെ സയൻറ്റിഫിക് സൈഡിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫലജ്യോതിഷം കറക്റ്റാണെന്ന് എനിക്ക് അർത്ഥമൊന്നുമില്ല. ഓക്കെ, അപ്പം നമ്മുടെ കാൽക്കുലേഷനുകൾ നമുക്ക് ആ നോളജ് ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്കറിയാം, കേരളത്തിലാണ് മാധവ എന്ന് പറയുന്ന അവരുടെ ആ ഗ്രൂപ്പ് ഒബ്സർവേഴ്സ് ആയിരുന്നു, അവർ അസ്ട്രോണമേഴ്സാണ്. അവർ എത്ര ഭംഗിയായിട്ട് ഒബ്സർവേഷനിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, എത്രമാത്രം മാത്തമാറ്റിക്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ കണ്ടുപിടുത്തങ്ങൾക്ക് കറക്റ്റാണ്. ഗ്രാവിറ്റിയെക്കുറിച്ചും ഇക്വേഷൻസിനെ കുറിച്ചും, അതുപോലെ സൂര്യനും ചന്ദ്രനും തമ്മിലുള്ള ദൂരം, 12 ഭൂമിയിലുള്ള ദൂരം, പീരിയോഡിസിറ്റി, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ ക്വസ്റ്റ്യൻ ഇപ്പോൾ താങ്കൾ വരുന്നത് നമ്മുടെ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് ഫലജ്യോത്സ്യമാണ്. ഇന്ന അറേഞ്ച്മെന്റുകൾ ഉള്ളതുകൊണ്ട് ഇന്ന ഫലം ഉണ്ടാകും. സയൻസ് ഒന്നുമില്ല. ഔട്ട്കം ആകെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. നാളെ സൂര്യൻ എവിടെയായിരിക്കും, അതൊരു ഔട്ട്കമാണ്. നാളെ സൂര്യൻ രാവിലെ കൃത്യം 6:35 ഉദിക്കും എന്നുള്ളത് സയൻറ്റിഫിക് ഔട്ട്കം. അതുകൊണ്ട് നാളെ മറ്റേ നിങ്ങളുടെ സ്വഭാവത്തിൽ ഇന്ന മാറ്റം ഉണ്ടാകും എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല. അപ്പൊ ആ ഗ്രഹങ്ങൾ ഇപ്പോൾ നമ്മുടെ ജ്യോതിഷപ്രകാരം ശനി, രാഹു, അങ്ങനെ പല ഗ്രഹങ്ങൾക്കും ഭൂമിയിൽ താമസിക്കുന്ന മനുഷ്യരിൽ ഇമ്പാക്ട് എന്നാണല്ലോ ഫലദോഷം പറഞ്ഞത്. എനിക്കാകെ പറയാൻ പറ്റുന്നത്, എനിക്കതിനകത്തുള്ള ഡീപ്പർ ഇൻസൈറ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്കാകെ പറയാൻ പറ്റുന്നത് അതൊരു മേഖലയാണ്, എക്സ്പ്ലോർ ചെയ്യേണ്ട മേഖലയാണ്. അപ്പോൾ ഇന്ന് ഞാൻ അത് തെറ്റാണ് എന്ന് പറയാൻ ഈ അവസരത്തിൽ ഉപയോഗിക്കുന്നില്ല. ഞാൻ ആക്കുന്നത് അങ്ങനെ ഒരു മേഖല ഇന്ത്യയിൽ എന്നല്ല ലോകത്തിൽ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, ഈ ഗ്രഹനില അനുസരിച്ചിട്ടുള്ള ഫലജ്യോതിഷം എന്ന് പറയുന്നത് വെസ്റ്റേൺ ആണ്, ഈസ്റ്റേൺ ആണ്, എല്ലാ ലോകത്തിലെ സകലമായ സ്ഥലത്തും ഉണ്ടായിരുന്ന ഒരു ടെക്നോളജിയാണ്. കാരണം മനുഷ്യൻ ഇതിനെ കണ്ട് എന്തും വണ്ടടിച്ചിരുന്നു, നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ സ്വാഭാവികമാണ് അത്ര ഒരു ചിന്ത ഉണ്ടാകുന്നത്. പക്ഷെ അത് എത്രമാത്രം കറക്റ്റാണ് എന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഹോമിയോപ്പതി പറയുന്ന പോലെ അത് എക്സാമ്പിൾസ് പറഞ്ഞ് നിങ്ങൾക്ക് വേണേൽ പ്രൂവ് ചെയ്യാം. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന രാമൻ്റെ ജീവിതത്തിൽ ഇന്നതായതുകൊണ്ട് അയാൾ ഇന്നും എഞ്ചിനീയറായി. അങ്ങനെ എഞ്ചിനീയറായ 15,000 പേരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ അതിൽ തെറ്റിയ ആളുകളുടെ എണ്ണം വളരെ കുറവായതുകൊണ്ട് ഈ കൺസിഷൻ വന്നാൽ ഇന്ന ആളാവും. സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്യാം. പുട്ട് സം എഫേർട്ട് ടു പ്രൂവ്. ആരും എഫേർട്ട് ഇടാത്തതുകൊണ്ട് നമുക്കതിനെ പറയേണ്ടി വരും. അല്ലെങ്കിൽ ചിലപ്പോൾ അത് ശരിയായിരിക്കാം. ഇതുപോലെ ഹസ്തരേഖ നോക്കിയിട്ട് പറയുന്നവരില്ലേ, രേഖയെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെൻ്റൽ പ്രോബ്ലം ഉണ്ടോ, ബുദ്ധിയുണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ, ആരോഗ്യമുണ്ടോ, ദീർഘായുസുണ്ടോ, എല്ലാം പറയാമല്ലോ. എനിക്കും അറിയാം, ഹസ്തരേഖ നോക്കാനറിയാം. പക്ഷേ ഇത് എത്രമാത്രം കറക്റ്റാണെന്നുള്ളത് എനിക്കും അറിയില്ല. കാരണം അതൊരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയിൽ കൂടെ കടന്നു പോയിട്ടില്ല, ഒരു സയൻറ്റിഫിക് പ്രോസസ്സിൽ കൂടെ കടന്നു പോയിട്ടില്ല. അപ്പോൾ എനിക്കാകെ പറയാൻ പറ്റുന്നത് ലെറ്റ് us go through a scientific process.
അത് ഒരു ലക്ഷം ആളുകളുടെ കൈ പരിശോധിച്ച് അതിൽ റെക്കോർഡ് ചെയ്ത് അത് ഒരു ആരെങ്കിലും പേപ്പർ പബ്ലിഷ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊരു സയൻറ്റിഫിക് പ്രോസസ്സാണെന്നും അതുകൊണ്ട് ഇത് ശരിയാണെന്നും. അണ്ടിൽ തന്നെ നമുക്ക് ആകെ പറയാവുന്നത് പഠിക്കപ്പെടേണ്ട ഒരു ഏരിയ ആണ് എന്ന് പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കാം. സയൻസ് കോൺഗ്രസിലൊക്കെ പറയാറുണ്ടല്ലോ വിമാനം ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ള, അപ്പൊ അതൊക്കെ നമ്മൾ ആ രീതി വേണോ മനസ്സിലാക്കാൻ. അത് എന്തിന് സയൻസ് കോൺഗ്രസ് പറഞ്ഞ സയൻസ് കോൺഗ്രസിലല്ല പുഷ്പവിമാനം ഉണ്ടെന്ന് പറഞ്ഞ പുസ്തകങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത്. സയൻസ് കോൺഗ്രസിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിപ്പോൾ ആരെങ്കിലും അവതരിപ്പിക്കുന്നത് എൻ്റെ കുറ്റമല്ല. നമ്മളത് എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ള സാധനം അഡ്വൈസ് ചോദിച്ചാണ്. അങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലായി അദ്ദേഹം എവിടെ നിന്നാണ് എടുത്തത്, എൻ്റെ റെഫറൻസ് എന്താണ്, ഏത് പുസ്തകത്തിൽ നിന്നാണ് പറഞ്ഞത്, ആ പുസ്തകത്തിൽ എന്താ പറഞ്ഞത് നമുക്ക് വായിക്കാമല്ലോ, നമുക്കും വായിക്കാം. അപ്പോൾ അങ്ങനെ എഴുതിയിട്ടുണ്ട്. പുഷ്പവിമാനങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, പുഷ്പവിമാനങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്, അത് പറക്കുന്നതായിട്ട് ചിന്തിക്കപ്പെട്ടിട്ടുണ്ട്, അത് കലാപരമായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ സാങ്കേതിക കൺസ്ട്രക്ഷനെ കുറിച്ച് ചില എങ്ങും തൊടാത്ത രീതിയിലുള്ള ശ്ലോകങ്ങളുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പുഷ്പവിമാനം ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവൊന്നും വരുന്നില്ല. അതിൻ്റെ സ്ട്രക്ചറൽ എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് ഇന്നത്തെ സാങ്കേതിക വിദ്യയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ഡെസ്ക്രിപ്ഷൻ അതിൽ നമുക്ക് കിട്ടുന്നില്ല. എനിക്കൊന്നും അതിലൊരു കൺഫ്യൂഷൻ എന്താ വെച്ചാൽ, ഇപ്പോൾ പുഷ്പവിമാനം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഗണപതിയുടെ തല പ്ലാസ്റ്റിക് സർജറി ആണെന്നൊക്കെ ഒരു സയന്റിഫിക് ഇമാജിനേഷന്റെ ഭാഗമായിട്ട് പറയുന്നതും അതൊരു സയന്റിഫിക് പ്രൂഫോടെ അല്ലെങ്കിൽ സയൻസിന്റെ ഒരു ആദ്യഘട്ടം അതായിരുന്നു എന്ന് പറയുന്നത് തമ്മിൽ അല്ല, നമ്മളാകെ ചെയ്യേണ്ടത് എല്ലാ ആളുകൾ പറയുന്ന അഭിപ്രായങ്ങൾക്കും ഡിസ്കസ് ചെയ്യുന്നൊരു ഫോറമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്. കാരണം എനിക്ക് പറയാവുന്നത് എൻ്റെ അഭിപ്രായത്തെക്കുറിച്ച് മാത്രമാണ്. ഇപ്പോൾ ആരെങ്കിലും അത്തരം അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ ലെറ്റ് us ലീവ് ഇറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ ഒരു ഡൈസെക്റ്റ് ചെയ്യണം, ഈ ഒരു ഇഷ്യൂവിനെ ഡൈസെക്റ്റ് ചെയ്യണം. നമുക്കാകെ പറയാവുന്നത് അത്തരം കാര്യങ്ങളെക്കുറിച്ച് പുരാണ ഗ്രന്ഥങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. അതിനകത്തൊരു സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി അത് മാത്രം സംസാരിച്ചാൽ മതി. മറ്റൊരാൾക്ക് വായിച്ചിട്ട് അയാൾക്ക് എന്ത് സംസാരിച്ചു അതാണല്ലോ നമ്മുടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരവാദിത്വം. അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കണം. പക്ഷെ സ്പേസിനെ കുറിച്ചും ഒരുപാട് ഇമാജിനേഷൻസ് ഇങ്ങനെയില്ലേ സർ? ലൈക്ക് അന്യജീവി ഗ്രഹങ്ങൾ, UFO സ്പോട്ടിങ്സ് ഉണ്ടായിട്ടുണ്ട്, എക്സ്ട്രാ ടെറിട്ടറിയൽ ബീയിങ്സ്, ഇതിനെ പറ്റിയൊക്കെ എന്താണ് സർ? No, that's what but still it's അതൊരു സയന്റിഫിക് പോസിബിലിറ്റിയാണ് ഇതെല്ലാം. അല്ല, അതിന് പ്രൂവൺ ഡേറ്റ എവിടെയെങ്കിലും ഉള്ളതായിട്ട് എനിക്കറിയില്ല. ഇനിയിപ്പോൾ അമേരിക്കയുടെ ഐ ഡോണ്ട് ബിലീവ് ഇൻ എനിത്തിങ്. ജീവൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അതിനുള്ള പോസിബിലിറ്റീസ് വെരി ഹൈ ആണ്. യെസ്, അത് സിമ്പിളായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഭൂമിയിലാണ് ലൈഫ് ഉണ്ടായത്, നമുക്കെല്ലാം അറിയാവുന്ന ലൈഫ്. നമ്മളിവിടെ ജീവിക്കുന്ന ആയതുകൊണ്ട് മറ്റേ കൂപമണ്ഡപങ്ങളായതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. നമ്മളിവിടെ ജീവിക്കുന്നതുകൊണ്ട് നമുക്കറിയാം ഇവിടെ ലൈഫ് ഉണ്ടായിട്ടുണ്ടെന്ന്. പക്ഷെ നമുക്ക് ഭൂമിയിൽ തന്നെ നിങ്ങൾക്കറിയാമോ ലൈഫ് എത്ര പ്രാവശ്യം ഉണ്ടായിരുന്നു? ഒരു പ്രാവശ്യമാണ് ലൈഫ് ഉണ്ടായത്, 2 പ്രാവശ്യമാണ് ഉണ്ടായത്, അതോ 10,000 കണക്കിനാണ് ഉണ്ടായത്? ലൈഫ് ആദ്യം ഉണ്ടായത്. ഇപ്പോൾ നിങ്ങൾ ഇന്ന് സയൻറ്റിഫിക് ആയിട്ടാണല്ലോ എല്ലാവരും സംസാരിക്കുന്നത്. അപ്പോൾ ലൈഫ് ഒരിക്കൽ ഉണ്ടായി, അതിനുശേഷം ആ ലൈഫിൽ നീ കണ്ടതെല്ലാം ഉണ്ടായി. ഓക്കെ, എന്നാൽ ലൈഫ് അങ്ങനെ 1 പ്രാവശ്യം ഉണ്ടായത്, 2 പ്രാവശ്യം ഉണ്ടായത്, 3 പ്രാവശ്യമാണ് ഉണ്ടായത്? നമുക്ക് അറ്റ്ലീസ്റ്റ് ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഉണ്ട് മൾട്ടിപ്പിൾ ടൈംസ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, ഭൂമിയിൽ ലൈഫ് 1 പ്രാവശ്യമല്ല ഉണ്ടായത്, പല പ്രാവശ്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഭൂമിയുടെ ആയുസ് 4 ബില്യൺ വർഷമാണ്. 3.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലൈഫ് ഉണ്ടായി ഇവിടെ. അത് നശിപ്പിക്കപ്പെട്ടു. പിന്നീട് ചൂട് വന്നു, അതിനുശേഷം ഐസ് ഏജ് ഉണ്ടായി, കടന്നുപോയി, അപ്പോഴും ലൈഫ് ഉണ്ടായി, അത് നശിപ്പിക്കപ്പെട്ടു. അങ്ങനെ പല പ്രാവശ്യങ്ങളിലൂടെ കടന്നു വന്ന ലൈഫാണ് ഇത് കാണുന്നത്. ഈ കാണുന്ന ലൈഫ് തന്നെ വളരെ കോംപ്ലക്സ് ലൈഫാണ്. എത്രയോ തരം ലൈഫുകൾ മിക്സ് ചെയ്തുണ്ടായ ഒരു ലൈഫാണ് ഈ കാണുന്നത്. അത് തന്നെ പലതരത്തിലുണ്ടായ ലൈഫുകൾ ചേർന്നുണ്ടായ ഒരു മിക്സ്ഡ് ലൈഫ് ഫോമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ സിമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ രണ്ടാമത്തെ എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ഭൂമിയിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഭൂമിയിൽ ജലമുണ്ട്, എല്ലാ മിനറൽസും ഉണ്ട്. ഈ മിനറൽസ് എന്ന് പറഞ്ഞാൽ എലിമെൻറ്റുകളാണ്. ഹൈഡ്രജൻ, ഹീലിയം, ബോറോൺ, ഹൈഡ്രജൻ, എല്ലാ എലിമെൻറ്റുകളും വന്നുണ്ടാക്കിയ ഒരു സാധനമാണ് ഈ ഭൂമി. ഈ ഭൂമി ഉണ്ടായ എങ്ങനെയാണെന്ന് വെച്ചാൽ നക്ഷത്രങ്ങളുണ്ടായി പൊട്ടിത്തെറിച്ചുണ്ടായ പൊടികളിൽ നിന്നുണ്ടായത്. ഓക്കെ, അതുപോലെ ഉണ്ടായ ബില്യൺസ് ഓഫ് ഭൂമികൾ ഇന്ന് ലോകത്തുണ്ട്. അവയെല്ലാം ഉള്ളത് ഇതേ സ്ട്രക്ചറാണ്. ഈ കാണുന്ന സാധനം പോലെ തന്നെയാണ് മറ്റേതൊരു പ്ലാനറ്റും. ഇവിടെ എന്തൊക്കെയുണ്ടോ അത് അവിടെയുണ്ട്. ക്വസ്റ്റ്യൻ വെള്ളമായിട്ടുണ്ടോ, ഐസായിട്ടാണോ, ഗ്രാവിറ്റി ഇതുപോലെയാണോ, ഇപ്പോഴും ചൂടാണോ, തണുപ്പാണോ, ടെമ്പറേച്ചർ അത് എത്തിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം ഇവിടെ ലൈഫ് ഉണ്ടായെങ്കിൽ തിളച്ചു മറിഞ്ഞ് നടക്കുന്ന ഭൂമിയിൽ 3.5 ബില്യൺ വർഷം മുമ്പ് ലൈഫ് ഉണ്ടായെങ്കിൽ ഈ പറഞ്ഞ സ്ഥലത്ത് എല്ലാ ലൈഫ് ഉണ്ടായി കാണും, മെജോറിറ്റി സ്ഥലങ്ങളിലും. കാരണം അങ്ങനെയാണ്. കാരണം ഈ പറഞ്ഞ എലിമെൻറ്റുകളും കണ്ടീഷൻസും അവിടെയുണ്ട്.
അപ്പോൾ ലൈഫ് എവിടെയും ഉണ്ടാവാം, മൾട്ടിപ്പിൾ ടൈംസ് ഉണ്ടാവാം. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യുമോ, അത് പ്രോഗ്രസ് ചെയ്ത് ഇവോൾവ് ലൈഫായി മാറിയെന്നോ, ഇന്ന് നമ്മൾ കാണുന്ന DNA-യും ATPയും ഒക്കെ ചേർന്ന ഓക്സിജനെ യൂസ് ചെയ്ത് ജീവിക്കുന്ന ലൈഫായിട്ട് മാറിയെന്നോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഇവിടുത്തെ സിറ്റുവേഷനിൽ ഇവോൾവ് ചെയ്ത് വന്നതാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, ചെടികളും ജന്തുക്കളും 2 സ്ട്രീമുകളുണ്ടായി ഭൂമിയിൽ. നമ്മൾ രണ്ടും ഒന്നാണെന്നറിയാം എസെൻഷ്യലായിട്ട്. ചെടിയും മനുഷ്യനല്ല എസെൻഷ്യലി ഒന്നാണ്. നമ്മുടെ DNA സ്ട്രക്ചർ ഇവിടെ ആകെ ഒന്നേ ഉള്ളൂ. കാരണം ഇത് രണ്ടും കൂടെ മെർജ് ചെയ്ത് ഒന്നായിപ്പോയി. നമ്മുടെ ഉള്ളിൽ കാണുന്ന മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന സാധനം മറ്റെവിടുന്ന് വന്ന സാധനമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു കോംപ്ലക്സ് ലൈഫ് ഫോമാണ് നമ്മുടെ. ഇതുപോലത്തെ ലൈഫ് ഫോമുകൾ ഉണ്ടാവും. പക്ഷേ ക്വസ്റ്റ്യൻ ഇതാണ്, ആ പറഞ്ഞ ലൈഫ് ഫോമുകൾ ഇന്ന് നമ്മളെവിടെ അത്രയും ഇൻ്റലിജൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, ഇന്നും പ്രിമിറ്റീവായിട്ട് നിലനിൽക്കുകയാണോ? അവിടെയാണ് ക്വസ്റ്റ്യൻ. അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്ന ടൈം സ്കെയിലുകളെ കുറിച്ച് ആലോചിക്കുന്നത്. ഈ പറഞ്ഞ ഇൻ്റലിജൻസ് എപ്പോഴാണ് വന്നത്? മനുഷ്യൻ വന്നിട്ട് തന്നെ 80,000 വർഷമായിട്ടുള്ളൂ. അതിൽ ഈ പറഞ്ഞ ഇൻ്റലിജൻസ് ഒക്കെ വന്നിട്ട് കുറച്ച് ആയിരങ്ങൾ വർഷങ്ങളേ ആയിട്ടുള്ളൂ. ഈ യൂണിവേഴ്സ് എക്സിസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്, ഈ സ്റ്റാറുകളും എക്സിസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ബില്യൺസോ വർഷങ്ങളായി. ഇതിനുള്ളിൽ ചിലപ്പോൾ ഇതൊക്കെ വന്നു പോയി കാണും, ഇനിയും വരുമായിരിക്കും. പക്ഷേ ചിലപ്പോൾ നമ്മളെക്കാളും അല്പം പുറകിലായിരിക്കും, ചിലപ്പോൾ നമ്മളെക്കാളും ലക്ഷം വർഷങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിരിക്കും. രണ്ടും പോസിബിളാണ്. പക്ഷേ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, നമ്മൾ അവർക്ക് ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടോ, ഇൻ്റർപ്ലാനറ്റ്